ആ ഒരു ക്രമത്തിൽ തന്നെ ഇൻഷാ അല്ലാഹ് ചോദ്യങ്ങൾക്ക് അവസരം നൽകുന്നതാണ് എന്ന് കൂടി സൂചിപ്പിച്ചുകൊണ്ട് ഒന്നാമത്തെ ചോദ്യകർത്താവിന് മൈക്ക് കൈമാറുകയാണ്. പേരും സ്ഥലവും പറഞ്ഞ് പരിചയപ്പെടുത്താൻ പ്രത്യേകമായി ശ്രദ്ധിക്കാം. എൻ്റെ പേര് ഗഫൂർ എന്നാണ്. ഞാൻ സ്ഥലം നാദാപുരത്തിനടുത്ത് പേരോടാണ്. പിന്നെ എൻ്റെ ചോദ്യം എന്ന് പറഞ്ഞാൽ, ചോദ്യത്തിന് ആദ്യം ഈ ചോദ്യം ഉണ്ടാകാനുള്ളൊരു കാരണം ആദ്യം പറയാം. ഞാൻ സ്റ്റീലിൻ്റെ ഈ റൂഫിംഗ് ഷീറ്റിൻ്റെ വർക്ക് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ചാത്തു എന്ന് പറയുന്ന ഒരാളെ വീട്ടിലായിരുന്നു. അപ്പോൾ ഈ കൊണ്ടുവന്ന് തന്ന ആളെ ഞാൻ ഇവിടുന്ന് പരിചയപ്പെടാൻ വേണ്ടി കുറേ ശ്രമിച്ചു. ആളുടെ നമ്പർ ഞാൻ മേടിച്ചത് സിറാജ് എന്ന് പറയുന്നത്. അപ്പോൾ അയാളോട് ഞാൻ ഈ ചാത്തു ഞാനായിട്ട് ഇങ്ങനെ ചർച്ച ചെയ്തപ്പോൾ ചാത്തു എന്ന് പറയുന്ന ആളുണ്ടാക്കിയ ഒരു ചോദ്യമാണിത്. പിന്നെ ഈ ചോദ്യം പിന്നെ ഞാൻ ഉന്നയിക്കാം. കാരണം ഇപ്പൊ നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ദൈവവും അതേപോലെ തന്നെ പിന്നെ നിങ്ങൾ വിമർശിക്കപ്പെട്ട ദൈവവും, നിങ്ങൾ ആ പുസ്തകത്തിൽ അവിടെ കൊടുത്ത പുസ്തകത്തിൽ തന്നെ വിമർശിക്കപ്പെട്ട ദൈവവും, ഈ ദൈവങ്ങൾ തമ്മിൽ യാതൊരു വ്യത്യാസവും ഞാൻ കാണുന്നില്ല. കാരണം ഒന്ന്, നിങ്ങളുടെ ദൈവങ്ങൾക്ക് കൈ, കാല്, അതേപോലെ തന്നെ പിന്നെ ഭൂമി തൂക്കിപ്പിടിക്കാനും എറിയാനും ഒക്കെ കഴിവുള്ള ഒരു ദൈവത്തെ നിങ്ങൾ വിശ്വസിക്കുന്നു. അതേ കൈ, കാലുകൾ സൃഷ്ടിക്കപ്പെട്ട് അതിന് രൂപം ഉണ്ടാക്കി ഞങ്ങളും ആരാധിക്കുന്നു. അത് പരസ്പര വിരുദ്ധമായി പോവാതിരിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ അതിന് രൂപങ്ങൾ ഉണ്ടാക്കപ്പെട്ടത്. കാരണം ഒരു രാജ്യത്ത് അയാളെ മനസ്സുകൊണ്ട് ചിന്തിക്കുമ്പോൾ ആ ദൈവത്തിന്റെ കൈ വേറൊരു കൈയായി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവവും നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ദൈവവും ഞങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ദൈവവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഇതാണ് ഒരു ചോദ്യം. പിന്നെ ഈ പ്രസംഗത്തിൽ നിന്ന് കേട്ട ഒരു ചോദ്യമുണ്ട്. അത് ഉമർ ഫൈസി എന്ന് പറയുന്ന ആള് ഇപ്പോ പ്രസംഗിക്കുമ്പോൾ പറഞ്ഞു, 70 ആളുകൾ മുഹമ്മദ് നബി അറിഞ്ഞിരുന്നുവെങ്കിൽ അവർ മരിക്കുകയില്ലായിരുന്നു. അങ്ങനെയാണെങ്കിൽ ദൈവം അറിഞ്ഞിരുന്നല്ലോ. മുഹമ്മദ് നബിക്ക് അനുയായികൾ കുറഞ്ഞ ആ സമയത്ത് ഈ 70 ആളെ നഷ്ടപ്പെടുത്തിയ ദൈവം കുറ്റക്കാരനല്ലേ? ഇതിന് മറുപടി കിട്ടിയിട്ട് ഞാൻ അടുത്ത ചോദ്യത്തിലേക്ക് പോകും. അൽഹംദുലില്ലാഹ്. ആദ്യ ചോദ്യം തന്നെ വളരെ പഠനാർഹമായ ചിന്തനീയമായ ചോദ്യങ്ങളാണ് ഉന്നയിക്കപ്പെട്ടത്. 2 കാര്യങ്ങളാണ് ചോദിക്കപ്പെട്ടത്. രണ്ടാമത്തെ ചോദ്യത്തിന് ആദ്യം മറുപടി പറഞ്ഞ് ആരംഭിക്കാം. ഒന്ന്, ദൈവമാണ് കൽപ്പിക്കുന്നത്. കൽപ്പന അവന്റെ അടിമകളോടാണ്. അടിമകൾ ആ കൽപ്പന പാലിക്കാൻ ബാധ്യസ്ഥരാണ്. അല്ലാഹു തആലാക്ക് അവന് ഇഷ്ടമുള്ളത് എന്തും പ്രവർത്തിക്കാം. ഈ ലോകത്തേക്ക് മനുഷ്യനെ പറഞ്ഞയക്കുമ്പോൾ ആ അല്ലാഹു ദൈവം നിശ്ചയിച്ച ചില വ്യവസ്ഥകളും ചില നിബന്ധനകളും, ആ നിബന്ധനകൾ പ്രകാരം ജീവിക്കാനാണ് നാം കൽപ്പിക്കപ്പെട്ടത്. അതല്ലായിരുന്നുവെങ്കിൽ ആ ചോദ്യം ഒരുപക്ഷെ ഉമർ ഫൈസിയുടെ ആ ഒരു സംസാരത്തിന്റെ പശ്ചാത്തലത്തിൽ മാത്രമല്ല, മറ്റ് ഏത് വിഷയത്തിലും വേണമെങ്കിൽ അതേ ചോദ്യം ഉന്നയിക്കാം. നമ്മൾ റോഡ് സൈഡിൽ നിൽക്കുമ്പോൾ ഒരാൾ റോഡ് ക്രോസ് ചെയ്യുന്നു, ഒരു വാഹനം വന്ന് അയാൾ ഇടിക്കാൻ പോകുന്നു, നമ്മളത് കാണുന്നു, നമ്മൾ മൗനം പാലിച്ചവിടെ നിൽക്കുക. നമ്മളെല്ലാവരും പറയും അയാൾ വല്ലാത്തൊരു അക്രമി തന്നെ, ഒന്ന് അയാളെ കൈപിടിച്ചിരുന്നുവെങ്കിൽ രക്ഷപ്പെടുമല്ലോ. നമുക്ക് ഇതേ ന്യായം പറയാം, അപ്പൊ ഞാനെന്തിനാ പിടിക്കുന്നത്, ദൈവം പിടിച്ചോളൂലേ എന്ന് ഇതേ ന്യായം നമുക്ക് അവിടെയും ഉന്നയിക്കാമല്ലോ. ഇനി ഏതിലും നമ്മൾ രാവിലെ ജോലി തേടി പോകുന്നു, ജോലി തേടി പോകാതെ വീട്ടിൽ നിന്ന് ആ ന്യായം പറയാം. ഞാനെന്തിനാ ജോലിക്ക് പോകുന്നത്, ദൈവമല്ലേ വായ തന്നത്, ദൈവമല്ലേ എനിക്ക് വയറ് നിശ്ചയിച്ചത്, ആ ദൈവം തന്നെ ഭക്ഷണവും അതിൽ നിറച്ചോളും, ഞാനിവിടെ ഇരിക്കുകയാണ് എന്ന ന്യായം പറഞ്ഞ് നമ്മളാരും വീട്ടിൽ ഇരിക്കാറില്ല. അതേസമയം ഇതെല്ലാം സംവിധാനിച്ച ദൈവം തന്നെയാണ് നമ്മോട് പറഞ്ഞത് ഇത് ഏത് വിധത്തിൽ ഉപയോഗപ്പെടുത്തണം എന്നുള്ളത്. എങ്ങനെയാണ് വിനിയോഗിക്കേണ്ടത്, എങ്ങനെയാണ് ഉപയോഗപ്പെടുത്തേണ്ടത്, എന്താണ് ചെയ്യേണ്ടത്, എന്താണ് ചെയ്യാൻ പാടില്ലാത്തത് എന്ന ഒരു നിർദ്ദേശം നൽകി മനുഷ്യനെ പരീക്ഷിക്കാനായി ഈ ലോകത്തേക്ക് ദൈവം നിശ്ചയിച്ചയച്ചതാണ്. പരീക്ഷാ ഹാളിലേക്ക് ചോദ്യപേപ്പർ തരുമ്പോൾ ചോദ്യപേപ്പർ തയ്യാറാക്കിയ ആൾക്ക് ഉത്തരം അറിയാത്തതുകൊണ്ടല്ല നമുക്ക് ചോദ്യപേപ്പർ തന്നത്. ഈ കുട്ടി ആലോചിക്കുക, എന്താ ചോദ്യമൊക്കെ അവരുണ്ടാക്കി, അത് പ്രിന്റും ചെയ്തു പാക്കും ചെയ്തു, ഇവിടെ എത്തിച്ച് ഉത്തരം അവർക്ക് എഴുതിയാൽ പോരെ എന്ന് ചിന്തിക്കുന്നതല്ലല്ലോ ബുദ്ധി. നേരെ മറിച്ച് ഈ കുട്ടി എത്ര പഠിച്ചു എന്ന് ടെസ്റ്റ് ചെയ്യാനാണ് ഈ പരീക്ഷ നടക്കുന്നത്. എന്നതുപോലെ ഈ ലോകത്തേക്ക് മനുഷ്യനെ നിയോഗിച്ചത് അവന് പരീക്ഷിക്കാനാണ്. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുക്കും അഹ്സനു അമല. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ മുൽക്കിൽ 2-ാമത്തെ വചനത്തിൽ പഠിപ്പിച്ചു, ജീവിതവും മരണവും നിശ്ചയിച്ചത് നിങ്ങളെ പരീക്ഷിക്കുവാനാണ്. എന്താണ് പരീക്ഷണം? അയ്യുക്കും അഹ്സനു അമല, നിങ്ങൾ ആരാണ് ഏറ്റവും നന്നായി പ്രവർത്തിക്കുക എന്ന് നോക്കാനായി ദൈവം ഇങ്ങോട്ട് പറഞ്ഞയച്ചതാണ് നമ്മളെ.
അപ്പൊ ആ നല്ല പ്രവർത്തനം എന്ത്, അതിന്റെ ഭാഗമായി നല്ലതേത് ചീത്തയേത് എന്ന് ആ ദൈവം തന്നെ നിശ്ചയിച്ചു തന്നു. ഏതാണ് നല്ലത്, ഏതാണ് ചീത്ത. നല്ലത് ചെയ്താൽ നീ വിജയിക്കും, ചീത്ത ചെയ്താൽ നീ പരാജയപ്പെടും. അതാണ് ഈ ഭൂമിയിലെ പരീക്ഷ. മനുഷ്യനെ ഭൂമിയിലേക്ക് നിയോഗിച്ച ദൈവം ഒരു പരീക്ഷ എഴുതാൻ പറഞ്ഞയച്ചു. ആ പരീക്ഷയിൽ പരീക്ഷിക്കുന്നത് ആരാണ് ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നത്. എങ്ങനെ ഏതാണ് ഏറ്റവും നല്ല പ്രവർത്തനം ആ ദൈവം തന്നെ പഠിപ്പിച്ചു തന്നു. ഇന്നതാണ് നല്ലത്, ഇന്നതാണ് മോശപ്പെട്ടത്. എന്നിട്ട് അവനെ ഈ ഭൂമിയിലേക്ക് ബുദ്ധിയും വിവേകവും പക്വതയും പാകതയും നൽകി പറഞ്ഞയച്ചു. ആ നല്ലതും ചീത്തയും വേർതിരിക്കാനുള്ള വേദഗ്രന്ഥങ്ങളും അതിന്റെ കൂടെ ദൈവം തന്നെ അവതരിപ്പിച്ചു. ആ വേദഗ്രന്ഥം അടിസ്ഥാനമാക്കി ജീവിക്കാൻ ആവശ്യപ്പെട്ടു. ആ ജീവിതത്തിൽ അവൻ എന്ത് ചെയ്യുന്നുവെന്ന് ദൈവം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു, അവനെ ടെസ്റ്റ് ചെയ്യുന്നു. അതുകൊണ്ട് ആ ദൈവം എഴുതിക്കോട്ടെ, ആൻസർ ഞാൻ എഴുതുന്നില്ല എന്ന് പറയുന്നത് ധിക്കാരമാണ്. നേരത്തെ പറഞ്ഞ പരീക്ഷ എഴുതാൻ വന്ന പരീക്ഷാ ഹാളിൽ കയറിയ വിദ്യാർത്ഥി അതേ മൈൻഡ് വെച്ചാൽ എന്തായിരിക്കുമോ ആ വിദ്യാർത്ഥിയെ കുറിച്ച് നമ്മൾ പറയുക, അത് തന്നെയാണല്ലോ ഇവിടെയും പറയാൻ കഴിയുക. അതുകൊണ്ട് ദൈവത്തിന് എന്തും ചെയ്യാം, ദൈവത്തിന് ആരും രക്ഷപ്പെടുത്താം, ദൈവത്തിന് ആരെയും എന്തു നൽകും, അവരുടെ ജീവിതത്തിൽ ഇടപെടാം. അതൊക്കെ ദൈവത്തിന് സാധിക്കും. സാധിക്കാത്തത് കൊണ്ടല്ല ദൈവം അവിടെ രക്ഷപ്പെടുത്താതിരുന്നത്. എന്നാൽ മുഹമ്മദ് നബി അവിടെ രക്ഷപ്പെടുത്താതിരുന്നത് സാധിക്കാത്തത് കൊണ്ട് തന്നെയാണ്. അതാണ് വ്യത്യാസം. 70 ആളുകളെ തന്റെ മുന്നിൽ നിന്ന് കൂട്ടിക്കൊണ്ടുപോയി. അദ്ദേഹം ഇവിടെ വിശദീകരിച്ചുവല്ലോ പ്രസംഗത്തിൽ. റഅല്, ദക്വാൻ എന്നീ കുടുംബങ്ങൾ വന്ന് ഞങ്ങളുടെ നാട്ടിൽ ധാരാളം ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നു, അവർക്ക് മതം പഠിപ്പിക്കാൻ അവിടെ സംവിധാനമില്ല, ആളുകളില്ല. അതുകൊണ്ട് കുറച്ച് ആളുകളെ ഞങ്ങളെ കൂടെ പറഞ്ഞയക്കണം എന്ന് പറഞ്ഞപ്പോൾ ഏറ്റവും നല്ല ഖുർആകളായ ഖുർആൻ നന്നായി അറിയുന്ന 70 ആളുകളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ കൂടെ പറഞ്ഞയക്കുന്നു. അങ്ങനെ അവർ അവരെ കൊണ്ട് പോകുന്നു. യഥാർത്ഥത്തിൽ അവർ വഞ്ചകന്മാരായിരുന്നു. അപ്പൊ അവിടെ ദൈവം ഇടപെട്ടില്ല. എന്തുകൊണ്ട്? ഇത് പരീക്ഷാ ഹാൾ, അത് ടെസ്റ്റാണ്. മുഹമ്മദ് നബി ഇടപെട്ടില്ല. എന്തുകൊണ്ട്? മുഹമ്മദ് നബിക്ക് അറിയില്ല ഇവർ വഞ്ചകന്മാരാണ് എന്നുള്ളത്. ഇവർ വഞ്ചകന്മാരാ, ചതിയന്മാരാ എന്നറിയില്ല. അറിഞ്ഞിട്ടല്ല പറഞ്ഞയച്ചത്. അറിഞ്ഞിട്ട് പറഞ്ഞയച്ചാൽ ഒരു അന്യായത്തിന്, ഒരു അക്രമത്തിന് കൂട്ടുനിന്നു എന്ന് പറയേണ്ടി വരും. പോകുന്ന സ്വഹാബിമാർ എല്ലാവരും ഔലിയാക്കന്മാരാണ്. അവർക്ക് ആർക്കും മനസ്സിലായില്ല ഞങ്ങളെ കൊല്ലാൻ കൊണ്ടുപോവുകയാണ്. എല്ലാവരും ഈ 70 ആളും ഔലിയാക്കന്മാരാണല്ലോ. ഔലിയാക്കളല്ലാത്ത ആരും ആ പോകുന്ന കൂട്ടത്തിലില്ല. അവർക്കാർക്കും മറഞ്ഞ കാര്യം അറിഞ്ഞില്ല. നബിയോ സഹാബത്തോ അവരോട് പറഞ്ഞതുമില്ല. കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാണാൻ ഞാൻ നിങ്ങളുടെ കൽഭാഗമെന്നോവർ, അത് നിങ്ങളെ കൽബ് ഞങ്ങൾക്കൊക്കെ അറിയാം, ഞങ്ങളെ വഞ്ചിക്കാനൊന്നും പറ്റില്ല എന്ന് പറഞ്ഞ് അവരാരും ഒട്ട് ഇടപെട്ടതുമില്ല. അപ്പോൾ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോ ആ പോകുന്ന സ്വഹാബിമാരോ അവിടെ പ്രതികരിക്കാതിരുന്നത് അക്കാര്യം അറിയാത്തത് കൊണ്ടാണ്. ദൈവം പ്രതികരിക്കാതിരുന്നത് അറിയാത്തത് കൊണ്ടല്ല, അറിഞ്ഞ് അള്ളാഹുവിന്റെ ചില തത്വങ്ങൾ, അവന്റെ ചില രഹസ്യങ്ങൾ അതിന് പിന്നിലുണ്ട്. ആ രഹസ്യം നടപ്പാക്കുന്നതിന്റെ ഭാഗമായി ദൈവം അവിടെ ആ നിലക്കുള്ള ഒരു പണി ഉണ്ടാക്കിയെന്ന് മാത്രം. ഇതാ മറ്റു ചില രംഗങ്ങളിൽ ദൈവം ഇടപെട്ടിട്ടുണ്ട്. മുഹമ്മദ് നബിക്ക് വിഷം കൊടുക്കാൻ ശ്രമിച്ച ആളുകളുണ്ട്. ജൂതന്മാർ മുഹമ്മദ് നബിയെ വീട്ടിലേക്ക് വിരുന്നൂട്ടിയിട്ട് വിഷം കൊടുക്കാൻ ശ്രമിച്ചു. അവിടെ അള്ളാഹു തന്നെ ഇടപെട്ടു. ജിബ്രീലിനെ പറഞ്ഞയച്ചു, മലക്കിനെ പറഞ്ഞയച്ചു. എന്നിട്ട് പറഞ്ഞു നബിയെ കഴിക്കരുത്, വിഷമുണ്ട്. നബി എന്തുകൊണ്ട് കഴിക്കാൻ പോയി? നബിക്ക് അറിയാത്തത് കൊണ്ട്. അള്ളാഹു എന്തുകൊണ്ട് ഇടപെട്ടു? അള്ളാഹ്ക്കറിയാം. മറ്റൊരുത്തൊന്നും എന്തുകൊണ്ട് അള്ളാഹു ഇടപെട്ടില്ല? അറിയാത്തത് കൊണ്ടല്ല, റബ്ബിനറിയാം. അവിടെ റബ്ബിന്റെ മശീഅത്ത്, അവന്റെ ഉദ്ദേശം ആ നിലക്കായിരുന്നു. റബ്ബ് അതിൽ അതുകൊണ്ട് ആ നിലക്കാണ് ഇടപെട്ടത്. മുഹമ്മദ് നബിയെ വിഷം കൊടുത്ത് കൊല്ലാൻ ശ്രമിച്ചിടത്ത് അള്ളാഹു തല ഇടപെട്ടു. അവിടെയും നബി ആ ക്ഷണം സ്വീകരിച്ച് പോയത് മടഞ്ഞ കാര്യം അറിയാത്തത് കൊണ്ടാണ് എന്ന് മാത്രം. അതുകൊണ്ട് തന്നെ ഒന്നാമത്തെ ചോദ്യം യഥാർത്ഥത്തിൽ ഇവിടെ അപ്രസക്തമായി മാറുന്നു. ഈ മറുപടിയോടുകൂടി തന്നെ ഞങ്ങളുടെ ദൈവവും നിങ്ങളുടെ ദൈവവും ഒന്ന് തന്നെയാണ്, നിങ്ങളുടെ ദൈവത്തിനും കയ്യും കാലമൊക്കെ ഉണ്ട്, ഞങ്ങളുടെ ദൈവത്തിനും കയ്യും കാലമുണ്ട് എന്ന് പറയുന്ന ആ വാദം തന്നെ ശരിയല്ല. ഇവിടെ മനുഷ്യ ദൈവങ്ങളായി പരിചയപ്പെടുത്തപ്പെടുന്ന ആരാണെങ്കിലും, അത് ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരോ ആകട്ടെ, മനുഷ്യ ദൈവങ്ങളോ സൃഷ്ടി ദൈവങ്ങളോ ആയി പരിചയപ്പെടുത്തപ്പെടുന്ന ഏത് ദൈവമാണെങ്കിലും അവക്കുള്ള കയ്യ്, കാല്, കണ്ണ്, നാക്ക് തുടങ്ങിയ ആ വക അവയവങ്ങളൊന്നും ഇസ്ലാം പരിചയപ്പെടുത്തുന്ന ദൈവത്തിനില്ലേ ഇല്ല. ആ ഒരൊറ്റ അവയവും ദൈവത്തിനില്ല. എന്നാൽ അള്ളാഹുവിന്റെ വിശേഷണങ്ങളായി അവയെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അതാണ് വ്യത്യാസം. അള്ളാഹുവിന്റെ യദ്, അവന്റെ വജ്ഹ്, അവന്റെ അയിന് തുടങ്ങിയ പ്രയോഗങ്ങൾ ഖുർആനിലും ഹദീസിലും ധാരാളമായി കാണാൻ കഴിയും. അത് അള്ളാഹുവിന് നമ്മളൊക്കെ മനസ്സിൽ വിചാരിക്കുന്ന പോലത്തെ കൈയുണ്ട് എന്നോ കാലുണ്ട് എന്നോ അല്ല. അതാണ് ആ സുഹൃത്തിനെ താങ്കളടക്കമുള്ള ആളുകൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടത്. ഞങ്ങൾ വിതരണം ചെയ്ത ജീവിതം എന്തിനു വേണ്ടി എന്ന പുസ്തകത്തിലും ആ നിലയ്ക്ക് തന്നെയാണ് അതിനെ പരിചയപ്പെടുത്തിയത്. അതുകൊണ്ട് തന്നെ ഇവിടെ ആ ദൈവത്തിന് ചില വിശേഷണങ്ങളെയാണ് അവിടെ പരിചയപ്പെടുത്തുന്നത്. അല്ലാതെ മനുഷ്യൻ മനസ്സിൽ കാണുന്ന കയ്യും കാലും കണ്ണും കാതുമുള്ള ഒരു ദൈവത്തെയല്ല ഇസ്ലാം പരിചയപ്പെടുത്തി. അങ്ങനത്തെ ഒന്നില്ല.
മാത്രവുമല്ല വലം യകുല്ലഹു കുഫുവൻ അഹദ്, അവന് തുല്യനായി ആരും തന്നെ ഇല്ല എന്ന് വിശുദ്ധ ഖുർആൻ വ്യത്യസ്ത ശൈലികളിൽ ഖുർആനിൽ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. സൃഷ്ടികളിൽ ഒന്നിനോടും ദൈവം തുല്യമാകുന്നില്ല. സൃഷ്ടികളെ എന്തെങ്കിലും ഒന്ന് ദൈവത്തിനുണ്ട് എന്ന് പറഞ്ഞാൽ തന്നെ അത് ദൈവത്തെ നിഷേധിക്കലായി മാറി, ദൈവത്തെ ആ സൃഷ്ടിയോട് തുല്യപ്പെടുത്തലായി മാറി. ഒരു സൃഷ്ടികളെ ഒന്നും, അറിവാവട്ടെ, കഴിവാവട്ടെ, കാഴ്ചയാവട്ടെ, കേൾവിയാകട്ടെ, സന്തോഷമാകട്ടെ, കോപമാകട്ടെ, എന്താണെങ്കിലും ദൈവത്തെപ്പറ്റി ഇസ്ലാം പരിചയപ്പെടുത്തിയ, പ്രമാണങ്ങൾ പരിചയപ്പെടുത്തിയ എന്തെല്ലാം വിശേഷണമുണ്ടോ അതൊന്നും സൃഷ്ടികളുടെ ഒരു വിശേഷണവുമായും ഒരർത്ഥത്തിലും സാമ്യതയുള്ളതല്ല. ഉദാഹരണം, ദൈവം കോപിക്കും, ഖുർആൻ പഠിപ്പിച്ച കാര്യമാണ്. നമ്മളൊക്കെ കോപിക്കുന്നു, അപ്പൊ ഞാനും ദൈവം ഒരുപോലെയാണ് എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ദൈവം സന്തോഷിക്കും, ഖുർആൻ പഠിപ്പിച്ച കാര്യമാണ്. നമ്മൾ സന്തോഷിക്കുന്നു, ഒരുപോലെയാണെന്ന് പറയാൻ കഴിയുമോ? ഇല്ല. ദൈവം സംസാരിക്കും, നമ്മൾ സംസാരിക്കുന്നു, രണ്ടും ഒരുപോലെയാണെന്ന് പറയാൻ കഴിയുമോ? ഇല്ല. എന്നാൽ മറ്റു ദൈവങ്ങളെല്ലാം ഈ സൃഷ്ടികളുടേതായ ഗുണങ്ങൾ, വിശേഷങ്ങൾ ഉൾക്കൊള്ളുന്നവയാണ്. സൃഷ്ടികളുടെ ഗുണങ്ങളിൽ നിന്ന് പൂർണ്ണമായും അന്യനാണ്. ആ ഗുണങ്ങളിൽ പൂർണ്ണമായും അപ്പുറത്താണ്. ഇസ്ലാം പരിചയപ്പെടുത്തുന്ന ഈ ലോകത്തിന്റെ മുഴുവൻ രക്ഷിതാവായ ആകാശഭൂമികളെ സൃഷ്ടിച്ച, സംവിധാനിച്ച, പരിപാലിക്കുന്ന സൃഷ്ടികർത്താവിനെ ഇസ്ലാം പരിചയപ്പെടുത്തിയത് എന്നാണ് ചുരുക്കി സൂചിപ്പിക്കാനുള്ളത്. കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ അദ്ദേഹം ചോദിക്കട്ടെ. ഈ ആദ്യം പറഞ്ഞ മറുപടിയിൽ പറഞ്ഞ ഒരു കാര്യമാണ്, മുഹമ്മദ് നബി അഥവാ പ്രവാചകൻ അറിഞ്ഞിരുന്നില്ല, ദൈവം അറിഞ്ഞിരുന്നു. ഞാൻ ചോദിക്കുന്നത്, പ്രവാചകനും അറിഞ്ഞിരുന്നില്ല എന്ന് പ്രവാചകൻ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? രണ്ടാമത്തത്, ആദ്യത്തെ ഇതിലേക്ക് തന്നെ പോകുന്നത്, അതേപോലെ തന്നെയാണ് ഹിന്ദുക്കളുടെ ദൈവങ്ങൾക്കും. ഇപ്പൊ ഉദാഹരണത്തിന് ഭീമന് യോജിച്ച കൈയാണ്. അത് സൃഷ്ടി എന്ന് നിങ്ങൾ ഉദ്ദേശിക്കുന്ന മറ്റൊരു സൃഷ്ടിയും അതുപോലെയില്ല. അതേപോലെ ഗണപതിക്ക് മറ്റൊരു സൃഷ്ടിക്കും ഉള്ള അവയവമല്ല. കൈ എന്ന് പറയുന്നത് ഒരു ദ്വാരം മാത്രമുള്ള വിരലുകളില്ലാത്ത ഒരു കൈയാണ്. അത് ആന, മറ്റ് പല വ്യത്യാസങ്ങളും ദൈവങ്ങളിൽ ഉണ്ട്. നിങ്ങൾ ഈ ഉത്തരം വരുമെന്ന് അദ്ദേഹം മുൻകൂട്ടി കണക്കാക്കിയിട്ട് ആ ഉത്തരം കൂടി എഴുതിയിട്ടാണ് ഇത് തയ്യാറാക്കി തന്നത്. കാരണം ഇത്തരം ആശയങ്ങൾ കേൾക്കുന്ന ഒരാളാണ് അയാൾ. മുഹമ്മദ് നബി അറിഞ്ഞിട്ടില്ല എന്ന് എവിടെയാണ് പറഞ്ഞത്? അദ്ദേഹത്തിന് പറഞ്ഞ കാര്യം അറിയില്ല എന്ന് ഒരുപാട് വചനങ്ങൾ ഖുർആനും ഹദീസും എടുത്തു പഠിപ്പിക്കുന്നുണ്ട്. ഈ സംഭവം തന്നെയും അതിന് തെളിവാണ്. അവരൊന്ന് പറയുന്നത് എന്താ? ഞങ്ങളുടെ നാട്ടിൽ ധാരാളം ആളുകൾ ഇസ്ലാമിലേക്ക് വന്നിരിക്കുന്നു, അവരെ മതം പഠിപ്പിക്കാൻ സംവിധാനമില്ല, അതുകൊണ്ട് നിങ്ങൾ കുറച്ചാളെ പറഞ്ഞയക്കണം. അവരുടെ നാട്ടിൽ ഒരാളും ഇസ്ലാമിലേക്ക് വന്നിട്ടുമില്ല, അവിടെ അങ്ങനത്തെ ഒരു പ്രശ്നവുമില്ല, അവർ കളവ് പറഞ്ഞ് വഞ്ചിക്കാൻ വന്നതായിരുന്നു. അപ്പൊ അറിഞ്ഞിരുന്നുവെങ്കിൽ നബി എന്താ പറയാ? എന്തിനാണ് എന്നെ വഞ്ചിക്കാൻ വരുന്നത്? നിങ്ങളുടെ നാട്ടിൽ ആരാ ഇസ്ലാമിലേക്ക് വന്നത്? നിങ്ങൾ എന്താ എന്നെ കുറിച്ച് വിചാരിച്ചത് എന്നാണല്ലോ ചോദിക്കുക. നമ്മുടെ നാട്ടിൽ ഈ മാലി മുഴുതൊക്കെ കേട്ട് പഠിച്ചിട്ടായിരിക്കാം ഒരു പക്ഷേ ആ ചന്തു എന്ന സഹോദരൻ അടക്കം, അദ്ദേഹം അങ്ങനെ ഒരാൾ ഉണ്ടെങ്കിൽ അദ്ദേഹം അടക്കം ഒരു പക്ഷെ തെറ്റിദ്ധരിച്ചത് ഇതൊക്കെ കേട്ടുകൊണ്ടായിരിക്കണം. കാരണം അവിടെയൊക്കെ പഠിപ്പിക്കുക അങ്ങനെയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, കുപ്പിയകത്തുള്ളിൽ കാണും പോലെ കാണുമെന്നും, കണ്ണിൽ കാണാത്തതും കൽബകത്തുള്ളതും കൺകൊണ്ട് കണ്ടപ്പോൾ കാട്ടിപ്പറഞ്ഞവർ എന്നൊക്കെ പറഞ്ഞു വെച്ച ആ തരത്തിലായിരിക്കണം അവർ നബിയെയും അല്ലാത്തവരെയും ഒക്കെ മനസ്സിലാക്കിയത്. അതുകൊണ്ടാണ് ഉത്തരം മുൻകൂട്ടി കണ്ടൊരു ചോദ്യം കൂടെ എന്റെ കൂടെ എഴുതി കൊടുത്തു എന്ന് താങ്കൾ പറഞ്ഞ ന്യായം വാസ്തവമാണെങ്കിൽ ഉള്ളത്. ഏതായിരുന്നാലും ശരി, അവിടെ പ്രവാചന മുമ്പിൽ വന്ന് പറയുന്നു, ഞങ്ങളുടെ നാട്ടിൽ ധാരാളം ആൾ ഇസ്ലാം സ്വീകരിച്ചു, അവരെ ഇസ്ലാം പഠിപ്പിക്കാൻ, ഖുർആൻ പഠിപ്പിക്കാൻ ആള് വേണം. ശരി, 70 ആളത്തിനടുത്ത് പറഞ്ഞയച്ചവരെ കൂടെ നബിക്ക് വല്ലാത്ത സന്തോഷമായി ഹദീസുള്ളത്. വല്ലാത്ത സന്തോഷം. കാരണം അത് കുറെ ആൾ ഇസ്ലാമിലേക്ക് വന്നു വന്നപ്പോ സന്തോഷം. ഏറ്റവും നല്ല 70 ആളെ തെരഞ്ഞെടുത്ത് പറഞ്ഞേക്കാം, പോയി അവരെ പഠിപ്പിച്ചു കൊടുക്കുക, പോകുന്ന വഴിക്ക് കൊല്ലുക. അപ്പൊ നമ്മൾ എന്ത് മനസ്സിലാക്കണം? നബിക്ക് അറിയുമെന്നോ അറിയില്ല എന്നോ? നബിക്കതൊക്കെ അറിയാം. എന്നിട്ട് അവരെ മുമ്പിൽ വെറുതെ ഒരു സന്തോഷം ഇങ്ങനെ അഭിനയിച്ചിട്ട് സംഗതി കൊല്ലാൻ കൊണ്ടുപോവുകയാണെന്നൊക്കെ അറിയാം. അത് പോണ സ്വഹാബിയക്കും അറിയാം ഞങ്ങളെ കൊല്ലാനാ കൊണ്ടുപോകുന്നത്. എന്നാലും ഒരു സന്തോഷമൊക്കെ ഇങ്ങനെ അഭിനയിച്ച് അവരെ കൂടെ പോയി വഴിക്ക് വെച്ച് കൊല്ലുമ്പോ അവിടെ ഇങ്ങനെ ഒരു അമ്പർന്ന് നിൽക്കുന്ന സാഹചര്യമാണ് എന്ന് ആ ചന്തു ഏതായാലും വിശ്വസിക്കൂല. പിന്നെ എനിക്കൊന്നും വിശ്വസിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ആ സംഭവത്തിൽ നിന്ന് തന്നെ ബോധ്യമാണ് പ്രവാചകർക്ക് ആ കാര്യം അറിഞ്ഞിട്ടില്ല. മാത്രവുമല്ല, വിശുദ്ധ ഖുർആൻ ഒരുപാട് ആയത്തുകളിൽ മറഞ്ഞ കാര്യം, വൈബായ കാര്യം അല്ലാഹു അല്ലാതെ മറ്റാരും അറിയില്ല എന്ന് പറയുകയും പ്രവാചകരോട് പോലും പ്രഖ്യാപിക്കാൻ പറഞ്ഞു, നബിയെ പറയണം, എനിക്ക് മറഞ്ഞ കാര്യം അറിയുമായിരുന്നുവെങ്കിൽ എനിക്കൊരുപാട് നന്മകൾ വർദ്ധിപ്പിക്കാമായിരുന്നു. വമാ മസ്സനിയ സൂഉ, ഒരു ദുരിതവും എന്നെ ബാധിക്കുമായിരുന്നില്ല. ഈ 70 ആളെ കൊന്നേടത്ത ചരിത്രം അവസാനിക്കുന്നില്ല. ഈ വിവരം പിന്നീട് പ്രവാചകർക്ക് കിട്ടുന്നു വഹയിലൂടെ.
അവർ വഞ്ചകന്മാരായിരുന്നുവെന്നും അങ്ങനെ അവർ കൊണ്ടുപോയി സ്വഹാബിമാരൊക്കെ കൊന്നുകളഞ്ഞുവെന്നും അറിയുമ്പോൾ പ്രവാചകർ വല്ലാതെ വേദനിക്കുന്നു. അതും ഒരു കാപ്പട്യമായിരുന്നുവോ? അതൊക്കെ എനിക്ക് ആദ്യം അറിയാം എന്നാണോ നബി പറഞ്ഞത്? എന്നിട്ട് ആ ആളുകൾക്കെതിരെ പ്രവാചകൻ പ്രാർത്ഥിക്കുന്നു, അല്ലാഹുവേ റഅയിൽ നിൽക്കുവാൻ കുടുംബങ്ങളെ, ഗോത്രങ്ങളെ നീ നശിപ്പിക്കണേ, ശിക്ഷിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് 5 വഖത്ത് നമസ്കാരങ്ങളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്യുന്നു, ഖുനൂത്ത് നിർവഹിക്കുന്നു. അവസാനം അല്ലാഹു ആയത്തിറക്കുന്നു, ലൈസ ലക മിനൽ അംരി ശൈഉൻ, താങ്കൾക്ക് അങ്ങനെ ഒരു സമുദായത്തെ നശിപ്പിക്കാൻ പറയാൻ താങ്കൾക്ക് അവകാശമൊന്നുമില്ല. റബ്ബ് നശിപ്പിക്കുകയോ റബ്ബ് ശിക്ഷിക്കുകയോ റബ്ബ് പുറത്തു കൊടുക്കുകയോ അതൊക്കെ റബ്ബിന്റെ ഇഷ്ടമാണ്, താങ്കൾക്ക് അങ്ങനെ പറയാൻ അധികാരമില്ലെന്ന് പറഞ്ഞ് അല്ലാഹു തആല ആയത്തിറക്കുന്നു. അപ്പൊ അതിനെന്തു മനസ്സിലാക്കാം? നബിക്ക് അറിയുമെന്നോ അറിയില്ല എന്നോ? അതിലെ കാര്യം വ്യക്തമാണ്. രണ്ടാമത് പറഞ്ഞ വിഷയത്തിൽ ഇൻഷാ അല്ലാഹ് അതേപോലെ ശരി ചില ഭാഗങ്ങൾ കൂടി അതിലേക്ക് കൂട്ടിച്ചേർത്തുകൊണ്ട് സംസാരിക്കും. സഹോദരങ്ങളെ, ആഴമേറിയ ഒരു ചർച്ച എന്ന നിലയിൽ പ്രബലമായി 3 മതവിഭാഗങ്ങളാണ് നമ്മുടെ ഇന്ത്യയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഹൈന്ദവ സഹോദരങ്ങളും ക്രൈസ്തവ സഹോദരങ്ങളും മുസ്ലിങ്ങളും. നമുക്കറിയാം, ഈ 3 പ്രബല വിഭാഗങ്ങളിൽ മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങളും പാരമ്പര്യമായി കണ്ടും കേട്ടും അറിഞ്ഞും സന്യാസിവര്യന്മാരാകട്ടെ, പള്ളിയിലച്ചന്മാരാകട്ടെ, ഉസ്താദുമാരാകട്ടെ വിവരിച്ച് കേട്ടും അതിനെ പിന്തുടർന്നു പോന്ന ആളുകളാണ്. അതുകൊണ്ട് അവർക്ക് അത് മാത്രമാണ് അറിയാം. എന്നാൽ ഏത് മതസമൂഹത്തിനും അവർ പറയുന്ന ആധികാരികമായ ഗ്രന്ഥങ്ങളുണ്ട്. ആ ഗ്രന്ഥങ്ങൾ മനുഷ്യന്റെ കൈകടത്തലുകൾക്ക് വിധേയമായതാണ് ഭൂരിപക്ഷം. ആ ഗ്രന്ഥങ്ങളിൽ തന്നെ ഈ പറഞ്ഞിരിക്കുന്ന ആശയങ്ങൾക്കെതിരായ ആശയമാണ് യഥാർത്ഥത്തിലുള്ളത്. അതായത് ദൈവത്തെ ക്ലിപ്തപ്പെടുത്താൻ വേണ്ടി കയ്യും കാലും ഒക്കെ ഉള്ള ദൈവത്തിന്റെ രൂപമുണ്ടാക്കി ആരാധിക്കുന്നു, അത് ദൈവം തന്നെയാണ് എന്ന് ഉറപ്പുവരുത്താനാണ് എന്ന് പറയുന്ന ആശയത്തെ ഹൈന്ദവ വേദഗ്രന്ഥപ്രകാരം ഞാൻ ഒന്ന് വിശകലനം ചെയ്യണം. വെറും 2 മിനിറ്റ് മാത്രം. കേനോപനിഷത്ത് എന്ന് പറയും. നമുക്കറിയാം, ഋഗ്വേദം, സാമവേദം, അഥർവവേദം, യജുർവേദം, ചതുർവേദം. പിന്നെ 108 ഉപനിഷത്തുക്കളാണുള്ളത്. ആ 108 ഉപനിഷത്തും എന്റെ വീട്ടിലുണ്ട്. ആ 108 ഉപനിഷത്തിലെയും വളരെ പ്രധാനപ്പെട്ട വാചകങ്ങൾ ഞാൻ കണ്ണുകൊണ്ട് കണ്ടിട്ടുമുണ്ട്. അവിടെ കേനോപനിഷത്തിന്റെ പ്രഥമവല്ലിയിൽ 6-7 ശ്ലോകത്തിൽ പറയുന്നൊരാശയം, അതെല്ലാ ഹൈന്ദവരും പഠിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതുമായ ഒരു ആശയമാണ്. അതെന്താന്ന് ചോദിച്ചാൽ, രൂപമുണ്ടാക്കി, അതായത് അവർ വിചാരിക്കുന്ന ഇഷ്ടദേവന്റെ ദേവിയുടെ ഒരു രൂപമുണ്ടാക്കി ആരാധിക്കുക എന്നതിനെ വേദഗ്രന്ഥം അംഗീകരിച്ചിട്ടുണ്ടോ, ഉപനിഷത്ത് അംഗീകരിച്ചിട്ടുണ്ടോ ഇല്ലേ എന്ന് ഗൗരവമായി ചർച്ച ചെയ്യുന്നിടത്താണ് ഞാൻ ഈ വാചകം ഉദ്ധരിക്കുന്നത്. യക്ഷുഷാന പശ്യതി ഏന ചക്ഷുംഷി പശ്യതി തദേവ ബ്രഹ്മത്വം വിദ്ധി നേതം യതിതം ഉപാസതേ യശ്രോത്രേണ ന ശൃണോതി ശ്രോത്രമിദം ശ്രുതം തദേവ ബ്രഹ്മത്വം വിദ്ധി നേതം യതിതം ഉപാസതേ എന്നാ പറയുന്നു. അതിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, ഒരു ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിക്കപ്പെട്ട രൂപത്തിന്റെ, ദൈവമായി സങ്കല്പിക്കുന്ന രൂപത്തിന്റെ മുമ്പിൽ കൈകൂപ്പി നിൽക്കുന്ന ഭക്തവത്സല ആ അടിമയോട് പറയുന്ന വാചകമാണ്, ഏയ് ഭക്തവത്സല, ഏതൊരു പ്രതിമയുടെ രൂപത്തിന്റെ മുമ്പിൽ നീ നിൽക്കുന്നുവോ അത് നിന്റെ ദൈവമല്ല. നിന്റെ കണ്ണിന് കാഴ്ച നൽകുകയും നിന്റെ കണ്ണുകൊണ്ട് കാണാനാകാത്തവനുമാരോ അവനെയാണ് നീ ആരാധിക്കേണ്ടത്. ഏതൊന്നിനെ കാതുകൊണ്ട് കേൾക്കുന്നില്ലയോ, ഏതൊന്ന് കാതിൽ ശ്രവിക്കാൻ നിനക്ക് സംവിധാനം ഏർപ്പെടുത്തിയോ എന്നാണ് പറയുന്നത്. അപ്പൊ നീ കാണുന്ന പ്രതിമ അതല്ല നിന്റെ ദൈവം. ഈ ലോകത്തെ മുഴുവനും സൃഷ്ടിച്ചവനാണെന്നാണ് അവിടെ പറയുന്നത്. യജുർവേദം 32-ാം അധ്യായം 3-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് നതസ്യ പ്രതിമാസ്തി, ദൈവത്തിന് പ്രതിമയില്ല എന്നാണ്. അപ്പൊ വേദഗ്രന്ഥത്താളുകളെ അവലംബിക്കുന്ന ഏതൊരു ഹൈന്ദവനും ചതുർവേദങ്ങളെ ദൈവപ്രോക്തം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സ്വാമി വിവേകാനന്ദൻ പറഞ്ഞിട്ടുള്ളത്, വിവേകാനന്ദ സാഹിത്യ സർവസ്വം അതിന്റെ വിവിധ വോള്യങ്ങളിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ചതുർവേദങ്ങളെ ദൈവികമായി കണ്ടുകൊണ്ട് അവതരിപ്പിക്കുന്നതാണ് സന്യാസിവര്യന്മാരെല്ലാം. ആ ചതുർവേദങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് തസ്യ പ്രതിമാസ്തി, ദൈവത്തിന് പ്രതിമയില്ല, അതുകൊണ്ട് രൂപം ഉണ്ടാക്കുക എന്നത് ശരിയല്ല. ഇപ്പൊ നിങ്ങൾക്കറിയാം, ഈ ശിവഗിരി ആശ്രമത്തിലെ വളരെ പ്രഗത്ഭനായ സുഹൃദാനന്ദ സ്വാമികൾ, ഞാനും അദ്ദേഹം ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്തപ്പോൾ ഞാൻ ചോദിച്ചു, സ്വാമിജി, ബിംബാരാധന രൂപമുണ്ടാക്കി വെക്കുക, ഒരു ഏകാഗ്രതയ്ക്ക് വേണ്ടി ഉണ്ടാക്കി വെക്കുക എന്നൊരു ന്യായീകരണമുണ്ടല്ലോ, അത് വേദഗ്രന്ഥം പ്രൊമോട്ട് ചെയ്തതാണോ എന്നാണ് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചത്. അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞു, നമ്മൾ മാത്രം ഇരിക്കുന്ന ഒരു സദസ്സായതുകൊണ്ട് പറയാം, വേദങ്ങളിൽ ഒരിടത്തും ബിംബമുണ്ടാക്കി വെക്കുക എന്നൊരു തത്വമില്ല. എന്നിട്ട് അദ്ദേഹം പറഞ്ഞെന്നറിയോ,
ചെറിയ കുട്ടികൾ കളിപ്പാട്ടൊക്കെ കളിക്കുമല്ലോ, കുറെ കാലം കഴിയുമ്പോൾ അവരത് ഒഴിവാക്കും. അതുപോലെ ശരിക്കും പഠിക്കാത്ത ആളുകൾ, ദൈവത്തെക്കുറിച്ച് പഠിക്കാത്ത ആളുകൾക്ക് ഒരു ഏകാഗ്രത കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് വെക്കുന്നത്. അറിവ് വന്നു കിട്ടിയാൽ ആ ബിംബത്തെ അവർ ഒഴിവാക്കിക്കൊള്ളും. സത്യത്തിൽ ഒരു ഹൈന്ദവനും ബിംബാരാധന ഒഴിവാക്കിയിട്ടല്ല മരിക്കുന്നത്, ആ ബിംബാരാധനയുമായിട്ടാണ് മരിക്കുന്നത്. വേദഗ്രന്ഥം വളരെ കൃത്യമായി പറയുന്നു, ബിംബത്തെ വെച്ച്, സ്തൂപങ്ങളെ വെച്ച്, സ്ഥൂലങ്ങളെ വെച്ച് ആരാധിക്കുക എന്നത് വൻ പാപമായിട്ടാണ് വേദഗ്രന്ഥം പഠിപ്പിക്കുന്നത്. നമുക്കൊരാളോട് സ്നേഹം, സൈഡ് സ്റ്റാൻഡ് തട്ടാതെ പോയ ഒരാളോട് സൈഡ് സ്റ്റാൻഡ് തട്ടിയിട്ടില്ല, അവന്റെ മതം നോക്കാറില്ല, ജാതി നോക്കാറില്ല. ഒരൊറ്റ ശ്ലോകം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇവിടെ ഉപനിഷത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ഈശാവാസുപനിഷത്തിന്റെ 12ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്, അന്തം തമഹാപ്രവിശ്യം തീയെ സംപൂത്യമുപാസതേ തദോഭൂയ ഇബദേ ഇഹു സംപൂദ്യം രദഹ. ഈശാവാസുപനിഷത്ത് പറയുന്നത് എന്താ പറയൂ, സൃഷ്ടാവിനെ അല്ലാതെ അവന്റെ സൃഷ്ടികളെ ആരെ നീ ആരാധിച്ചാലും ഘോരാന്ധകാരമായ നരകത്തിലാണ് നിന്റെ താവളം. ഘോരാന്ധകാരമായ നരകം. സൃഷ്ടിപൂജ, പിതൃമാനവാദികളെ ആരാധിച്ചാൽ ഘോരാന്ധകാരമായ നരകത്തിലാണ് ഉണ്ടാവുക. പിന്നെ ആരെ ആരാധിക്കേണ്ടത്? അതും പറയുന്നുണ്ട്. അത് ഋഗ്വേദത്തിന്റെ 10ാം മണ്ഡലം 121ാമത്തെ സൂക്തത്തിൽ പറയുന്നത്, ലോകത്തെ പഠിപ്പിച്ച ഹിരണ്യഗർഭഃ സമവർത്തദാഗ്രേ ഭൂതസ്യജാത പതിരേക ആസിത് സദാധാര പൃഥ്വിയും ദ്യാമുദേവായ കശ്മൈ ദേവായ ഹവിഷാവിദേമാംന. 7 ആകാശങ്ങളെയും 7 ഭൂമിയെയും ഏതൊക്കെ നിങ്ങൾ ആരാധിക്കുന്ന, നിങ്ങൾ സൃഷ്ടികളിൽ ആരാധിക്കുന്ന, അവരൊക്കെ ആശ്രയിക്കുന്ന പരമാരാധ്യൻ, ആ പരമാരാധ്യനെയാണ് ആരാധിക്കേണ്ടത്. അവന്റെ രൂപം നിങ്ങൾ കണ്ടിട്ടില്ല, അവന്റെ അവയവങ്ങൾ നിങ്ങൾ കണ്ടിട്ടില്ല, നിങ്ങൾക്ക് കണ്ണിന് കാഴ്ച നൽകിയവനാണ് അവൻ എന്ന് തീർത്തു പറയുന്നു. ബൈബിളും പറയുന്നു ആ ദൈവത്തെ ഒരു നാളും ഒരാളും കണ്ടിട്ടില്ല. ഖുർആനും പറയുന്നു ആ ദൈവത്തെ ഒരു നാളും ഒരാളും കണ്ടിട്ടില്ല. ദൈവത്തിന്റെ രൂപം ഇന്നതാണെന്ന് നമ്മളോട് പറഞ്ഞു. കയ്യും കാലും ഒക്കെ നമ്മൾ ഉണ്ടാക്കി വെച്ചത് ദൈവ വേദഗ്രന്ഥത്തിൽ വിവരിച്ചിട്ടാണോ? എന്റെ രൂപം ഇതാണ് എന്ന് കാണിച്ചിട്ടാണോ? അല്ല, ഒരിക്കലുമല്ല. അതുകൊണ്ടത് ഡെപ്ത്, ആഴമേറി പഠിക്കേണ്ട ഒരു സബ്ജക്റ്റാണ്. സമയത്തിന്റെ പരിധി കൊണ്ട് ഞാൻ ചുരുക്കുകയാണ്. അറിയാൻ ആഗ്രഹിക്കുന്നവർക്കൊരു വിവരണമായി എന്നും ഞാൻ വിചാരിക്കുന്നു. അള്ളാഹു നമുക്ക് സത്യത്തിലേക്ക് വഴി നടത്തിയ സത്യത്തിൽ ഉറച്ചു നിന്നും ഇരിക്കാൻ തൗഫീക്ക് ചെയ്യുമാറാകട്ടെ. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്റേതായ ഒരു ചോദ്യമാണ്. കാരണം അഥവാ അള്ളാഹുവിന് കൈയുണ്ട്, കാലുണ്ട്, അള്ളാഹുവിന് കൈയുണ്ട്, ഇറങ്ങും, കൈ ആകാശം കയ്യിലാണ്, ചുരുട്ടി എറിയപ്പെടും എന്നൊക്കെ ലേഖനങ്ങളിലും യൂട്യൂബിലും അനവധി നമുക്ക് കാണാം, പ്രസംഗങ്ങളിലും ഒക്കെ ഉണ്ട്. അത് എങ്ങനത്തെ കൈയാണ്, എങ്ങനത്തെ കാലാണ്, അല്ലെ എങ്ങനത്തെ ഇറക്കമാണ്, എങ്ങനത്തെ ചുരുട്ടി എറിയലാണ്? അതൊന്ന് വിശദീകരിച്ചാൽ നന്നാവും. ശരി. ലേഖനങ്ങളിലും യൂട്യൂബിലും മാത്രമല്ല, വിശുദ്ധ ഖുർആനിലും തിരുസുന്നത്തിലും അള്ളാഹുവിനെ കുറിച്ച് പരിചയപ്പെടുത്തലെന്തോ അത് മാത്രമേ മുജാഹിദ് പ്രസ്ഥാനം ആ വിഷയത്തിൽ പഠിപ്പിച്ചിട്ടുണ്ടാവുകയുള്ളൂ. അതിനപ്പുറത്ത് മറ്റാരെയും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ഞങ്ങൾക്ക് ഉത്തരവാദിത്തമൊന്നുമില്ല. അത് എങ്ങനെയാണ് എന്ന ചോദ്യം തന്നെ അഹ്ലുസുന്നക്ക് അപ്പുറത്താണ്. ഇമാം മാലിക് റഹിമഹുല്ല നമ്മളെല്ലാവരും അംഗീകരിക്കുന്ന മഹാനായ പണ്ഡിതനാണ്. മദീനയിൽ പ്രവാചക പള്ളിയിൽ മതം പഠിപ്പിച്ചിരുന്ന മദീനയുടെ ഇമാമുദാരിൽ ഹിജറ എന്ന സ്ഥാനത്തിൽ അറിയപ്പെട്ടവരാണ് ഇമാം മാലിക്. അദ്ദേഹത്തോട് ആൾ ചോദിച്ചു, അർ റഹ്മാൻ അലൽ അർശിസ്തവ എന്ന് വിശുദ്ധ ഖുർആന പ്രയോഗം 7 or 8 സ്ഥലത്ത് വ്യത്യസ്ത ശൈലികളിൽ പഠിപ്പിച്ചിട്ടുണ്ട്. പരമകാരുണികനായ റബ്ബ് സിംഹാസനസ്ഥനായിരിക്കുന്നു എന്നാണ് അർത്ഥം. ഈ ആയത്ത് വെച്ചിട്ട് ഒരാൾ ചോദിച്ചു, കൈഫൽ ഇസ്തിവ, എങ്ങനെയാണ് ഈ ഇസ്തിവ? അള്ളാഹു ഉപവിഷ്ടനാവുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ഇതേ ചോദ്യം. അപ്പൊ അന്ന് ഇമാം മാലിക് കൊടുത്ത മറുപടി, ആ മറുപടിയാണ് നമുക്ക് കൊടുക്കാനുള്ളത്. അദ്ദേഹം പറഞ്ഞ മറുപടി അൽ ഇസ്തിവാഉ മഅലൂം. ഇസ്തിവാ എന്ന് പറഞ്ഞാൽ അറിയപ്പെട്ട കാര്യമാണ്. വൽ കൈഫു മജ്ഹൂൽ, എങ്ങനെ എന്നുള്ളത് അറിയില്ല. അള്ളാഹു എങ്ങനെ എന്നറിയാത്തവർക്ക് പിന്നെ അള്ളാഹുവിന്റെ ഇറക്കം എങ്ങനെ എന്നറിയാൻ കഴിയില്ലല്ലോ. അള്ളാഹു എങ്ങനെയാണ് നമുക്കറിയില്ല. അവിടെ അള്ളാഹുവിന്റെ ഇറക്കം എങ്ങനെ, അള്ളാഹുവിന്റെ വരവെങ്ങനെ, അള്ളാഹുവിന്റെ കോപമെങ്ങനെ, അവന്റെ സന്തോഷം എങ്ങനെ, അവന്റെ കാഴ്ച എങ്ങനെയാ, അവന്റെ കേൾവെങ്ങനെ ഒന്നും നമുക്കറിയില്ല. അതൊക്കെ നമ്മൾ അംഗീകരിക്കുന്നുവല്ലോ. ചില ആളുകൾക്ക് ഈ കയ്യ്, അതേപോലെ മുഖം തുടങ്ങിയ പ്രയോഗങ്ങളിൽ മാത്രം പ്രയാസം ഉണ്ടാവുക. നമ്മൾ അത് മാറ്റി വെച്ചിട്ട് ബാക്കി എടുത്ത് നോക്കുക. അള്ളാഹു കാണും, അതിപ്പോ എങ്ങനെ അള്ളാഹു കാണുക എന്ന് എന്തേ നമ്മൾ ആലോചിക്കാത്തത്? അള്ളാഹു കേൾക്കും, എങ്ങനെ അള്ളാഹു കേൾക്കുക, അപ്പൊ നമ്മളെപ്പോലെ ആവൂലേ എന്ന് എന്തേ ചിന്തിക്കാത്തത്? അള്ളാഹു കോപിക്കും, വൈരിൽ മഗ്ലൂബി അലൈഹിം നമ്മളൊക്കെ ഓതുന്ന ആയത്തിന്റെ ഭാഗമാണല്ലോ. എങ്ങനെ അള്ളാഹു കോപിക്കല്, അല്ല ദേഷ്യം പിടിക്കുക, അതുണ്ടാവില്ലല്ലോ. അള്ളാഹു സന്തോഷിക്കും,
അള്ളാഹു പരിഹസിക്കും. സൂറത്ത് ബഖറയിൽ പറഞ്ഞു അല്ലാഹു യസ്തഹ്സിഉ ബിഹിം, അള്ളാഹു പരിഹസിക്കും എന്ന രൂപത്തിൽ അള്ളാഹു തആല അവനെ പറ്റി പരിചയപ്പെടുത്തിയാണ് യൻസിലു റബ്ബുനാ തബാറക വ തആല. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിൽ നിന്നുള്ള വഹ്യ് പ്രകാരം പഠിപ്പിച്ചു നമ്മുടെ റബ്ബ് ഇറങ്ങും. വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു വജാഅ റബ്ബുക വൽ മലകു സഫൻ സഫ, റബ്ബ് വരും, ഖുർആൻ പഠിപ്പിച്ചതാണ്. അതേപോലെ അള്ളാഹുവിനെ കുറിച്ച് അള്ളാഹും റസൂലും എന്തൊക്കെ പഠിപ്പിച്ചുവോ അത് അതേപടി അംഗീകരിക്കുക എന്നതാണ് അഹ്ലുസുന്നയുടെ നിലപാട്. ഈ ആയത്തുകൾ വിശദീകരിക്കുമ്പോൾ തഫ്സീർ ഇബ്നു കസീറിൽ ഇമാം ഇബ്നു കസീർ റഹിമഹുല്ലാ ഒന്നിലധികം സ്ഥലത്ത് ആവർത്തിച്ചു കൊടുത്ത ഒരു മറുപടിയുണ്ട്. അതുകൂടെ ഞാൻ പറയാം. അദ്ദേഹം പറഞ്ഞു വലിന്നാസി ഫീ ഹാദൽ മഖാമി മഖാലാത്തുൻ കസീറത്തുൻ ജിദ്ദാ ലൈസ ഹാദാ മൗദിഉ ബസ്തിഹ. ഈ വിഷയത്തിൽ ധാരാളം വീക്ഷണങ്ങൾ സമൂഹത്തിലുണ്ട്. എന്നാൽ നമ്മുടെ നിലപാട് വഇന്നമാ നസ്ലുകു ഫീഹാ മസ്ലക സലഫി സ്വാലിഹ് മാലിക് വൽ ഔസാഇ വൽ ലൈസ് വ ഇസ്ഹാഖ് ബിൻ റാഹവൈഹി വഗൈരിഹിം മിൻ അയിമ്മത്തിൽ മുസ്ലിമീന ഖദീമൻ വഹദീസ. ഇമാം മാലിക്, ഇമാം അഹ്മദ്, ഇമാം ഷാഫിഈ, ഇമാം ലൈസ്, ഇമാം ഇസ്ഹാഖ് ബിൻ റാഹവൈഹി അല്ലാത്തവരുമായ ഇമാമുമാർ ഖദീമൻ വഹദീസ, മുമ്പും ഇപ്പോഴും. ഇപ്പോൾ ഇപ്പോഴല്ല, ഇബ്നു കസീറ പറഞ്ഞത് മുമ്പും ഇപ്പോഴും എന്നുള്ളത്. അവരൊക്കെ പറഞ്ഞ നിലപാടെന്തോ അതാണ് നമ്മുടെ നിലപാട്. അതെന്താ? വഹുവ ഇംറാറുഹാ കമാ ജാഅത് മിൻ ഗൈരി തക്യീഫിൻ വലാ തസ്ബീഹിൻ വലാ തഅതീലിൻ വലാ തംസീൽ. ഇംറാറുഹാ കമാ ജാഅത്, എങ്ങനെയാണോ പ്രമാണങ്ങളിൽ വന്നത് അത് അങ്ങനെ അംഗീകരിക്കണം. മിൻ ഗൈരി തക്യീഫിൻ, അതിന് രൂപം പറയാൻ എങ്ങനെയെന്ന് പറയാൻ പാടില്ല, ഉപമിക്കാൻ പാടില്ല, ഉദാഹരണം പറയാൻ പാടില്ല, നിഷേധിക്കാനും പാടില്ല. എന്നിട്ട് അദ്ദേഹം പറഞ്ഞ മറുപടിയുണ്ട് വല്ലാഹിൽ മുതബാദിർ ഇലാ അദ്ഹാനിൽ മുശബ്ബിഹീന മൻഫിയുൻ അനില്ലാഹി തആല. അല്ലാഹു ഇറങ്ങും, അല്ലാഹു കാണും, അല്ലാഹു കേൾക്കും, അല്ലാഹു സിംഹാസനസ്ഥനാകും എന്നൊക്കെ പറയുമ്പോൾ സൃഷ്ടികളോട് റബ്ബിനെ ഉപമിക്കുന്ന ആളുകളുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന രൂപം അത് അല്ലാഹ്ക്കില്ല. അല്ലാഹ് ഇറങ്ങും എന്ന് പറയുമ്പോൾ നമ്മളെ മനസ്സിൽ ഇറങ്ങലുണ്ടല്ലോ, അത് അല്ലാഹ്ക്കില്ല. അല്ലാഹു കാണും, നമ്മുടെ മനസ്സിലുള്ള കാഴ്ചയുണ്ടല്ലോ, അത് റബ്ബിനില്ല. അതാണ് മുശബ്ബിഹുകളുടെ, തുല്യപ്പെടുത്തുന്ന ആളുകളുടെ മനസ്സിൽ ഓടിയെത്തുന്ന ആ രൂപം റബ്ബിനില്ല, അതൊന്നും അല്ലാഹ്ക്കില്ലാത്തതാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹുവിനെ കുറിച്ച് പറയാനും പാടില്ല. മാത്രവുമല്ല വലൈസ ഫീമാ വസഫ അല്ലാഹു ബിഹി നഫ്സഹു വലാ റസൂലുഹു തസ്ബീഹും വലാ തംസീൽ. അല്ലാഹുവോ അവന്റെ റസൂലോ അല്ലാഹുവിനെ കുറിച്ച് പറഞ്ഞു തന്ന ഒന്നിലും സൃഷ്ടികളോട് തുല്യപ്പെടുത്തലില്ല, ഉപമിക്കലുമില്ല. അതുകൊണ്ട് ആ തസ്ബീഹ് പാടില്ല. ബദിൽ അംറു കമാ ഖാലൽ അഇമ്മ മിൻഹും നുഐം ഇബ്നു ഹമ്മാദ് അൽ ഖുസാഇ ശൈഖുൽ ബുഖാരി. ഇമാം ബുഖാരിയുടെ ഉസ്താദായ നുഐം ഇബ്നു ഹമ്മാദ് അൽ ഖുസാഇ പറഞ്ഞതാണ് കാര്യം. അതെന്താ? മൻ ശബ്ബഹ അല്ലാഹ ബിഖൽഖിഹി ഫഖദ് കഫർ. അല്ലാഹുവിനെ സൃഷ്ടികളോട് ആരെങ്കിലും ഉപമിച്ചാൽ അവൻ അവിശ്വാസിയായി കഴിഞ്ഞു. വമൻ ജഹദ മാ വസഫ അല്ലാഹു ബിഹി നഫ്സഹു വറസൂലുഹു ഫഖദ് കഫർ. അല്ലാഹു റസൂലോ അല്ലാഹുവിനെ കുറിച്ച് പറഞ്ഞത് നിഷേധിച്ചാൽ അവനും അവിശ്വാസിയായി കഴിഞ്ഞു. വലൈസ ഫീമാ വസഫ അല്ലാഹു ബിഹി നഫ്സഹു വലാ റസൂലുഹു തശ്ബീഹും വലാ തംസീൽ. അല്ലാഹും റസൂലും അല്ലാഹുവിനെ കുറിച്ച് പറഞ്ഞതിൽ തശ്ബീഹില്ല, തംസീലില്ല. അതുകൊണ്ട് ആ നിലക്ക് ആര് അംഗീകരിച്ചുവോ എങ്കിൽ ഫഖദ് സലക സബീലൽ ഹുദാ, നേരായ വഴിയിൽ അവൻ പ്രവേശിച്ചു കഴിഞ്ഞുവെന്ന് ഇബ്നു കസീർ റഹിമഹുല്ലാ രേഖപ്പെടുത്തി വെക്കുന്നു. അതുകൊണ്ട് അല്ലാഹു ഇറങ്ങും, ഖുർആനും ഹദീസും പഠിപ്പിച്ച കാര്യമാണ്. എങ്ങനെ? അല്ലാഹു അഅലം. അല്ലാഹു കാണും, ഖുർആനും ഹദീസും പഠിപ്പിച്ച കാര്യമാണ്. എങ്ങനെ? അല്ലാഹു അഅലം. അല്ലാഹു സന്തോഷിക്കും, ഖുർആനും ഹദീസും പഠിപ്പിച്ച കാര്യമാണ്. എങ്ങനെ? അല്ലാഹു അഅലം. അല്ലാഹു ദേഷ്യപ്പെടും, അവൻ കോപിക്കും, അവൻ സംസാരിക്കും, അവൻ കേൾക്കും. എങ്ങനെ? അല്ലാഹു അഅലം. എങ്ങനെ ചോദ്യം പോലും പാടില്ല. ഇമാം മാലിക് റഹിമഹുല്ലാ അവസാനം പറഞ്ഞു അഖ്രിജു ഹാദർ റജുൽ ഇൻ അറാഹു ഇല്ലാ റജുല സൂഇൻ. ഈ ചോദ്യം ചോദിച്ച ആള് ഒരു മോശപ്പെട്ട ആളാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് അയാളെ പുറത്താക്കണമെന്ന് ഇമാം മാലിക് അന്ന് പറഞ്ഞു. നിങ്ങളെ പറ്റല്ല കേട്ടോ, അങ്ങനെ വിചാരിക്കരുത്. ഇമാം മാലിക് റഹിമഹുല്ലാ അന്ന് പറഞ്ഞു. അള്ളാന്റെ റസൂൽ സ്വഹാബിമാർക്ക് ഈ ആയത്തൊക്കെ ഓതി പഠിപ്പിച്ചു, ഈ ഹദീസൊക്കെ പറഞ്ഞു കൊടുത്തു. ഒരൊറ്റ സ്വഹാബി ചോദിച്ചില്ല എങ്ങനെ റസൂലെ അള്ളാഹു ഇറങ്ങുക, എങ്ങനെ അള്ളാഹുവിന്റെ വരവ്, ഒരു സ്വഹാബി ചോദിച്ചില്ല. സ്വഹാബിമാർ താബികൾക്ക് പഠിപ്പിച്ചു കൊടുത്തു, ഒരു താബിയും ചോദിച്ചിട്ടില്ല. അപ്പൊ അന്നൊന്നും ഇല്ലാത്തൊരു പുതിയ ചോദ്യം അവിടെ വരുന്നു. അതൊരു ബിദ്അത്തിന്റെ, ഒരു പുതിയ നയത്തിന്റെ തുടക്കമായി ഇമാം മാലിക് റഹിമഹുല്ലാ മനസ്സിലാക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. ഇയാൾ ഉദ്ദേശം ശരിയല്ല, ഇയാൾ ദുരുദ്ദേശമുള്ള ആളാണ് ഞാൻ മനസ്സിലാക്കുന്നു എന്ന് ഇമാം മാലിക് പറഞ്ഞെങ്കിൽ അഹ്ലുസുന്നയുടെ നിലപാട് എല്ലാ കാലത്തും അതാണ്.
അള്ളാന്റെ വിശേഷണങ്ങൾ എങ്ങനെ എന്ന ചോദ്യത്തിന് സൃഷ്ടികൾക്കാർക്കും ഉത്തരം പറയാൻ കഴിയില്ല. അള്ളാഹു അതിൽ വല്ലതും പഠിപ്പിച്ചെന്നിട്ടുണ്ടെങ്കിൽ അത് പറയാമെന്നല്ലാതെ അള്ളാഹിനെ കുറിച്ച് പറയാൻ അള്ളാഹ്ക്ക് മാത്രമേ അവകാശമുള്ളൂ, അവന്റെ റസൂലിന് മാത്രമേ അവകാശമുള്ളൂ. അതിനപ്പുറം ഒന്നുമില്ല. ഇനി അതിനപ്പുറത്ത് മറ്റൊരു വിഷയം നമ്മൾ പറഞ്ഞു വെക്കുക. ഇപ്പൊ ഈ അള്ളാഹിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ പലർക്കും എങ്ങനെ പല ശരിയാവോ, അതിന് കുറെ അവിശ്വസനീയതകൾ. സമാനമായി മാലിം മുഴുവൻ റാത്തീബിലും കുത്തുബിലും ശൈഖന്മാരെ പറ്റി പറഞ്ഞാലോ അവിടെ ഒരു പ്രശ്നമില്ല. ഉദാഹരണമായിട്ട് ഭൂമി ഒരുണ്ട പോൽ എൻ കയ്യിലെന്നോവർ, ഭൂമി അതൊക്കെയും ഒരു ചൂമാടെന്നോവർ. ഭൂമി ഒരു ഉണ്ട പോലെ എന്റെ കയ്യിലാണ്. നമ്മൾ ആരെങ്കിലും ഇക്കാര്യം ഉസ്താദ് ചോദിച്ചു, ഉസ്താദെ അതിപ്പോ എങ്ങനെ നടക്കുക? മുദ്ദേശിക്ക് ഭൂമിയിലല്ലേ ജീവിച്ചത്, എന്നിട്ട് പിന്നെ മാലയെ പറയാ ഭൂമി ഒരു ഉണ്ട പോലെ എന്റെ കയ്യിലാണ്, അതെങ്ങനെ വിശ്വസിക്കുക എന്നാരും ചോദിച്ചില്ല. ഭൂമി അതൊക്കെയും ഒരു ചുമടെന്നോവർ, ഭൂമി മൊത്തം ഒരു സ്റ്റെപ്പ് വെക്കാനേ ഉള്ളൂ ഷെയ്ഖിന്. ഒരു സ്റ്റെപ്പ് വെച്ചാൽ ഭൂമി കഴിയും. നമ്മൾ പണ്ട് ഈ ഓണത്തിനൊക്കെ കേട്ടിരുന്നു, മറ്റേ വാമനം വന്നിട്ട് അളന്നെടുത്തുകൊണ്ടോ, ഇതൊക്കെ നമ്മളെ ഐതിഹ്യം എന്നാ പറഞ്ഞത്. ഇവിടെ പറഞ്ഞ എന്താ, ഭൂമി അതൊക്കെയും ഒരു ചുമടെന്നോവർ, ഒറ്റ സ്റ്റെപ്പ് വെക്കാൻ ഭൂമി തികയുള്ളൂ എന്നാണ് പഠിപ്പിക്കുന്നത്. അവിടെ ആർക്കും ഈ അവിശ്വസനീയത തോന്നുന്നില്ല. മാത്രമല്ല ഭൂമി 40 കൊല്ലം ചുറ്റി നടന്നു എന്ന് അപ്പുറത്തും പറയുന്നുണ്ട്. 40 കൊല്ലം ചുറ്റി നടന്നു. ഇരിയെന്ന ഏകൽ കേട്ടാരേ ഇരുന്നോവർ. ഇനി അവിടെ ഇരുന്നോ എന്ന് എനിക്ക് ഓർഡർ കിട്ടിയപ്പോൾ ഞാൻ ഇരുന്നു. അതുവരെ ചുറ്റി നടന്നു ഭൂമിയിൽ. എങ്ങനെ ചുറ്റി നടക്കുക? ആകെ ഒരു സ്റ്റെപ്പ് വെക്കാനേ ഉള്ളൂ. അതാണ് ഈ കയ്യെ പിടിച്ച് ഉണ്ട പോലെ നിൽക്കുന്നതാനും. അപ്പൊ ഷെയ്ഖ് എവിടെ നിൽക്കുന്നത്? ആ ചോദ്യമൊന്നും പ്രസക്തല്ല. ഭൂമി കയ്യെ പിടിച്ച് നിൽക്കുക, ആ ഭൂമിയിൽ ഒരു സ്റ്റെപ്പ് വെക്കാനേ ഉള്ളൂ. അത് 40 കൊല്ലം ചുറ്റിക്കറങ്ങി എടുക്കുക. ഇനി ഇരുന്നോന്നപ്പോ ഇരിക്കുക. മാത്രമല്ല ഒരു കാമൽ നിന്നിട്ട് ഒരു ഖത്തം തീർത്തോവർ, ഒരു ചൊൽ മുതലായി 3 ആണ്ട് കാത്തോവർ. ഒരു കാലിൽ നിന്ന് ഒരു ഖത്തം ഓതി തീർത്തു. മണി മറ്റുമായി ജമ്മ് ചെയ്യാം. കാരണം ഒരു കാലം വെക്കാൻ സ്ഥലമുള്ളൂ, രണ്ടാമത്തെ കാലം വെക്കാൻ സ്ഥലമില്ലല്ലോ. രണ്ടാമത്തെ കാലം വെക്കാൻ സ്ഥലമില്ല, അതുകൊണ്ടായിരിക്കുമെന്ന് വേണമെങ്കിൽ പറയാം. ഒരു ചൊൽ മുതലായി 3 ആണ്ട് കാത്തോവർ. ഒരു വാക്ക് മുഖവിലക്കെടുത്തിട്ട് 3 കൊല്ലം വെയിറ്റ് ചെയ്തു. അതെങ്ങനെയാ? ഷെയ്ഖ് നടന്നു പോകുമ്പോ വേറെ ഷെയ്ഖിനെ വഴിയിൽ കണ്ടു, വർത്താനൊക്കെ പറഞ്ഞു. അപ്പൊ മറ്റേ ഷെയ്ഖ് മൊയ്തീൻ ഷെയ്ഖിന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. അങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ വിശേഷമൊക്കെ ചോദിച്ച ശേഷം ആ ഷെയ്ഖ് പറഞ്ഞു, അവിടെ നിൽക്കിയിട്ട് ഞാൻ പണ്ട് വരാറ്. അപ്പൊ അവിടെ നിന്നു. ഇയാള് പോയി, അയാൾ വന്നില്ല. കുറെ മണിക്കൂറുകൾ കാത്തുന്ന അവസാനം ദിവസം മാറി, ആഴ്ച മാറി, മാസങ്ങൾ മാറി, ആള് വരുന്നില്ല. ഇദ്ദേഹം അവിടെ കാത്തിക്കന്നെയാണ്. അടുത്ത കൊല്ലം ആ ഡേറ്റ് ആയപ്പോ ഉണ്ട് മറ്റാൾ ഇങ്ങനെ വരുന്നു. ഓ, നിങ്ങളിവിടെ നിൽക്കുന്നില്ല, സോറി, ഞാൻ മറന്നുപോയി. വർത്താനൊക്കെ പറഞ്ഞ് അങ്ങനെ ക്ഷമാപണമൊക്കെ പറഞ്ഞ് അതിനിടയ്ക്ക് പണിപ്പെടുക്കിട്ട് ഞാൻ പണ്ട് വരാതെ ഇയാൾ പിന്നെയും പോയി. പിന്നെ ഇയാൾ വരുന്ന 1 കൊല്ലം കഴിഞ്ഞിട്ട് അടുത്ത കൊല്ലം അതേ ഡേറ്റിൽ അതേ സമയത്ത് ഇയാൾ വരുന്നു. അപ്പോഴും മൊയ്തീൻ ഷെയ്ഖ് അവിടെ പോയിട്ടില്ല. അന്നും ക്ഷമാപണം നടത്തി വർത്താനൊക്കെ പറഞ്ഞ് ഇയാൾ പിന്നെ പറഞ്ഞു ഇവിടേക്ക് ഞാൻ ഇപ്പൊ വരാറ്. ഇയാൾ പിന്നെയും പോയി. ഞാൻ അപ്പോഴെങ്കിലും കോളറിൽ പിടിക്കണം, ഇനി അവിടേക്ക് കുറെ കാലം ഇപ്പൊ എന്നെ പറ്റിക്കണ് എന്ന് പറയണ്ടേ. അടുത്ത കൊല്ലം അതേ ഡേറ്റിൽ ഇയാൾ പിന്നെ വന്നു. അപ്പോഴും ഷെയ്ഖ് അവിടേക്കനെ. ഇപ്പൊ മനസ്സിലായി ആള് ഉഷാറാട്ടോ. അതാണ് ഒരു ചൊൽ മുതലായി 3 ആണ്ട് കാത്തോവർ. ഒരു വാക്ക് മുഖവിലക്കെടുത്ത് 3 കൊല്ലം വെയിറ്റ് ചെയ്ത ആളാ മൊയ്തീൻ ഷെയ്ഖ്. അപ്പൊ അവിടെ നിന്ന് നമുക്ക് ഒരു അവിശ്വസനീയതയുമില്ല. അള്ളാഹിനെ കുറിച്ച് അള്ളാഹ് പറയാം, അള്ളാഹിന്റെ റസൂല് പറയാം. അള്ളാഹുവിന്റെ ഐന്, അവന്റെ വജ്ഹ്, അവന്റെ യദ്, അവന്റെ ഖലബ്, അവന്റെ പിന്നെ റുയത്ത്, അവന്റെ സമഅ്, അവന്റെ ബസർ, അവന്റെ നുസൂല്, അവന്റെ ഇസ്തിവാ, ഇതൊക്കെ അള്ളാഹുവിനെ കുറിച്ച് ഖുർആനിൽ പഠിപ്പിക്കാം. അവന്റെ റസൂല് വഹയ് പ്രകാരം ഹദീസിലും പഠിപ്പിക്കാം. യൻസിൽ റബ്ബുനാ തബാറക വ തആല ഹീന യബ്ഖാ സുലുസുൽ ലൈലിൽ ആഖിർ. രാത്രി 1/3 ബാക്കിയാകുമ്പോൾ റബ്ബ് ഇറങ്ങും. റസൂല് പഠിപ്പിക്കാം. അവിടെ നമുക്ക് വിശ്വസിക്കാൻ പ്രയാസം. എന്നാൽ മാലപ്പാട്ട് സമാനമായി പറഞ്ഞപ്പോഴോ അവിടെ വിശ്വസിക്കാൻ ഒരു പ്രയാസവും ഇല്ല. ഇനി അങ്ങനെ പറഞ്ഞാൽ മാലപ്പാട്ട് എന്തെല്ലാം ഓരോ മാലെടുത്താലും ധാരാളമായി കാണാൻ പറ്റും. മറുകാര ഇല്ല കടൽ ഞാനെന്നോ അവർ, മനുഷ്യൻ അറിയാത്ത വസ്തു ഞാനെന്നോ അവർ. മറുകര ഇല്ലാത്ത കടലാണ് ഞാൻ, അപ്പുറത്ത് കര കാണാത്ത കടലാണ് ഞാൻ, മനുഷ്യൻ അറിയാത്ത വസ്തു ഞാനെന്നോ അവർ. ഒരു മനുഷ്യന്മാർക്ക് അറിയാത്ത വസ്തുവാണ് ഞാൻ. ഇങ്ങനെ എത്ര 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 കഥകൾ. അപ്പൊ അവിടെ ഒന്നും നമ്മുടെ നാട്ടിലാർക്ക് അവിശ്വസനീയതയില്ല. അള്ളാഹുവിനെ കുറിച്ച് അള്ളാഹും റസൂലും എന്ത് പറഞ്ഞു അതാണ് അവിശ്വസനീയത. അപ്പൊ എവിടെ ഉണ്ടെങ്കിലും യൂട്യൂബിലോ ഗൂഗിളിലോ എവിടെ ഉണ്ടെങ്കിലും അത് മുജാഹിദീങ്ങളെ വക അതിലൊന്നുമില്ല. അള്ളാഹും അവന്റെ റസൂലും
അള്ളാഹുവിനെയും അള്ളാഹും അവന്റെ റസൂലും അള്ളാഹുവിനെ സംബന്ധിച്ച് എന്ത് പറഞ്ഞുവോ അത് അതേപടി പറയുന്നു എന്ന് മാത്രം. ഇനി അള്ളാഹ്ക്ക് ഉണ്ട് എന്ന് പറഞ്ഞ ഒന്ന് ഇല്ലെന്ന് പറയാൻ നമ്മൾ ആളുകളല്ല. അള്ളാഹുവിനെ സംബന്ധിച്ച് അള്ളാഹു തആല ഇല്ലെന്ന് പറഞ്ഞ ഒന്ന് ഉണ്ടെന്ന് പറയാനും നമ്മൾ ആളുകളല്ല. റബ്ബിനെ കുറിച്ച് റബ്ബും റസൂലും പഠിപ്പിച്ച ഒന്നിന് നമ്മുടെ വക വ്യാഖ്യാനം പറയാനും നമ്മൾ ആളുകളല്ല. നേരെ മറിച്ച് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ബലിൽ അംറു കമാ ഖാലൽ അഇമ്മ, ഇമാമുമാരെല്ലാം എന്തു പറഞ്ഞോ അതാണ് ആ വിഷയത്തെ നിലപാട്. അതാണ് ഇമാം ഷാഫിയുടെ നിലപാട്, അതാണ് ഇമാം മാലിക്കിന്റെ നിലപാട്, ഏതാണ് ഇമാം അബൂ ഹനീഫയുടെ നിലപാട്, അതാണ് ഇമാം അഹ്മദിന്റെ നിലപാട്. അതുകൊണ്ട് നമ്മളൊക്കെ നാട്ടിൽ നിങ്ങളൊക്കെ ഉസ്താദുമാര് പറയുമല്ലോ, നമുക്ക് കർമ്മരംഗത്ത് ഷാഫി, ഹനഫി, ഹംബലി, മാലിക്കി, വിശ്വാസ രംഗത്തോ അശ്അരി, മാതുരിദി. ഷാഫി ഇമാമിന്റെ നിസ്കാരം പോലെ നിസ്കരിക്കുക, വിശ്വാസം ഷാഫി ഇമാമിന്റെതല്ല, അത് അശ്അരി ഇമാമിലേക്ക് പോവുക, അല്ലെങ്കിൽ മാതുരിദിക്ക് പോവുക. അതെന്താ ഇമാം ഷാഫി വിശ്വാസ രംഗത്ത് നമ്മൾ മാറ്റിപ്പിടിച്ചത്? ഇമാം ഷാഫിയുടെ വിശ്വാസം നമ്മൾ സ്വീകരിക്കും എന്നെന്തേ പറയാത്തത്? അത് പറഞ്ഞവ മുജാഹിദാകും ആ രംഗത്ത്. അതുകൊണ്ടാണ് അവിടെ മാറിപ്പോകുന്നത് എന്ന് കൂടി സൂചിപ്പിക്കുന്നു. ബോധ്യപ്പെട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത കൊടുക്കല്ലേ? ഒന്നും കൂടി ആയിക്കോട്ടെ, ഒറ്റ കാര്യം കൂടി. ശരി, അത് കഴിഞ്ഞിട്ട് അടുത്ത കൊടുക്കാം. അത് ഒന്നായിട്ട് ഞാൻ ചോദിച്ചിട്ട് മാറും. ഒന്ന്, അവസാനം പ്രസംഗിച്ച പേരൊക്കെ അറിയില്ല, ഫിർഔൻ അവസാനം വിശ്വസിച്ചു, പക്ഷെ അള്ളാഹ് വിട്ടില്ല. കാരണം വിശ്വസിച്ച ആളെ ചതിച്ചു കൊന്നതിന്റെ അർത്ഥം വരുവാന്നറിയില്ല. കാരണം അവസാനം വിശ്വസിച്ചു എന്നാ പറഞ്ഞ്, വിശ്വാസം നടിച്ചു എന്നല്ല. പിന്നെ ഒന്ന്, മൂസാ നബിയിലും ഈസാ നബിയിലും വിശ്വസിച്ച ആളുകളായിരുന്നു മക്ക മുശ്രിക്കുകൾ. എന്നാൽ അവർ പ്രബോധനം ചെയ്ത ആ ആശയം വിശ്വസിച്ച ആളുകളായിരുന്നു മക്ക മുശ്രിക്കുകൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് രണ്ടും ഒരു വൈരുദ്ധ്യം പോലെ എനിക്ക് തോന്നുന്നു. വൈരുദ്ധ്യമില്ല. ഫിർഔൻ വിശ്വസിച്ചു എന്നത് ഖുർആനാണ് പഠിപ്പിച്ചത്. ആമൻതു ബിറബ്ബി മൂസ വഹാറൂൻ. ആമൻതു, ഞാൻ ഈമാൻ ഉൾക്കൊണ്ടു, ഞാൻ വിശ്വസിച്ചു, ബിറബ്ബി മൂസ വഹാറൂൻ, മൂസായുടെയും റബ്ബിന്റെയും മൂസായുടെയും ഹാറൂന്റെയും അലൈഹിമസ്സലാം റബ്ബിൽ ഞാൻ വിശ്വസിച്ചു. പക്ഷെ ആ വിശ്വാസം അംഗീകരിച്ചില്ല. അവൻ വിശ്വസിക്കാൻ തയ്യാറായി, പക്ഷേ അവൻ പ്രഖ്യാപിച്ച് ഞാൻ വിശ്വസിച്ചുവെന്ന് അത് അല്ലാഹു തആല അംഗീകരിച്ചില്ല. അല്ലാഹു ചോദിച്ചു, ആന വഖദ് അസൈത മിൻ ഖബ്ൽ, ഇപ്പോഴാണോ നീ വിശ്വാസം പ്രഖ്യാപിക്കുന്നത്? ഇതിനു മുമ്പ് ധിക്കാരം കാണിച്ചിട്ട് ഈ അവസാന നിമിഷം പിടിക്കപ്പെട്ടപ്പോഴാണോ കാര്യമില്ല? അതാണ് അവിടെ വൈരുദ്ധ്യമല്ല. ആ വിശ്വാസത്തെ അല്ലാഹു തആല അംഗീകരിച്ചില്ല. കാരണം പിടിക്കപ്പെട്ടപ്പോ ഇനി ഞാൻ ചെയ്യൂല എന്ന് പറഞ്ഞ അർത്ഥമില്ലല്ലോ. അതുവരെ തോന്നിയാസം ചെയ്ത് നടന്നിട്ട് അവസാനം പിടിച്ചുകൊണ്ടുപോകുമ്പോ ഒരു തെറ്റുപറ്റിപ്പോയി എന്ന് പറയാ, അവിടെ കേട്ടോ, ഇനി അവിടെ നിൽക്കുന്നവരില്ലേ നമ്മളാണെങ്കിലും. അപ്പൊ അവിടെ റബ്ബ് ആ വിശ്വാസത്തെ റബ്ബ് അംഗീകരിക്കുന്നില്ല. ഇനി ഫിറൗന്റെ വിഷയത്തിൽ മാത്രമല്ല, നമ്മൾ ഈ തൗഹീദൊക്കെ മനസ്സിലാക്കി നടന്ന് ഒന്നും അംഗീകരിച്ചില്ല. അവസാനം മലക്കുൽ മൗത്ത് റൂഹിനെ പിടിക്കുമ്പോ പഠിച്ചോ ഞാൻ തൗഹീദ് സ്വീകരിച്ചോളാം എന്ന് പറഞ്ഞാൽ ഇനി സ്വീകരിക്കേണ്ട അവിടെ നിന്നോന്ന് അറിയും. അത് നമ്മോടും പറയും, ഇനിയിപ്പൊ നീ സ്വീകരിക്കണ്ട, അല്ല ആവശ്യമില്ല, ഇനി ഇങ്ങോട്ട് വാ എന്നാണ് അവിടെയും പ്രതികരണം ഉണ്ടാവുക. അതേപോലെ മൂസാ നബി, ഈസാ നബി അടക്കമുള്ള പ്രവാചകന്മാരൊക്കെ മക്കത്തെ മുശ്രിക്കുകൾക്ക് വിശ്വാസമുണ്ട്, അവർക്കറിയാം. അതിനർത്ഥം അവർ പഠിപ്പിച്ച എല്ലാ ആദർശവും അതേപടി ഒരു സ്വീകരിച്ചു എന്നതല്ല. നേരെ മറിച്ച് ആ അംബിയായിനെ പരിചയമുണ്ട്. ആ അംബിയായിന്റെ പിന്മുറക്കാർ ഞങ്ങളാണ് എന്ന് അവർ പലപ്പോഴായി പല വിഭാഗങ്ങൾ വാദിച്ചിട്ടുമുണ്ട്. അതുകൊണ്ടാണ് ഈ മക്കത്തെ മുശ്രിക്കുകൾ ഇബ്രാഹിം നബിന്റെ വിഗ്രഹം കഅബയുണ്ടാക്കിച്ചത്. ഞങ്ങളാ ഇബ്രാഹിം നബിന്റെ ആളുകൾ എന്നാണ് അവരെ വാദം. ഞങ്ങളാണ് ഇബ്രാഹിം നബിയുടെ മില്ലത്തിൽ എന്ന് വാദിച്ചുകൊണ്ട് ഇബ്രാഹിം നബിയുടെ വിഗ്രഹം സ്ഥാപിക്കുന്നു. അപ്പൊ അവർക്ക് അതിൽ തെറ്റുപറ്റി. ആ പ്രവാചകന്മാരെ പരിചയമുണ്ട്. മുഹമ്മദ് നബി വരുന്നതിന് മുമ്പേ തന്നെ അത്തരം പ്രവാചകന്മാരെ അവർക്ക് പരിചയമുണ്ടായിരുന്നു. ഇബ്രാഹിം നബി അറിയാം, ഇസ്മായിൽ നബി അറിയാം, മൂസാ നബി അറിയാം. ആ നിലക്കുള്ള പ്രവാചകന്മാരെ അവർക്കൊക്കെ പരിചയമുണ്ട്. പ്രത്യേകിച്ച് അഹ്ലു കിതാബിന്, യഹൂദികൾ, നസോറാക്കൾ തുടങ്ങിയ അഹ്ലു കിതാബിന് ആ പ്രവാചകന്മാരെ പ്രത്യേകിച്ചും പരിചയമുണ്ട്. എന്നാൽ വിശദാംശങ്ങളിൽ അവർക്ക് തകരാറുണ്ട്. ആ പ്രവാചകന്മാർ പഠിപ്പിച്ച ആശയങ്ങൾ അവർ അംഗീകരിച്ചിട്ടില്ല. അതിൽ നിന്ന് വഴിമാറിപ്പോയി, അവർ ശിർക്കിലേക്ക് പോയി. അതുകൊണ്ടാണല്ലോ മുശ്രിക്കായി മാറിയത്. അതേ വഴി അവരുണ്ടെങ്കിൽ അവരെ പറ്റി മുശ്രിക്ക് എന്ന് പറയില്ലല്ലോ. അതുകൊണ്ട് അവർ ആ വഴിയിൽ നിന്ന് മാറി ആ പ്രവാചകന്മാരെ അവർ വിശ്വസിക്കുന്നു. പക്ഷെ പ്രവാചകന്മാർ പഠിപ്പിച്ച ആദർശ തലത്തിൽ അവർ വഴിമാറി പോകുന്നു. അങ്ങനെ ശിർക്കിലേക്ക് അവർ പോകുന്നു. റബ്ബിനെ കുറിച്ച് പോലും തെറ്റായ ഒരുപാട് വിശ്വാസങ്ങൾ വെച്ച് പുലർത്തുന്ന സാഹചര്യം അവർക്കുണ്ട്. ഇപ്പൊ അള്ളാഹിനെ അവർക്ക് വിശ്വാസമുണ്ട്. അതിനർത്ഥം അള്ളാഹിന്റെ എല്ലാ അർത്ഥത്തിലുമുള്ള എല്ലാ വിശേഷവും അംഗീകരിച്ചു എന്നാണോ? അല്ല. അപ്പൊ അള്ളാഹുവിന്റെ റസൂലിന്റെ വാപ്പാക്ക് പേരെന്താ? അബ്ദുല്ലാന്ന, അള്ളാഹിന്റെ അടിമാൻ. ഈ പേര് ആരിട്ടതാ? നബിയിട്ട പേരില്ലല്ലോ. ഏതായാലും നബി ജനിക്കുന്നതിന് മുമ്പേ പിതാവ് മരിച്ചുവെന്നാണല്ലോ ചരിത്രത്തിൽ കാണുന്നത്. ആ വാപ്പയുടെ പേര് അബ്ദുല്ല, അള്ളാഹുവിന്റെ അടിമ. അപ്പൊ ആ പേര് അള്ളാഹിന്റെ റസൂൽ നബിയായതിനു ശേഷം കൊടുത്ത പേരല്ല എന്ന് ഉറപ്പാ. അപ്പൊ അക്കാലത്ത് അള്ളാഹിന്റെ അടിമ എന്ന് പേരിടുന്ന സമ്പ്രദായം അവർക്ക് ഉണ്ടായിരുന്നു എന്നർത്ഥം. അള്ളാഹുവിന്റെ റസൂലിന് ആദ്യമായി വഹയ്യ് കിട്ടി ഹിറാ ഗുഹയിൽ നിന്ന് പേടിച്ച് വിറച്ചു പനി ബാധിച്ച് വീട്ടിൽ വന്ന് അഭയം തേടുമ്പോ ഖദീജ റളിയല്ലാഹുവിനെ പറഞ്ഞ വാക്കുണ്ട്. അന്ന് ഖദീജ ബീവി ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല, നബി ഇസ്ലാമിനെ പറ്റി പറഞ്ഞു കൊടുത്തിട്ടില്ല. ഒന്നാമത്തെ വഹയ്യ് കിട്ടി വരുന്ന വഴിയാ. അന്ന് ഖദീജ ബീവി പറഞ്ഞ വാക്ക് എന്താ അറിയോ? വല്ലാഹി ലൻ യുഖ്സിക അല്ലാഹു അബദ, അല്ലാഹുവാണ് സത്യം, അല്ലാഹ് നിങ്ങളെ കൈവിടിയൂല.
അള്ളാഹു നിങ്ങൾ കൈവിടില്ല. അപ്പൊ അള്ളാഹുവിനെ അവർക്ക് അന്ന് പരിചയമുണ്ട് നർത്ഥം. മക്കത്തെ മുശ്രിക്കുകളെ കവിതകൾ കാണാം. വബില്ലാത്ത വൽ ഉസ്സ വമൻ ദാന ദീനഹ വബില്ലാഹി ഇന്നല്ലാഹ മിൻഹുന്ന അക്ബറു. ലാത്തയാണ് സത്യം, ഉസ്സയാണ് സത്യം, അവയുടെ നയങ്ങളായി സ്വീകരിച്ചവരാണ് സത്യം. വബില്ലാഹി അള്ളാഹുവാണ് സത്യം. ഇന്നല്ലാഹ മിൻഹുന്ന അക്ബറു, അള്ളാഹു അവരെക്കാളെല്ലാം വലിയവനാകുന്നു. ഇനി മങ്കൂസ് കോളേജിലേക്ക് പോയി അവിടെ കാണാം അന്ന് അബ്ദുൽ മുത്തലിബ് പാടിയ പാട്ട് അൽഹംദുലില്ലാഹില്ലദീ അഅ്താനി ഹദൽ ഗുലാമ സയ്യിദൽ അർദാനി എന്ന് പറഞ്ഞുകൊണ്ട് അബ്ദുൽ മുത്തലിബ് പാടിയ പാട്ട്. നബി ജനിച്ചപ്പോ ആ കുട്ടിയെയും എടുത്ത് അബ്ദുൽ മുത്തലിബ് കഅബയിലേക്ക് വന്നതാ. എന്നാൽ അബ്ദുൽ മുത്തലിബ് പാട്ട് പാടി അൽഹംദുലില്ലാഹി അല്ലദീ അഅ്താനി ഹദൽ ഗുലാം, ഈ കുട്ടി എനിക്ക് തന്ന അള്ളാഹുവിനാകുന്നു സർവസ്തുതിയുമെന്ന് അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞ അബ്ദുൽ മുത്തലിബാണെന്ന മൗലിദ് കിതാബ് പഠിപ്പിക്കുന്നത്. അപ്പൊ അതൊക്കെ തന്നെ അതിൽ ധാരാളമാണ് എന്ന് കൂടി സൂചിപ്പിക്കുന്നു. ശരി, അടുത്ത ആള് ചോദിക്കട്ടെ. എൻ്റെ പേര് അബ്ദുൽ ലത്തീഫ്, ഇയമ്പാടാണ്. ഒരുപക്ഷെ എല്ലാവർക്കും അറിയും. ഓക്കെ. അപ്പോ ഞാൻ നേരത്തെ ബാലുശ്ശേരിയുടെ പ്രഭാഷണം ശ്രദ്ധിക്കുകയായിരുന്നു. ഇങ്ങനെ എപിക്കാരും ഇകെക്കാരും സമസ്തക്കാരും ഒക്കെ നല്ലോണം ഗൗരവമായിട്ട് ആലോചിക്കണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള വിഷയം. അപ്പൊ അതില് ഞാൻ നല്ല കൂടുതൽ ശ്രദ്ധ കൊടുത്തുകൊണ്ട് തന്നെ കേട്ടു. അപ്പൊ അതിൽ 3 കാര്യങ്ങൾ വളരെ അബദ്ധമായ നിലക്ക് മുജാഹിദ് ബാലുശ്ശേരി അതുമായിട്ട് മുമ്പോട്ട് പോവുകയാണെങ്കിൽ വിശ്വാസപരമായി വളരെ പിഴവിലാണെന്ന് ഞാൻ പഠിച്ചതനുസരിച്ച് എനിക്ക് ബോധ്യപ്പെടുന്ന രൂപത്തിലാണ് എനിക്ക് മനസ്സിലായത്. ആ 3 വിഷയം അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. ഞാൻ എന്റെ മുമ്പേ ചോദിച്ച ആ ഗഫൂറിന്റെ സുഹൃത്തിന്റെ ചോദ്യത്തിന്റെ കണ്ടിന്യൂഷനാണ്. അതായത് ഇവിടെ ഇരിക്കുന്ന ഈ ഓഡിയൻസ് മൊത്തം ഏറെക്കുറെ ബഹുഭൂരിഭാഗവും സമസ്തയുടെ അല്ലെങ്കിൽ ഈ പറയപ്പെട്ട 3 വിഭാഗങ്ങളുടെ മദ്രസകളിൽ പാഠശാലകളിൽ പഠിച്ചവരാണ്. അപ്പോ നിങ്ങളുടെ ഭാഷയിൽ അവർ പുരോഹിതരാണ്, അവര് അബൂജഹലിനേക്കാളും കൂടിയ ശിർക്ക് ചെയ്തവരാണ്, അവര് മങ്കൂസ് മൗലൂദ് മാലകൾ പഠിപ്പിക്കുകയും പാടുകയും പറയുകയും ചെയ്യുന്നവരാണ്, ഉറുക്കിന്റെ ആളുകളാണ്, യാഥാസ്ഥികരാണ്, കുബൂരികളാണ്, അവരൊക്കെയാണ്. അത്തരം കുബൂരികളുടെ മദ്രസകളിൽ പാഠശാലകളിൽ പഠിച്ചവരായിരിക്കും ഒരുപക്ഷെ ഇതിലുള്ള ഭൂരിപക്ഷം ആളുകളും. അപ്പൊ അവിടെ അവര് അള്ളാഹു സുബ്ഹാനഹു വ തആലയെ പറ്റി പഠിക്കുന്ന ഒരു രീതി 20 വാജിബായ സിഫത്തും 20 മുസ്തഹീലായ സിഫത്തും ഒരു ജായിദായ സിഫത്തും, ഇത് ഞാൻ ഉൾപ്പെടെ എല്ലാവരും പഠിച്ചതാണ്. അപ്പോൾ അതിന്റെ ആ മീനിങ്ങിൽ തന്നെ വിശ്വസിച്ചു പോരുകയും ചെയ്യുന്നു. അപ്പൊ ഇപ്പോ മുജാഹിദുകളുടെ പല പുസ്തകങ്ങളും പല പ്രഭാഷണങ്ങളും ഇങ്ങനെ നമ്മുടെ ഈ പഠനത്തിന്റെ ഭാഗമായി പരിശോധിക്കുമ്പോൾ നേരത്തെ ഫൈസൽ മുസ്ലിയാർ പറഞ്ഞതുപോലെയല്ല എനിക്ക് ബോധ്യപ്പെട്ടത്. ഇപ്പൊ തന്നെ ഞാൻ കൃത്യമായി മനസ്സിലാക്കുന്നു, ഈ സ്റ്റേജിലുള്ള 8 ആളുകളുടെ ഒറ്റക്കൊറ്റക്ക് നിർത്തിയിട്ട് ഗഫൂറിന്റെ ഈ വിഷയം സംസാരിക്കാൻ പറഞ്ഞാൽ 8 രീതിയിൽ അള്ളാഹുവിനെ അവതരിപ്പിക്കും, യാതൊരു സംശയമില്ല. ഇപ്പൊ ഫൈസൽ മുസ്ലിയാർ എന്താ പറഞ്ഞ്? അള്ളാഹുവിന് അവയവങ്ങളില്ല എന്നാ പറഞ്ഞത്. അപ്പോ ഞാൻ എന്റെ കയ്യിൽ ഒരുപാട് ഉദ്ധരണികളുണ്ട് മുജാഹിദ് പ്രസ്ഥാനങ്ങളുടെ, ഈ അൽമനാർ ഉൾപ്പെടെ, പിന്നെ നമ്മുടെ പഴയ 1950കളിലുള്ള, അതേപോലെ അത്തൗഹീദ് ഉൾപ്പെടെ കുറെ ഉദ്ധരണികൾ. ഇതിൽ പല രൂപത്തിലുമാണ് അള്ളാഹുവിനെ പരിചയപ്പെടുത്തുന്നത്. ഞാൻ പറയാം, ഇപ്പൊ പറഞ്ഞല്ലോ ജഡം അവയവങ്ങൾ ഇല്ല എന്നല്ലേ ഫൈസൽ മുസ്ലിയാർ പറയുന്നത്. അള്ളാഹുവിന് ജഡം ഉണ്ടെന്ന് വിശ്വസിക്കൽ സെലഫി വിശ്വാസമാണ്. അള്ളാഹുവിന് ശരീരമുണ്ടെന്നത് സെലഫി വിശ്വാസമാണ്. ഇത് മുസ്ലിം ചിന്താ പ്രസ്ഥാനങ്ങൾ യുവത KNM പ്രസിഡന്റായിരിക്കെ മരണമടഞ്ഞ മങ്കട അബ്ദുൽ അസീസ് മൗലവി പ്രസ്ഥാനത്തെ, മുജാഹിദ് പ്രസ്ഥാനത്തെ പരിചയപ്പെടുത്തുന്നതാണിത്. സലഫി മാർഗം, അതായത് നബിയുടെയും അനുചരന്മാരുടെയും അവരുടെ പാരമ്പര്യം പിന്തുടരുന്നവരുടെയും മാർഗമാണത്. അവർ അള്ളാഹുവിന് യോജിച്ച വിധത്തിലുള്ള ശരീരവും അവയവങ്ങളും, ശ്രദ്ധിക്കണേ, ശരീരവും അവയവങ്ങളും എന്ന് അർത്ഥം കൊടുത്തുകൊണ്ടാണ് അള്ളാഹുവിനെ പരിചയപ്പെടുത്തുന്നത്. അതാണ് ഗഫൂർ ചോദിച്ചത്. ഗണപതിക്കും ശരീരമുണ്ടല്ലോ, ശ്രീരാമനും ശരീരമുണ്ടല്ലോ, യേശുക്രിസ്തുവിനും ശരീരമുണ്ടല്ലോ. അപ്പം വിളിച്ച് നിങ്ങൾ നേരത്തെ പുസ്തകത്തിൽ പരാമർശിച്ച ചോദ്യത്തിലേക്ക് വരികയാണ്, പരാമർശിച്ച ആ ആൾദൈവങ്ങളും നിങ്ങൾ ശരീരം ജഡം സങ്കല്പിക്കുന്ന നിങ്ങളുടെ
എന്റെ വിശ്വാസപ്രകാരം അതിന് അള്ളാഹു എന്ന് ഞാൻ പറയില്ല, നിങ്ങളുടെ വിശ്വാസപ്രകാരമുള്ള ദൈവം. ഇപ്പൊ തന്നെ ഇവിടെ തന്നെ എനിക്ക് ഒരുപാട് വിഷയങ്ങളുണ്ട് ഇതിന്റെ. അപ്പം അത് കൃത്യമായ രൂപത്തിൽ അതൊന്നും കൂടി വിശദീകരിക്കണം. ശരി. ഇപ്പൊ നേരത്തെ പറഞ്ഞ ചന്തു സാങ്കല്പികമായിരുന്നു സംശയിച്ചാൽ കുറ്റം പറയാൻ കഴിയില്ല. ആവട്ടെ, ഏതായിരുന്നാലും ഇനിയിപ്പോ ബാക്കിൽ അടുത്തത് വേറെ ഉണ്ടാവും. അതൊക്കെ നമ്മളിപ്പോ കുറച്ചായാലും ഇങ്ങനെ കാണുന്നത് ഒരു പക്ഷേ അല്ല, ഒരുപാട് പക്ഷേ നമ്മൾ പരിചയമുണ്ട്. ആവട്ടെ, ഏതായിരുന്നാലും മുജാഹിദ് പ്രസ്ഥാനം ഔദ്യോഗികമായി ജഡം അവയവം എന്നൊന്നും പഠിപ്പിച്ചിട്ടില്ല. നിങ്ങൾ വായിച്ചു മംഗൾ അബ്ദുൽ അസീസ് മൊഴിയാണല്ലോ, വെറുതെ അല്ല മുപ്പത്തിന് പോയത് തന്നെ. മുപ്പര് മുജാഹിദിന് പോയത് തന്നെ അതുകൊണ്ട് തന്നെയാണ്. നേരത്തെ നിങ്ങൾ അൽമനാർ പറഞ്ഞല്ലോ, ഞാൻ അൽമനാർ നിങ്ങൾ എവിടെയെങ്കിലും അള്ളാഹുവിന്റെ ജഡമെന്നോ ശരീരമെന്നോ അവയവെന്നോ നിങ്ങൾ വായിച്ചോളി. നിങ്ങളെ കയ്യിൽ അൽമനാർ ഉണ്ടെന്നറിയോ? അവയവുണ്ട് വിശ്വസിച്ച കാഫിറാവും എന്നുള്ളത്. നിങ്ങളെ കയ്യിൽ പിടിച്ചതിൽ അൽമനാറിന്റെ കോപ്പി ഉണ്ടെങ്കിൽ 952 അൽമനാർ നിങ്ങൾ എല്ലായിടത്തും കൊണ്ടുവരല്ലേ, അതിലുള്ളത് എന്താ? അവയവുണ്ട് എന്ന് വിശ്വസിച്ചാവാൻ കാഫിറാണ് എന്നാ. അത് പഠിപ്പിച്ച് മുജാഹിദീങ്ങളാണ്. അപ്പൊ അള്ളാഹ്ക്ക് ശരീരം ഉണ്ടെന്നോ ജഡുണ്ടെന്നോ അവയവുണ്ടെന്നോ മുജാഹിദ് പ്രസ്ഥാനം എവിടെയും ഔദ്യോഗികമായി പഠിപ്പിച്ചിട്ടില്ല. പിന്നെ ഇങ്ങനെ തെറിച്ചു പോയ ചില മനുഷ്യന്മാർ പലയിടത്തും എഴുതിയിട്ടുണ്ടാവും. അതിന് ഞങ്ങൾക്ക് ഉത്തരവാദിത്തം. അത് ഞാൻ നേരത്തെ പറഞ്ഞത്, ഏതെങ്കിലും വ്യക്തികൾ എവിടെയും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഉത്തരവാദിത്തമില്ല. നേരത്തെ പറഞ്ഞല്ലോ, ആ വാദം ശരിയുമല്ല. ഞാൻ തന്നെ ഫുള്ള് വായിച്ചു നോക്കിയാൽ അറിയാം, നേരത്തെ കന്തു പറഞ്ഞ പോലെ ആണോ നമുക്ക് അറിയില്ല. ഏതാണെങ്കിലും ഈ അങ്ങനെ ഒരാൾ പറഞ്ഞു മുജാഹിദ് പ്രസ്ഥാനം ഔദ്യോഗികമായി എവിടെയും, അവിടെ ഔദ്യോഗിക പ്രസിദ്ധീകരണങ്ങളിലോ ഖുർആൻ പരിഭാഷകളിലോ എവിടെയും അവയവമുണ്ട് എന്നോ ജഡമുണ്ട് എന്നോ ശരീരമുണ്ട് എന്നോ പഠിപ്പിച്ചിട്ടില്ല. അങ്ങനെ വിശ്വസിക്കാൻ പാടില്ല എന്ന് പഠിപ്പിച്ചവരാണ് മുജാഹിദ് പ്രസ്ഥാനം. എന്നാൽ അള്ളാഹുവിന്റെ കൈ എന്ന പ്രയോഗമുണ്ടാകും, അവന്റെ മുഖം എന്ന പ്രയോഗമുണ്ടാകും, അവന്റെ ഇറക്കം എന്ന പ്രയോഗമുണ്ടാകും, അവന്റെ ഇസ്തിവാ എന്ന പ്രയോഗമുണ്ടാകും, അവന്റെ അയിന് കണ്ണ് എന്ന പ്രയോഗമുണ്ടാകും. എന്തുകൊണ്ട്? അതൊക്കെ പ്രമാണങ്ങൾ വന്നതാണ്. എന്നാൽ അവിടെ തന്നെ പഠിപ്പിക്കുന്നു അതൊന്നും സൃഷ്ടിയോട് തുല്യപ്പെടുത്താൻ പാടില്ല, സൃഷ്ടികളെപ്പറ്റി നമ്മുടെ മനസ്സിലേക്ക് വരുന്ന അതൊന്നും ഉണ്ടാകാൻ പാടില്ല എന്ന് പ്രത്യേകമായി പറയുന്നത്. നേരത്തെ ഞാൻ എന്റെ വക ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ, എന്റെ വക ഒന്നും പറഞ്ഞില്ല. പിന്നെ ഇബ്നു കസീർ റഹിമഹുള്ള തഫ്സീറിൽ പറഞ്ഞ ഇമാം ഷാഫിഈ, ഇമാം അഹ്മദ്, ഇമാം മാലിക്, ഇമാം ലൈസ്, ഇസ്ഹാഖ് ബിൻ റാഹവൈഹി, നുഐം ബിൻ ഹമ്മാദ് അൽ ഖുസാഇ റഹിമഹുമുള്ള അടക്കമുള്ള ആദ്യകാല ഇമാമുമാർ, ഇത് 2-3 നൂറ്റാണ്ടുകൾ ജീവിച്ച ആദ്യകാല ഇമാമുമാർ, ആ ഇമാമുമാർ പറഞ്ഞ നിലപാടാണ് ഇവിടെ പറഞ്ഞത്. അതാണ് മുജാഹിദ് പ്രസ്ഥാനം നിലപാടായി സ്വീകരിച്ചത്. അതിനപ്പുറത്ത് ജഡമുണ്ടെന്നോ ശരീരമുണ്ടെന്നോ അതൊന്നും അതൊക്കെ പറഞ്ഞു ഒപ്പിക്കാൻ വേണ്ടി നിങ്ങൾ കുറെ ആമുഖം പറഞ്ഞല്ലോ. അതൊക്കെ അവനാൻ സ്വയം ആലോചിക്കുന്ന നല്ലതാണെന്നും കൂടി പറഞ്ഞാണ്. ഇതിപ്പം സമസ്തന്റെ ആളുകളെ ഇളക്കാനും ഓലെ ചൂടാക്കാനൊക്കെ ആളുകൾ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. അവിടുന്നൊക്കെ ഇപ്പൊ സമസ്തക്കാർ വിട്ടിട്ടുണ്ട്. ഇപ്പൊ സമസ്തക്കാർ അവിടെ ഒന്നും അല്ല, നിങ്ങളിപ്പോ അവിടുന്നൊക്കെ കുറച്ച് ബാക്കിലാണ് മനസ്സിലാണ്. ഇപ്പൊ അങ്ങനെയൊക്കെ ഇളകുന്ന കാലം കഴിഞ്ഞ് മനുഷ്യന്മാരിപ്പോ എല്ലാം കേൾക്കല്ലേ, ആളുകൾ പഠിക്കുക, ആളുകൾക്ക് ഇപ്പൊ സ്വർഗത്ത് പോകണം. നിങ്ങൾക്കറിയോ, എന്റെ തൊട്ടടുത്ത നാട്ടിൽ ഒരാൾ രാജരും മുജാഹിദായി കാന്തപുര ഉസ്താദിന്റെ പ്രധാനപ്പെട്ട ആളാണ്. എപ്പോഴും അയാള് ഇതിന്റെ വീട്ടിൽ ഈ എ പി ഉസ്താദ് വരുന്ന ആളെ പേരോട് അലവി സക്കാഫി ഒക്കെ വന്ന് ധാരാളമായ അയാളെ പിഴിഞ്ഞു കൊണ്ടുപോകണ മനുഷ്യ. ഇയാളെ മുജാഹിദായപ്പോ അവിടെ പള്ളിക്കിലെ ഒരു മുസ്ലിയാർ ഇയാളെ വീട്ടിലേക്ക് വന്ന് ഇയാളെ നന്നാക്കാൻ വേണ്ടി അപ്പൊ ഒന്ന് ഞാൻ ആചാര്യം എന്താ നിങ്ങൾ മുജാഹിദായി എന്ന് പറഞ്ഞു കേട്ടു, എന്താ ഇപ്പൊ സംഗതി വെച്ച്. അപ്പൊ ഇദ്ദേഹം പറഞ്ഞു, ഒന്നല്ല, എനിക്ക് സ്വർഗത്ത് പോകണം, വേറെ പണിയൊന്നുമില്ല, ഞാൻ മുജാഹിദൊന്നും ആയിട്ടില്ല, എനിക്ക് സ്വർഗത്ത് പോകണം, ഞാൻ അതിന്റെ വഴി തെരഞ്ഞെടുക്കുകയാണ്. അപ്പൊ എനിക്ക് മനസ്സിലായി ഈ 10-55 കൊല്ലം ഞാൻ നടന്ന വഴി ശരിയല്ല. അതുകൊണ്ട് നിങ്ങൾ ദിവസം നിങ്ങൾ ഇവിടെ ഇരുന്നിട്ട് എനിക്ക് ആത്മാർത്ഥമായി സ്വർഗത്തുകളെ വഴി പറഞ്ഞ് ഞാൻ സ്വീകരിച്ചോളാം, എനിക്കൊരു പ്രശ്നമില്ല, എനിക്ക് വേറെ ഒരു അജണ്ടയുമില്ല, എനിക്ക് സ്വർഗത്തേക്കെത്താനുള്ള വഴി നിങ്ങൾ പറഞ്ഞെന്നാൽ ഞാൻ സ്വീകരിക്കും, എനിക്കത് മാത്രമേ ആവശ്യമുള്ളൂ. 10-55 വയസ്സായി, ഇനി എനിക്ക് ഇങ്ങനെ പറ്റൂല, അതുകൊണ്ട് എനിക്ക് സ്വർഗത്ത് പോയേ പറ്റൂ, ഞാൻ തെരഞ്ഞെടുക്കുകയാണ്. ആ ഉസ്താദിന്റെ കണ്ണ് തള്ളിപ്പോയി. മൂപ്പര് പറഞ്ഞു, ആചാര്യ എനിക്കും ആവശ്യമില്ല, നിങ്ങൾ ദോരിക്കാനിട്ട് മൂപ്പര് പോയി. ആ നിഷ്കളങ്കമായ ആ പറച്ചിലുണ്ടല്ലോ, ഈ മോദര് ബേജാറായി. ഇനിയിപ്പോ അയാളുടെ എങ്ങനെ ബാത്തിൽ പറഞ്ഞു കൊടുക്കുകയാണ്. ഇങ്ങനെ ഹക്കന്വേഷിക്കുന്ന മനുഷ്യനോട് ഇനിയിപ്പോ ബാത്തിൽ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നല്ലോ. മൂപ്പര് പറഞ്ഞു, ഉസ്താദ് എനിക്കും ആചാര്യ എനിക്കും ആവശ്യം തന്നെയാണ്, നിങ്ങൾ ദോരിക്കുക, എനിക്കും വേണ്ടി ഞങ്ങൾക്കും ദോരിക്കുക എന്ന് പറഞ്ഞ് മൂപ്പര് അവിടുന്ന് പോവുക ചെയ്തത്. അപ്പം മനുഷ്യന്മാരിപ്പോ അവിടെ ഉള്ളത്, ആളുകൾക്ക് ഇപ്പോ ദീന് പ്രകാരം ജീവിക്കണം എന്നൊരു മനസ്സുണ്ട്. നിങ്ങൾ കുറച്ച് ആൾക്കാർക്ക് മാത്രമേ ഇല്ലാത്തുള്ളൂ. നിങ്ങൾക്കത് ഉണ്ടാകണം എന്നാ പറഞ്ഞത്. നിങ്ങൾ ബാലുശ്ശേരിന്റെ പ്രസംഗം ശരിക്കും ശ്രദ്ധിച്ചോണ്ടല്ലോ, അൽഹംദുലില്ലാഹ് നല്ലൊരു ലക്ഷണമാണ്, സാധാരണ ചെയ്യലില്ല. അപ്പൊ ഏതായിരുന്നാലും എല്ലാ മനുഷ്യന്മാർക്കും ഇപ്പൊ അത്രേ ഉള്ളൂ. ആൾക്ക് ദീന് പ്രകാരം ഇപ്പൊ നാട്ടിലൊക്കെ പ്രശ്നങ്ങളും ആകെ പ്രയാസങ്ങളും, ആളുകൾ ഇതിനൊക്കെ പാഠം ഉൾക്കൊണ്ടുകൊണ്ട് റബ്ബിലേക്ക് മടങ്ങുക, ദീനിക്ക് മടങ്ങുകയാണ്. അത് ആളുകൾ ദീന് പഠിക്കുന്നതാണ്. അത് ആത്മാർത്ഥമായി പറഞ്ഞു കൊടുത്താൽ പോരെ, എന്നെ പുറത്തൊന്നുമില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയട്ടെ, ഇനിയിപ്പോ പറഞ്ഞല്ലോ മുജാഹിദ് ബാദ്ഷാന്റെ 3 പരാമർശം അബദ്ധാണ്, തിരുത്താം,
അതല്ലേ വേണ്ടത്. അത് തിരുത്തണം, ഒരു കുഴപ്പമില്ല. പക്ഷെ അബദ്ധാന്ന് നിങ്ങൾ ബോധ്യപ്പെടുത്തണം. നമ്മളൊക്കെ തിരുത്തും, അതിൽ ഒരു പ്രശ്നവുമില്ല. ഞങ്ങളൊക്കെ നിലപാടുകളിൽ പ്രമാണപ്രകാരം ഖുർആനും ഹദീസും അനുസരിച്ച് നിങ്ങളുടെ നിലപാടിൽ ഇന്ന അബദ്ധമുണ്ട് എന്ന് ആര് ചൂണ്ടിക്കാണിച്ചാലും അൽഹംദുലില്ലാഹ് തിരുത്തുകയും ആ ചൂണ്ടിക്കാണിച്ച ആൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യും. ഇൻഷാ അല്ലാഹ് സംശയമൊന്നുമില്ല. ചൂണ്ടിക്കാണിച്ച ആൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അതല്ലേ നമ്മള്. അതെ, പക്ഷെ അങ്ങനെ മറ്റേ മൗലൂദിൽ ഇങ്ങനെയുണ്ട്, മറ്റേ പാളകിതാബിൽ ഇങ്ങനെയുണ്ട്, ഞങ്ങളുടെ മദ്ഹബിൽ ഇങ്ങനെയുണ്ട്, അത് മതിയാവൂല. അല്ലാഹു തആല പറഞ്ഞു, അള്ളാന്റെ റസൂൽ പറഞ്ഞു എന്ന് പ്രമാണം വെച്ച് ഇതാ നിങ്ങളുടെ വിശ്വാസം അതിനെതിരാണ് എന്ന് കൃത്യമായി ബോധ്യപ്പെടുത്തിയാൽ തിരുത്താൻ ഒരു മടി നമുക്കൊക്കെ ഉണ്ടാകാൻ പാടില്ല. ഇതൊക്കെ സഹോദരങ്ങളെ പരലോകത്തിന്റെ വിഷയമല്ലേ. ഞാൻ നേരത്തെ എത്ര ഭംഗിയായി വിശദമായി പറഞ്ഞു. അള്ളാഹിനെ കുറിച്ച് അള്ളാഹും അവന്റെ റസൂലും എന്ത് പഠിപ്പിച്ചോ അത് വിശ്വസിക്കണം. അതിലെവിടെയും ശരീരം പഠിപ്പിച്ചിട്ടില്ല. ശരീരമുണ്ടെന്ന് പറഞ്ഞ പിഴച്ച കക്ഷികൾ ലോകത്തുണ്ടായിട്ടുണ്ട്. മുജസ്സിമുകൾ, അള്ളാഹ്ക്ക് ജിസ്മുണ്ട്, ശരീരമുണ്ട് എന്ന് വാദിച്ചവരാണ് മുജസ്സിമുകൾ. ആ മുജസ്സിമുകൾക്ക് ഖണ്ഡനം പറഞ്ഞവരാണ് സലഫിയാള്. മുജസ്സിമീങ്ങളെ ഏറ്റവും അധികം ശക്തമായി എതിർത്ത ഒരു പണ്ഡിതനാണ് ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ. അദ്ദേഹത്തിന് ജഹ്മികൾക്കും മുജസ്സിമുകൾക്കും എതിരായി പ്രത്യേകമായ ഗ്രന്ഥങ്ങൾ തന്നെ രചിക്കുകയും ശരീരമുണ്ട് എന്ന വാദത്തെ ഖണ്ഡിക്കുകയും ചെയ്ത ആളാണ് ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ. അതുകൊണ്ട് അതൊക്കെ അങ്ങനെ വെറുതെ അടിച്ചു കാച്ചുമ്പോൾ ഇത്രയും മനുഷ്യന്മാരെ കേൾക്കുന്നു. ലോകത്ത് ഒരുപാട് ഭാഗങ്ങളിൽ ഇത് ഓൺലൈൻ വഴിയും ആളുകൾ കേൾക്കുന്നു. അവരൊക്കെ ഇടയിൽ വെച്ച് ഇങ്ങനെ പറയാൻ പാടില്ല എന്ന് സ്നേഹബുദ്ധിയ സൂചിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഈ വിഷയത്തിൽ മുജാഹിദ് പ്രസ്ഥാനം ഔദ്യോഗികമായി ഇന്നേവരെ അവിടെ പ്രസിദ്ധീകരണങ്ങളിൽ അല്ലാഹ്ക്ക് അവയവമുണ്ട് എന്നോ ശരീരമുണ്ട് എന്നോ ജഡമുണ്ട് എന്നോ എഴുതിയിട്ടില്ല, പഠിപ്പിച്ചിട്ടില്ല. മംഗൾ അബ്ദുൽ അസീസ് മൗലവി എഴുതിയെങ്കിൽ അത് മുജാഹിദ് പ്രസ്ഥാനം അതും യാതൊരു ബന്ധവുമില്ല എന്ന് കൂടി കൂട്ടത്തിൽ സൂചിപ്പിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഹുസൈൻ സലഫിയെയും മുജാഹിദ് പ്രസ്ഥാനത്ത് നിന്ന് പുറത്താക്കേണ്ടി വരും. ഹുസൈൻ സലഫി കിൽത്താ യദൈഹി യമീൻ എന്ന് പറഞ്ഞിട്ട് പേരോടാ മറുപടി പറയണം. കിൽത്താ യദൈഹി യമീൻ അർത്ഥം വെക്കൂ പേരോടാ എന്ന് പറഞ്ഞിട്ട് നാദാവരത്തുനിന്ന് അട്ടഹസിച്ചിട്ടുണ്ട് ഹുസൈൻ സലഫി. അപ്പം ഹുസൈൻ സലഫിയെ നിങ്ങൾ ഏത് ഗണത്തിലാണ് പെടുന്നത്? മങ്കട അബ്ദുൽ അസീസിന്റെ ഗണത്തിലാണോ? അതൊന്ന് പറയും. അത് ഇനിയും പറയും. എപ്പോഴും പറഞ്ഞില്ലേ, അത് ഇപ്പോഴും പറഞ്ഞു. അവിടെ നിങ്ങൾക്ക് പഴിച്ചത് ഞാൻ ഇപ്പോഴും പറഞ്ഞില്ലേ, എതുന്നുണ്ട് ശരീരം എന്നില്ല, അവയൊന്നുമില്ല. നിങ്ങൾക്ക് അവിടെ വെച്ചത് കിൽത്തായലഹി യമീൻ. ഇപ്പൊ ആ കയ്യുണ്ട് അംശമില്ലല്ലോ. കിൽത്തായലഹി യമീൻ അള്ളാഹു റസൂൽ പഠിപ്പിച്ച ഹുസൈൻ സലഫി പറഞ്ഞതല്ല. അതിന് ഹുസൈൻ സലഫിനെ പുറത്താക്കില്ല, അത് റസൂലിനെ പുറത്താക്കേണ്ടി വരും. അള്ളാഹു റസൂല പഠിപ്പിച്ചത് കിൽത്തായലഹി യമീൻ എന്നുള്ളത്. അപ്പൊ കയ്യുന്നുണ്ടോന്ന് റസൂല് മലയാളത്തിലല്ലോ പഠിപ്പിച്ചത്, അറബിയിലല്ലോ പഠിപ്പിച്ചത്. അപ്പൊ അറബിയാക്ക് എതെന്ന് പറയാ, നമുക്ക് പറയാൻ പാടില്ല എന്നാണോ? ആയിക്കോട്ടെ, നിങ്ങൾ മലയാളി ആയതുകൊണ്ട് നിങ്ങൾ അറബിയാണെങ്കിൽ കൂടി അറബി പറയും, നിങ്ങൾ മലയാളി ആയതുകൊണ്ട് മലയാളത്തിൽ പറയും. അതല്ലേ, എല്ലാം അങ്ങനെ തന്നെയല്ലേ, ഏതും അങ്ങനെ തന്നെ. അള്ളാഹു കാണും നിങ്ങൾ പഠിപ്പിക്കുന്നില്ലേ? റസൂൽ എവിടെയെങ്കിലും അള്ളാഹു കാണും നിനക്കണോ? അള്ളാഹു കാണും റസൂൽ പറഞ്ഞിട്ട് മലയാളത്തിൽ പറഞ്ഞിട്ടുണ്ടോ? അറബിയിലല്ലേ പറഞ്ഞത്. അള്ളാഹു കേൾക്കും നമ്മളെല്ലാവരും പറയുന്നില്ലേ മലയാളത്തിൽ? റസൂൽ മലയാളത്തിലാണോ പഠിപ്പിച്ചത്? അപ്പൊ അവിടെ ഈ പ്രശ്നമൊന്നുമില്ല. അതാ ഞാൻ നേരത്തെ പറഞ്ഞത്. അള്ളാഹു കാണും, അവൻ കേൾക്കും, അവൻ കോപിക്കും, അവൻ സന്തോഷിക്കും. ഇതൊക്കെ നമ്മൾ വിശ്വസിക്കുന്നു. ഇതൊക്കെ മലയാളത്തിലല്ലേ? അള്ളാഹു റസൂൽ മലയാളത്തിൽ പറഞ്ഞ അവിടെ ഇല്ല, അറബിയിലാ പറഞ്ഞത്. എന്നതുപോലെ കിൽത്തായലഹി യമീൻ, അള്ളാഹുവിന്റെ രണ്ട് യദുകളും രണ്ട് കൈകളും യമീനാണ്. ഹദീസിലുണ്ട്, ഒരു സംശയമില്ല. ബുഖാരി മുസ്ലിം അടക്കം ഉദ്ധരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് ഹുസൈൻ സലഫി പറഞ്ഞു, ഞങ്ങളൊക്കെ പറയുന്നു, ഇനിയും പറയും, അതിനിയും പറയും. അത് പേരോട് മറുപടി പറയാത്ത കാലത്തോളം പേരോട് ഞങ്ങളിപ്പോ കാണുന്നില്ല. മൂപ്പര് ഉള്ളോടത്തൊക്കെ പോയി പറയും, ഒരു സംശയമില്ലല്ലോ. ഇപ്പം മൂപ്പര് എവിടെയും വരുന്നില്ല, അതേ ഉള്ളൂ. മൂപ്പരാണല്ലോ പിന്നെ നിർത്തിപ്പോയത്. അതുകൊണ്ട് തന്നെ അത് ഇനിയും പറയും. ഏത് പേരോട് വന്നാലും ഏത് മുസ്ലിം എന്നാലും അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞൊരു കാര്യം പറയാൻ ഞങ്ങൾക്കൊരു പ്രശ്നമില്ല. ഈ കൈ എന്ന വാക്ക് റസൂൽ പറഞ്ഞേക്കണോ? പറഞ്ഞിട്ടില്ല. കേൾക്കുമെന്ന വാക്ക് പറഞ്ഞേക്കണോ? ഇല്ല. സന്തോഷിക്കുന്നു പറഞ്ഞേക്കണോ? ഇല്ല. കോപിക്കുന്നു പറഞ്ഞേക്കണോ? ഇല്ല. എന്തുകൊണ്ട്? അള്ളാഹുവിന്റെ റസൂൽ മലയാളിയല്ല. അള്ളാഹുവിന്റെ റസൂൽ അറബി, റസൂൽ വഴുതുന്നത് അറബിയിലാണ്, റസൂൽ കച്ചവടം ചെയ്ത അറബിയിലാണ്, അള്ളാഹുവിന്റെ റസൂൽ വർത്തമാനം പറഞ്ഞ അറബിയിലാണ്, അള്ളാഹുവിന്റെ റസൂൽ എല്ലാ ഇടപാടും നടത്തിയ അറബിയിലാണ്. അപ്പൊ അറബി പറഞ്ഞു. അല്ല റസൂൽ അത് അറബി പറയാൻ പറ്റില്ല, മലയാളത്തിൽ പറയണം എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമില്ലല്ലോ. അതത്രയേ ഉള്ളൂ. അതുകൊണ്ട് അള്ളാഹുവിന്റെ വജഹ്, അവന്റെ ഐന്, അവന്റെ യദ്, അവന്റെ നുസൂല്, അവന്റെ ഇസ്തിവാ, അവന്റെ വലബ്, അവന്റെ ഇസ്തിഹ്സാ, അവന്റെ സംഅ്, അവന്റെ ബസർ, ഇതൊക്കെയും അള്ളാഹു റസൂൽ പഠിപ്പിച്ച അറബിയിലാണ്. അതൊക്കെ നമുക്ക് മലയാളത്തിൽ ആക്കാം. ഇത് മാത്രം പറ്റൂല എന്ന് പറഞ്ഞാൽ അത് ഞാൻ ഇനി മലയാളത്തിൽ ആക്കിയിട്ടില്ല ചോദിക്കാം. ഒരു അറബി എന്താ മനസ്സിലാക്കുക? മലയാളിന്റെ പോട്ടെ. ഒരു അറബിക്ക് പറയാം അള്ളാന്റെ യദ് എന്ന് പറയാം, അത് മലയാളി പറയാൻ പാടില്ല എന്നാണോ? അപ്പൊ അവിടെയാണ് വ്യത്യാസം. നേരെ മറിച്ച് അതൊരു അവയവമാണോ? അല്ല. അതാ ഞാൻ പറഞ്ഞത്. നിങ്ങൾ പറഞ്ഞോളി, മുജാഹിദ് പ്രസ്ഥാനം എവിടെ എഴുതിച്ചത്?
അള്ളാഹുവിന്റെ അവയവമാണ് എന്ന് എഴുതിച്ച് നിങ്ങൾ വായിച്ചോളി. നിങ്ങൾ വായിക്കും, ഞങ്ങൾ തിരുത്തിക്കോളാം, അല്ലെങ്കിൽ നിങ്ങൾ തൗബ ചെയ്തോളാം. അത് കാണൂല, എവിടെയും കാണൂല. അള്ളാഹുവിന്റെ അവയവമാകുന്നു എന്ന് മുജാഹിദ് പ്രസ്ഥാനം എഴുതി വെച്ചത് കാണൂല. അവന് ശരീരമുണ്ട് എന്ന് എഴുതി വെച്ചത് കാണൂല. അത് കുഫറാണ്. അള്ളാഹ്ക്ക് ശരീരമുണ്ട് വാദിച്ച കുഫറാണ്, ആള് കാഫിറായി പോകും. അങ്ങനെ മുജാഹിദ് പ്രസ്ഥാനം ഔദ്യോഗികമായി എഴുതിയിട്ടുണ്ടോ? നിങ്ങൾ പറഞ്ഞിട്ട് ഒരുപാടുണ്ടെന്ന്. ഇപ്പൊ എവിടേക്കും അതൊക്കെ പോയത്? ഒരുപാടുണ്ടെന്ന് പറഞ്ഞാൽ അൽമനാറ് മറ്റൊക്കെ ഉണ്ട്. എന്തേ അൽമനാറ് വായിക്കാത്തത്? നിങ്ങൾക്ക് വായിക്കാൻ കഴിയില്ല. നിങ്ങൾ ഉണ്ടെങ്കിൽ അത് വായിക്കി. നിങ്ങൾ അൽമനാറ് വായിക്കി, അല്ലെങ്കിൽ മുജാഹിദ് പ്രസ്ഥാനം ഔദ്യോഗികമായി എഴുതിയ പ്രസിദ്ധീകരണം വായിക്കി. അള്ളാഹ്ക്ക് ശരീരം ഉണ്ടെന്ന് എഴുതിയത്, അള്ളാഹുവിന് അവയവം ഉണ്ടെന്ന് എഴുതിയത്, അവിടെ ജഡമുണ്ടെന്ന് എഴുതി നിങ്ങൾ വായിക്കി. എങ്കിൽ നിങ്ങൾ പറഞ്ഞ ന്യായമാണ്. അതില്ലാത്ത കാലത്തോളം നിങ്ങൾ കളവ് പറഞ്ഞു തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത് ശരിയല്ല കൂട്ടരെ. ഉള്ളതുപോലെ പറഞ്ഞോളി. എന്താ ഇല്ലാത്ത പറഞ്ഞത്? ഇല്ലാത്ത എന്തിനാ പറഞ്ഞത്? ഞാൻ പറഞ്ഞത് നിങ്ങളെ കയ്യിലുള്ള കോപ്പിയിൽ അൽമനാറിന്റെ കോപ്പി, നിങ്ങൾ സാധാരണ കൊണ്ടെടുക്കുന്ന കോപ്പി ഉണ്ടെങ്കിൽ അതിലുള്ളത് എന്താ? അള്ളാഹുവിന് ജഡമുണ്ട് എന്ന് വിശ്വസിച്ച കാഫിറാണ് അതിലുള്ളത്. അതെന്തെങ്കിലും വായിക്കാൻ ധൈര്യപ്പെടാത്തത്? അപ്പൊ അത് മറച്ചിട്ടാണ് നിങ്ങൾ എന്തിനും മറ്റു പറയണത്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ കൈ എന്നുണ്ടാകും, മുഖം എന്നുണ്ടാകും, അവൻ ചിരിക്കുമെന്നുണ്ടാകും, അവൻ സന്തോഷിക്കുമെന്നുണ്ടാകും, അവൻ കോപിക്കുമെന്നുണ്ടാകും, അവൻ കാണും എന്നുണ്ടാകും, അവൻ കേൾക്കുമെന്നുണ്ടാകും, അവൻ ഇറങ്ങും എന്നുണ്ടാകും. എന്നല്ലാതെ അവന്റെ ശരീരമെന്നോ അവന്റെ ജഡമെന്നോ മുജാഹിദ് പ്രസ്ഥാനം എഴുതിയിട്ടില്ല. ഇനി എഴുതിയിട്ടുണ്ടെങ്കിൽ ഇസ്ലാമിന്റെ വിശ്വാസമല്ല എന്ന് തുറന്നു പറയാൻ ഞങ്ങൾക്ക് പ്രയാസവുമില്ല. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ അള്ളാഹു എന്ന പുസ്തകത്തിൽ അള്ളാഹുവിന്റെ കൈകൾ, അത് തന്നെ ബൽ യദാഹു മബ്സൂതതാനി യുൻഫിഖു കൈഫ യശാ എന്ന ആയത്തിന് അള്ളാഹുവിന് ശക്തവും ഔദാര്യപൂർണവുമായ 2 കൈകൾ ഉണ്ട് എന്നത്രേ നമ്മുടെ വിശ്വാസം. ഇനി ശരിയാണ്. അപ്പൊ 2 കൈ, അത് അവിടെയാണ് വിഷയം. കൈ എന്ന് പറയുന്നത് പ്രയോഗം, അതാ അവിടെയാണ് നിങ്ങളൊന്ന് ക്ലിയർ ചെയ്യേണ്ടത്. ഇപ്പൊ ഇബ്നു തൈമിയ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്? മിമ്പറിൽ നിന്ന് താഴെ ഇറങ്ങി ഇതുപോലെ കയറും ഇറങ്ങും, ഇതുപോലെ അള്ളാഹു കയറും ഇറങ്ങും. അപ്പോ അതിനെ ആ രൂപത്തിൽ ജനങ്ങളൊക്കെ മനസ്സിലാക്കുന്ന ആ യദ് എന്ന് പറയുന്നത് കൊണ്ട് നിങ്ങൾ യദ് എന്ന് മലയാളീകരിച്ചിട്ട് അള്ളാഹുവിന് അതുപോലെ, അതാ നേരത്തെ ഗഫൂർ ചോദിച്ചത്. ശ്രീരാമന്, ഗണപതിക്ക്, ശ്രീകൃഷ്ണന് ഒക്കെ അത് അവർക്ക് അനുയോജ്യമായ കൈ, ആ രൂപത്തിൽ തന്നെയാണ് നിങ്ങളും പറയുന്നത് ഇപ്പോ. അപ്പൊ യദ് എന്ന് അർത്ഥം വെക്കുന്നതാണ് പ്രശ്നം. അവയവമുണ്ട് പറഞ്ഞിട്ടില്ല, അത് സമ്മതിച്ചല്ലോ. അവയവുണ്ട്, ജഡമുണ്ട്, ശരീരമുണ്ട് പറഞ്ഞിട്ടില്ലല്ലോ. അത് കൈയുണ്ട്, ശരിയാണ്, എപ്പോഴും പറയുന്നു, ഇപ്പോഴും പറയുന്നു, അത് ഇപ്പോഴും പറയുന്നു. ഇനി പേരോടോട് ഇനി പറയാം, അയാൾ വരികയാണെങ്കിൽ സന്തോഷം പറഞ്ഞു കൊടുക്കാൻ പറ്റും. പക്ഷെ നിങ്ങൾ ആദ്യം പറഞ്ഞ ശുദ്ധ കളവാകുന്നു. നിങ്ങൾ പറഞ്ഞെന്താ? മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ വിശ്വാസം അബദ്ധമാണ് എന്ന് പറഞ്ഞിട്ട് തുടങ്ങിയത് നിങ്ങൾ. എന്നിട്ട് ഞങ്ങൾ പറഞ്ഞെന്ത്? അവന് ജഡമുണ്ട്. അങ്ങനെ തന്നെ വായിച്ചത്. ജഡമുണ്ട്, ശരീരമുണ്ട്, അവയവമുണ്ട്. എന്നിട്ട് ഞങ്ങൾ പറഞ്ഞു ഈ 8 ആൾ ചോദിച്ചാൽ 8 കോലത്തെ ഇപ്പൊ മനസ്സിലായാലോ? 8 അല്ല, ഒറ്റൊന്നേ പറയൂ. നിങ്ങൾ 8 കേൾക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് മാത്രം, അതിന് നിർവാഹമില്ല. അപ്പൊ ഇപ്പൊ തെളിഞ്ഞിട്ട് ഏതെന്നാലും മുജാഹിദീങ്ങൾ ഇല്ലാത്ത, ഇതാണ് എല്ലാത്തിന്റെ അവസ്ഥ. ഒരിക്കൽ ഇല്ലാത്ത എവിടെയെങ്കിലും ഒരു വാക്കെടുക്കും, ബാക്കി മൂലന്മാർ അവിടെ വെച്ച് കൂട്ടാം. നിങ്ങൾ ജ്യേഷ്ഠൻ സക്കാഫി അടക്കമുള്ള മനുഷ്യന്മാർ ചെയ്യുന്ന തട്ടിപ്പ് അത് വേറൊന്നുമല്ല. അവരൊക്കെ ചെയ്യുന്ന തട്ടിപ്പിന്റെ ഭാഗം ഇതൊക്കെ. അപ്പൊ ഈ വക തട്ടിപ്പ് ഇങ്ങനത്തെ വേദിയിൽ വേണ്ടില്ലായിരുന്നു. ഇങ്ങനത്തെ ഒരു വേദിയിൽ പ്രസംഗിക്കുമ്പോൾ പറ്റും. ഒരു നാട്ടിൽ പോയി പ്രസംഗിക്കുമ്പോൾ ഒരു പക്ഷെ അതൊക്കെ ആൾക്കാർ വിശ്വസിച്ചുകൂടെയില്ല. ഇങ്ങനെ വന്ന് ചോദിക്കുമ്പോൾ അത് ശരിയല്ലല്ലോ. അതുകൊണ്ട് അള്ളാഹുവിന് കൈ ഞങ്ങൾ വിശ്വസിക്കുന്നു. എന്തുകൊണ്ട്? ഞങ്ങളെ റസൂൽ പഠിപ്പിച്ചു. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു. ബാക്കിയൊക്കെ നമുക്ക് അർത്ഥം വെക്കാം, ഇത് മാത്രം അർത്ഥം വെക്കാൻ പാടില്ല എന്നാണോ? അത് ഇവിടുന്ന് കിട്ടി. ബാക്കിയെല്ലാം അർത്ഥം വെക്കാം. അതല്ലേ പറഞ്ഞു അള്ളാഹു കോപിക്കും. നിങ്ങളും അർത്ഥം വെക്കുന്നില്ലേ? അള്ളാഹുവിന്റെ കോപം ലഭിച്ചവരുടെ മാർഗത്ത് റബ്ബേ നീ ഞങ്ങളെ ചെറുക്കല്ല, ഓയിൽ മഗ്ദൂബി അലൈഹിം. ഫാത്തിഹയ്ക്ക് അർത്ഥം വെച്ചപ്പോ ഖുർആൻ പരിഭാഷയിൽ സുന്നി പണ്ഡിതന്മാർ എന്താ ചെയ്തത്? അതിനൊക്കെ അർത്ഥം വെക്കാം. അള്ളാഹിന്റെ കോപം എങ്ങനെ നമ്മൾ വ്യാഖ്യാനിക്കുക? നമ്മൾ വ്യാഖ്യാനിക്കാൻ പാടില്ല. പിന്നെ അള്ളാഹിനോട് യോജിക്കുന്ന ഒരു വിശേഷണമാണ്, എങ്ങനെ നമുക്കറിയില്ല. അള്ളാഹു സന്തോഷിക്കും എങ്ങനെ നമുക്കറിയില്ല. അള്ളാഹു കാണും എങ്ങനെ നമുക്കറിയില്ല. അള്ളാഹു കേൾക്കും എങ്ങനെ നമുക്കറിയില്ല. എന്നതുപോലെ തന്നെ അള്ളാഹുവിന്റെ കയ്യും എങ്ങനെ നമുക്കറിയില്ല. ഇന്ന് അവയവമാണോ? അല്ല. ശരീരമാണോ? അല്ല. ജഡമാണോ? അല്ല. അങ്ങനെ ശരീരമെന്നോ ജഡമെന്നോ പറഞ്ഞ ഓൻ കാഫിറാണ്, ഓൻ മുജാഹിദല്ല, ഓ ഇസ്ലാമിന് പുറത്താണ്. അതുകൊണ്ട് ആ ഇല്ലാത്ത വാദം മുജാഹിദ് വെച്ച് കെട്ടരുത്. ഞാൻ പറഞ്ഞു ഇബ്നു തൈമിയ്യ മുജസ്സിമുകൾക്കെതിരെ, മുഷബ്ബിഹുകൾക്കെതിരെ, മുഅത്തലികൾക്കെതിരെ, ജഹ്മികൾക്കെതിരെ ശക്തമായി ഖണ്ഡനം പറഞ്ഞ കിതാബ് എഴുതിയ മനുഷ്യനാ ഇബ്നു തൈമിയ്യ. നിങ്ങൾ എന്താ അദ്ദേഹത്തെ പറ്റി മനസ്സിലാക്കിയത്? അദ്ദേഹം മെമ്പർ ഞാൻ ഇറങ്ങണ പോലെ ഇറങ്ങുന്നു പറഞ്ഞ പച്ചപ്പോൾ നിങ്ങളെപ്പോലത്തെ മൂന്നിന് പണ്ട് എഴുതിച്ചു എന്നല്ലാതെ വേറൊന്നുമില്ല.
വേറൊന്നുമില്ല. ഇബ്നു ബത്തൂത്ത എന്ന് പറയുന്ന സഞ്ചാരി അയാളുടെ ഒരു യാത്ര വീടുന്ന കിതാബ് എഴുതിയപ്പോ അതിന് പൊള്ള എഴുതിച്ചു എന്നല്ലാതെ വേറൊന്നുമില്ല. അതിനപ്പുറത്ത് വേറെ അവലംബല്ലല്ലോ. ഇബ്നു തൈമിയുടെ കിതാബിൽ എവിടെയും പറഞ്ഞിട്ടുണ്ടോ? ഇബ്നു തൈമിയുടെ കിതാബിൽ എവിടെയെങ്കിലും ഞാൻ മിമ്പറിൽ ഇറങ്ങുന്ന പോലെ റബ്ബ് ഇറങ്ങും ഇതിന് എഴുതിച്ചിട്ടുണ്ടോ? നിങ്ങൾ കാണിച്ചോളി. ഇബ്നു തൈമിയുടെ കൂടെ സന്തത സഹചാരിയായി ഏകദേശം 10-22 കൊല്ലം ഒപ്പം നടന്ന ആളാ ഇബ്നു ഖയ്യിം റഹിമഹുല്ല. ആ ഇബ്നു തൈമിയുടെ ഒട്ടുമിക്ക ഗ്രന്ഥങ്ങളെയും നമുക്ക് പരിചയപ്പെടുത്തി തരുന്ന അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരിൽ പ്രഗത്ഭനായ ഇബ്നു ഖയ്യിം റഹിമഹുല്ല. ആ ഇബ്നു ഖയ്യിം എവിടെയെങ്കിലും പറഞ്ഞോ ഷെയ്ഖ് ഇങ്ങനെ പഠിപ്പിച്ചു? ഇല്ല. ഒരു സഞ്ചാരിയായ മനുഷ്യൻ ഇബ്നു ബത്തൂത്ത അയാളുടെ സഞ്ചാര കഥകൾ പറഞ്ഞപ്പോൾ ജഹീറത്ത് ഇബ്നു ബത്തൂത്തയിൽ അയാൾ ഒരു കഥ പറഞ്ഞു പോയി എന്നല്ലാതെ അങ്ങനെ ആരെല്ലാം എന്തെല്ലാം കഥ പറഞ്ഞിട്ടുണ്ട്. ഇബ്നു തൈമിയെ പറ്റി വിമർശകന്മാർ എന്തെല്ലാം പ്രചരിപ്പിച്ചിട്ടുണ്ട്. അതിനൊന്നും ഉത്തരവാദിത്തമില്ല. നേരെ മറിച്ച് ഇബ്നു തൈമിയ റഹിമഹുള്ളയുടെ കിതാബിൽ എവിടെയെങ്കിലും അതുണ്ടോ? ഉണ്ടെങ്കിൽ അതാ പറയേണ്ടത്. ഇബ്നു തൈമിയക്ക് എത്ര കിതാബുണ്ട് അറിയോ? കണക്കല്ലാത്ത ഗ്രന്ഥങ്ങൾ. ഇതൊക്കെ അദ്ദേഹം കേൾക്കട്ടെ, ചെറിയൊരു പ്രതീക്ഷ നമുക്ക് തോന്നുന്നുണ്ട്. ഇബ്നു തൈമിയക്ക് കണക്കല്ലാത്ത ഗ്രന്ഥങ്ങൾ എത്രത്തോളം വെച്ചാൽ പറഞ്ഞെന്താ പറയുക, ഇബ്നു തൈമിയ റഹിമഹുല്ല എഴുതിയ മുഴുവൻ കിതാബും കിട്ടുകയാണെങ്കിൽ ആ കിതാബ് മാത്രം ഉപയോഗിച്ച് നൈൽ നദിക്ക് പാലം കെട്ടാവുന്ന അത്ര അധികം കിതാബ് എഴുതിയ മനുഷ്യനാ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ല. അദ്ദേഹത്തിന്റെ ഈ ആയിരക്കണക്കായ കിതാബിൽ ഒരു കിതാബിലെങ്കിലും ഞാൻ ഇറങ്ങുന്ന പോലെയാണ് അല്ല ഇറങ്ങാന്ന് പറഞ്ഞ ഒരു വാക്കുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞ പോലെ ചെയ്യാങ്ങള് എന്നാ തിരിച്ചുള്ളത്. അതാ പറഞ്ഞ അദ്ദേഹത്തിന്റെ കിതാബ് മുജസ്സിമുകൾക്ക് ഖണ്ഡനം കിതാബ് എഴുതിയ മനുഷ്യനാ. അള്ളാഹ്ക്ക് ശരീരമുണ്ട് എന്ന് വാദിക്കുന്നവർക്ക് ഖണ്ഡനം പറഞ്ഞ ആളാ ഇബ്നു തൈമിയ. അള്ളാഹിനെ സൃഷ്ടിയോട് ഉപമിക്കുന്ന ആളുകൾക്ക് ഖണ്ഡനം പറഞ്ഞ ആളാ ഇബ്നു തൈമിയ. അള്ളാഹിന്റെ വിശേഷണം നിഷേധിക്കുന്ന മുഅ്തസിലിയാക്കൾക്ക് ഖണ്ഡനം പറഞ്ഞ ആളാ ഇബ്നു തൈമിയ. അള്ളാഹു ഇറങ്ങുന്ന റഹ്മത്ത് ഇറങ്ങുന്നതാണെന്ന് നിങ്ങളെപ്പോലത്തെ മനുഷ്യന്മാർ വ്യാഖ്യാനിച്ചല്ലോ, അത് മുഅ്തസിലിയാക്കൾ തുടങ്ങിയ വ്യാഖ്യാന. മുഅ്തസിലിയാക്കൾ പണ്ട് തുടങ്ങിയ വ്യാഖ്യാന അള്ളാഹ് ഇറങ്ങുന്നു പറഞ്ഞാൽ അള്ളാഹിന്റെ റഹ്മത്ത് ഇറങ്ങുന്നതാണ്, അല്ലെങ്കിൽ മലക്ക് ഇറങ്ങുന്നതാണ്, അള്ളാഹ് ഇറങ്ങുന്നല്ല. അത് മുഅ്തസിലിയാക്കൾ തുടങ്ങി വെച്ചു. അത് പിന്നെ അശ്ശരിയത്തിന്റെ പേരിൽ പ്രചരിപ്പിച്ചു. അത് ഈ നാട്ടിൽ കൊണ്ടുവന്ന് നിങ്ങളൊക്കെ ഏറ്റെടുത്തു. അതിനപ്പുറത്ത് അഹ്ലുസുന്നക്ക് അതുമായിട്ട് ബന്ധമൊന്നുമില്ല. അങ്ങനെ അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാരൊന്നും അങ്ങനെ വ്യാഖ്യാനിച്ചിട്ടില്ല. മുൻഗാമികളായ ആരും ആ നിലയ്ക്ക് വ്യാഖ്യാനിച്ചിട്ടില്ല. അള്ളാഹ് ഇറങ്ങുന്നതിനാൽ റഹ്മത്ത് ഇറങ്ങും, മലക്ക് ഇറങ്ങും എന്ന് ലോകത്ത് അഹ്ലുസുന്നയുടെ ആദ്യകാല പണ്ഡിതന്മാർ ആരും വ്യാഖ്യാനിച്ചു. പിൽക്കാലക്കാരാ പിന്നെ വ്യാഖ്യാനിക്കാൻ പോയത്. പിൽക്കാലക്കാരെ വ്യാഖ്യാനിച്ചത്, സലഫുകൾ വ്യാഖ്യാനിച്ചിട്ടില്ല. സലഫുകൾ ചെയ്തെന്താ? തഫ്വീളാണ്. അള്ളാഹുലേക്ക് എങ്ങനെ നമുക്കറിയില്ല. അതാ നേരത്തെ പറഞ്ഞ ഇമാം മാലിക്കിന്റെ മറുപടി വൽ കൈഫ് മജ്ഹൂൽ. അതേപോലെ അൽ ഈമാനു ബിഹി വാജിബ് വസ്സുആലു അൻഹു ബിദ്അ. ചോദ്യം ബിദ്അത്താണ്, വിശ്വസിക്കൽ നിർബന്ധമാണ്. അതാ ഇമാം മാലിക് പറഞ്ഞത്. അതാ ഇബ്നു കസീർ പറഞ്ഞത് മാലിക്കിൻ വൽ ഔസാഇ വശാഫിഇ വല്ലൈസ് വഇസ്ഹാഖ് ബിൻ റഹവൈഹി വഗൈരിഹിം മിൻ അഇമ്മത്തിൽ മുസ്ലിമീന ഖദീമൻ വഹദീസ. ഇമാം ഷാഫി, ഇമാം മാലിക്, ഇമാം അഹ്മദ്, ഇസ്ഹാഖ് ബിൻ റാഹവൈഹി, നുഐം ബിൻ ഹമ്മാദ് അൽ ഖുസാഇ, ലൈസ് അടക്കമുള്ള ഇമാമുമാർ വഗൈരിഹിം അവരല്ലാത്തവരും മിൻ അഇമ്മത്തിൽ മുസ്ലിമീന ഖദീമൻ വഹദീസ മുൻഗാമികളും പിൻഗാമികളുമായ മുസ്ലിമീങ്ങളെ ഇമാമുമാർ അവരാരും നിങ്ങൾ പറഞ്ഞ പോലെ അള്ളാഹ് ഇറങ്ങുന്നതാണ്, അള്ളാഹ് റഹ്മത്ത് ഇറങ്ങുന്നതാണ്. അള്ളാഹിന്റെ കൈ എന്ന് പറഞ്ഞാൽ ആധിപത്യം, ശക്തി എന്നാണ്. അള്ളാഹുവിന്റെ കണ്ണ് എന്ന് പറഞ്ഞാൽ സംരക്ഷണം എന്നാണ് എന്നൊന്നും അവരാരും വ്യാഖ്യാനിച്ചിട്ടില്ല. ഖലഫുകൾ പിൽക്കാലക്കാരാണ് പിന്നെ ആ വ്യാഖ്യാനത്തിലേക്ക് പോയത്. അതുകൊണ്ടാണല്ലോ നിങ്ങളൊക്കെ അഖീദ പഠിപ്പിക്കുന്ന ബാജൂരിയിലൊക്കെ പഠിപ്പിച്ചെന്താണ്? മുൻഗാമികളെ വഴി അതാണ് അഅ്ലമു വ അഹ്കം, അതാണ് ഏറ്റവും ഇൽമിനോട് യോജിക്കുന്നതും ഏറ്റവും സൂക്ഷ്മമായതും. എന്നാൽ പിൻഗാമികളെ മാർഗം അതാണ് അഹ്വത്ത്, അതാണ് സൂക്ഷ്മത. അവിടെയാണ് ഈ ട്വിസ്റ്റിംഗ് വരുന്നത്. അതുകൊണ്ട് ഞാൻ ആവർത്തിച്ചു പറയുന്നു, മുജാഹിദ് പ്രസ്ഥാനം എവിടെയും അള്ളാഹുവിന് അവയവമുണ്ടെന്നോ അവന് ശരീരമുണ്ടെന്നോ അവന് ജഡമുണ്ടെന്നോ പഠിപ്പിച്ചിട്ടേ ഇല്ല. ഒരുപാട് സ്ഥലങ്ങളിലായി മുസ്ലിയാക്കന്മാർ ഇത് പറഞ്ഞ് പരിഹസിക്കുന്നു. അതുകൊണ്ട് ഞാൻ സമയം ചെലവഴിക്കുന്നത്. ഒരുപാട് സ്ഥലത്ത് മുസ്ലിയാക്കന്മാർ മുജാഹിദീങ്ങൾ അല്ലാഹ് എന്ന് പറഞ്ഞിട്ട് കുറെ സ്ഥലത്ത് അവർ പരിഹസിക്കാറുണ്ട്. അള്ളാഹും അള്ളാഹിന്റെ റസൂലും അള്ളാഹുവിനെ കുറിച്ച് എന്തു പഠിപ്പിച്ചുവോ അത് മാത്രമേ മുജാഹിദ് പ്രസ്ഥാനം പറഞ്ഞിട്ടുള്ളൂ, അതിനപ്പുറം ഒന്നും പറഞ്ഞിട്ടില്ല. അള്ളാഹു റസൂലും പഠിപ്പിച്ച അറബിയിലാണ്, അത് മുജാഹിദ് മലയാളത്തിൽ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അത് എല്ലാ ഹദീസും അങ്ങനത്തെ ഇത് മാത്രമല്ലല്ലോ, എല്ലാ ഹദീസും ഏത് ഹദീസും അങ്ങനെ തന്നെയല്ലോ. ഏത് ഹദീസ് എടുത്താലും റസൂൽ അതൊന്നും മലയാളത്തിൽ പറഞ്ഞിട്ടില്ലല്ലോ, ഒക്കെ അറബിയിലല്ലേ പറഞ്ഞത്. എല്ലാ ആയത്തും അറബിയിലാണ്, എല്ലാ ഹദീസും അറബിയിലാണ്. എന്നിട്ട് നമ്മളാരും അത് അറബിക്ക് മലയാളത്തേക്ക് മാറ്റുന്നില്ലേ? എന്നതുപോലെ മലയാളികൾക്ക് മനസ്സിലാകാൻ മലയാളികളുടെ ഭാഷയിൽ അത് പറഞ്ഞു എന്നല്ലാതെ എന്താണോ പ്രമാണങ്ങൾ ആവശ്യത്തിൽ പഠിപ്പിച്ച നിലപാട്, ആ നിലപാട് അവിടെ പഠിപ്പിച്ചിട്ടുണ്ട്. അവിടെ കിൽത്തായ രഹി യമീൻ എന്ന് പറഞ്ഞത് സ്വഹിയാണ്. ഇമാം ബുഖാരി മുസ്ലിം അടക്കം ഉദ്ധരിച്ച റിപ്പോർട്ടുകളിൽ വന്ന പരാമർശമാണ്. അത് അംഗീകരിക്കാൻ ഒരു പ്രയാസവും നമുക്കാർക്കും ഇല്ല എന്ന് കൂടി സൂചിപ്പിക്കുന്നു. ഇനി അടുത്ത കുറിക്ക്
ഉമർ ഫൈസിക്ക് ചെറിയ കാര്യങ്ങൾക്ക് പറഞ്ഞു തരേണ്ടതാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സഹോദരൻ കേൾക്കാൻ ആദ്യത്തെ ചോദ്യകർത്താവ് കേട്ടോ. നിങ്ങള് മാഷാഅല്ലാ നല്ല ചോദ്യങ്ങൾ ചോദിക്കുന്ന ആളാണ്. നിങ്ങൾ ശ്രദ്ധിക്കുക, കർത്തവ്യപ്പെട്ടാൽ കേട്ടോ. ഞങ്ങള് ഫൈസൽ മുസ്ലിയാർ യദ് എന്ന് പറഞ്ഞപ്പോ നമ്മുടെ സഹോദരന് വളരെ പ്രയാസം തോന്നി. സ്വാഭാവികമായിട്ടും ഓരോ മേഖലയിലൂടെ പഠിച്ചു വരുന്ന ആളുകൾക്ക് ഉണ്ടാവും. പക്ഷെ അള്ളാഹുവിന് കേൾവി എന്നുള്ളത് ഉണ്ട്, തർക്കമൊന്നുമില്ലല്ലോ, പ്രയാസമല്ലല്ലോ. എന്ന് അള്ളാഹുവിന് പറയുന്നതിന് പ്രയാസമല്ലല്ലോ. കേൾവി എന്ന് പറയുന്നത് കുഴപ്പമൊന്നുമില്ലല്ലോ. ഓക്കെ അല്ലേ? അള്ളാഹുവിനെ പറ്റി എന്ന സിഫത്ത് അള്ളാഹ്ക്കുണ്ട്, അതിന്റെ അർത്ഥം കേൾക്കുന്നവെന്നാണ് അർത്ഥം എന്നല്ലേ? ഓക്കെ അല്ലേ? ശരി. പള്ളി ദർസിലൊക്കെ നമ്മൾ ഷറഉൽ-അഖായിദ് പഠിച്ചിട്ടുണ്ടാവും. നിങ്ങൾ ശ്രദ്ധപ്പെട്ടിക്കണോന്നറിയില്ല. ഷറഉൽ-അഖായിദ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുമല്ലോ അല്ലേ? അല്ല, നിങ്ങൾ ഓക്കെ അറിഞ്ഞാൽ മതി. ഓക്കെ, ശരി. ഞാൻ വായിച്ചു തരാം. എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? യദ് എന്ന് പറഞ്ഞപ്പോ കൈ നർത്ഥം വെച്ചപ്പോ സ്വാഭാവിക നിങ്ങൾക്ക് പ്രയാസം ഉണ്ടായി. നിങ്ങളുടെ അനുഭവം കഴിഞ്ഞ കാലം അങ്ങനെ ആയതുകൊണ്ടാണ്. എന്ന് പറഞ്ഞപ്പോ കേൾവി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് പ്രയാസം ഉണ്ടായിട്ടില്ല. എന്നാ എന്ന് പറഞ്ഞാൽ പള്ളി ദർസ് നമ്മൾ പഠിച്ചത് വഹിയ കൂവത്തും മൂദാത്തും ഫിൽ അസ്വബിൽ മഫ്റൂഷ് ഫി മുഖഅരിശ് സിമാഹ്. നമ്മുടെ ഇതിന്റെ ഉള്ളിലുള്ള ഒരു പാടയുണ്ട്. ആ പാടയിൽ സൂക്ഷിക്കപ്പെട്ട ഒരു കഴിവാണ്. തുതിരിക്കു ബിഹൽ അസ്വാദ്. അതുകൊണ്ട് എന്ത് ചെയ്യും? ശബ്ദം ആ പാടയിലൂടെ കേൾക്കും. ബി ത്വരീഖ് ഉസൂലിൽ ഹവ. കാറ്റ്, വായു സഞ്ചരിക്കുന്നതിലൂടെ അത് മാധ്യമമായി കൊണ്ടെത്തും. മനസ്സിലായില്ലേ? അങ്ങനെ വരുന്നതിനാണ് എന്ന് പറയാൻ. നിങ്ങൾക്ക് അള്ളാഹ് സംഭവിക്കാൻ പറ്റുമോ? പറ്റുമോ? പറഞ്ഞേ. അല്ല, ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ അപ്പൊ ഇത് ഓർമ്മയിൽ ഉണ്ടാവണം എന്ന് പറഞ്ഞ് പറയണമെന്നൊന്നുമില്ല. ഇത് നിങ്ങളെ കയ്യിൽ ഓർമ്മയിൽ ഉണ്ടാകുക. ഓരോ സിഫത്ത് ബസർ എന്ന് പറഞ്ഞാലും അങ്ങനെ തന്നെയാണ്, കണ്ണിന്മേലുള്ള ഈ രൂപത്തിൽ. ഇത് അള്ളാഹ്ക്ക് പറയുന്നതിൽ ഒരു മുടക്കും ആർക്കുമില്ല. കാതിലുള്ള ഈ പാടയിൽ സൂക്ഷിക്കപ്പെട്ട ഒരു പ്രത്യേക കഴിവ് അള്ളാഹു തആല നൽകി. അതിന് വായു മാധ്യമമായി കൊണ്ട് നമുക്ക് ശബ്ദം എത്തുന്നു, അതിനെ സ്വീകരിക്കുന്നു. അതിനാണ് എന്ത് പറയാ? എന്ന് പറയാ. അപ്പൊ ഇത് എന്ത് ചെയ്യുന്നു? നമ്മൾ അള്ളാഹ്ക്ക് അംഗീകരിക്കുന്നു. പക്ഷെ അള്ളാഹുവിന്റെ അവിടെ നമ്മൾ എങ്ങനെയാ കാണുന്നത്? അള്ളാഹുവിന്റെ മനുഷ്യന്റെ അല്ല. മനുഷ്യന്റെ എന്ന് പറയുന്നത് വേറെ, അള്ളാഹിന്റെ എന്ന് പറയുന്നത് വേറെ. അത് ഇമാം മാലിക് പോലെയുള്ള ആളുകൾ പറഞ്ഞതിന് കൈഫ് മജ്ഹൂലാണ്. ഇത്തരം ചോദ്യം ചോദിക്കുന്ന ആളുകളെ പുറത്തേക്ക് മാറ്റേണ്ടതാണ് എന്ന് ഇമാം മാലിക് പറഞ്ഞതുപോലെ. ശരി, ഞാൻ പറഞ്ഞത് വെച്ചാൽ ഷറഉൽ-അഖായിദയില് ഹവാസുൽ ഹംസിനെ കുറിച്ച് പറയുന്നുണ്ട്. അവിടെ ശരിക്കും വായിക്കോട്ടു ഇൻഷാ അല്ലാഹ്. അല്ലാഹ് ഖൈറാക്കട്ടെ. നല്ല പക്വതയോടുകൂടെ ചോദിക്കുന്നതിന് വളരെ നന്ദി. ജസാക്കുമുല്ലാഹ് ഖൈർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സഹോദരന്മാരെ, സാധാരണക്കാർക്ക് മനസ്സിലാൻ വേണ്ടിയിട്ടാണ്. അനുബന്ധം ചേർക്കേണ്ടതില്ലാത്ത വിധം വ്യക്തവുമാണ്. ഇപ്പോൾ ഏറ്റവും പ്രബലമായ കേരളത്തിലെ സമസ്തക്കാർ EK സുന്നികളാണല്ലോ. അപ്പൊ അവരൊക്കെ ഏറ്റവും അംഗീകരിക്കുന്നൊരു പ്രാസംഗികനാണ് കേരളത്തിലെ അടുത്ത കാലത്ത് റഹ്മത്തുള്ളാഹി കാസിമി മൂത്തടം. അദ്ദേഹം ഖുർആൻ പരിഭാഷ എഴുതിയപ്പോ ഖുർആനിലെ 69-ാം അധ്യായം അൽ-ഹാഖത്തു മൽ-ഹാഖ എന്ന അധ്യായം, ആ അധ്യായത്തിന്റെ 44, 45, 46, 47 ആയത്തുകൾക്ക് അർത്ഥം കൊടുത്ത് നിങ്ങളൊന്ന് നോക്കിയാൽ, അള്ളാഹുവിന്റെ കൈ എന്ന സംഗതിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. വലൗ തഖവ്വല അലൈനാ ബഅദൽ അഖാവീൽ ലഅഖദ്നാ മിൻഹു ബിൽ യമീൻ. ആ ആയത്തിന് അദ്ദേഹം അർത്ഥം കൊടുത്തത് അള്ളാഹു റസൂലിന്റെ ജീവനാടി പിടിക്കും. ഏത്? വലത് കൈകൊണ്ട് പിടിക്കും എന്ന് കൃത്യമായി പരിഭാഷ കൊടുത്തിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ. അപ്പൊ അതായത് ഏറ്റവും സമസ്തക്കാരുടെ ഏറ്റവും പ്രഗത്ഭനായ ഒരു പ്രാസംഗികൻ, അദ്ദേഹം പരിഭാഷ എഴുതിയപ്പോഴും കൊടുത്ത് അതിലപ്പുറത്തൊന്നും നമ്മൾ അതിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടില്ല. ഇത് ഞാൻ സാധാരണക്കാർക്ക് വേണ്ടി റഹ്മത്തുള്ളാഹി കാസിമിയെ ശ്രദ്ധിക്കുകയും ഇഷ്ടപ്പെടുകയും അദ്ദേഹം ഒരു ഖുർആൻ പരിഭാഷ എഴുതി വീട്ടിൽ വെക്കുകയും ഒക്കെ ചെയ്ത സാധാരണക്കാരോടുള്ള സ്നേഹം മനസ്സിലുള്ളത് കൊണ്ട് സൂചിപ്പിച്ചു എന്ന് മാത്രം. അള്ളാഹു നമുക്ക് കൂടുതൽ ഉൾക്കാഴ്ച നൽകുമാറാകട്ടെ. അബ്ദുസലാം വിലാദപുരം. ഒന്നാമത്തെ ചോദ്യകർത്താവിന്റെ ചോദ്യത്തിന് മറുപടി പറയുന്നതിനിടയിൽ മുജാഹിദ് ബാലുശ്ശേരി പറഞ്ഞ കാര്യം ഉപനിഷത്തൊക്കെ ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ദൈവത്തിന്റെ മുമ്പിൽ കേണ് പ്രാർത്ഥിക്കുന്ന ആളെ അദ്ദേഹം വിളിക്കുന്നു ഭക്തവത്സലൻ എന്ന്. ഭക്തവത്സലൻ ദൈവമാണ്. അതൊരിക്കലും പ്രാർത്ഥിക്കുന്ന ആളെ കുറിച്ച് ഒരു ഉപനിഷത്തും പറയൂല, ഒരു ഹിന്ദുക്കളും പറയൂല, ലോകത്ത് കോമൺ സെൻസ് ഉള്ള ആരും പറയൂല.
ഭക്തനാണ്, പ്രാർത്ഥിക്കുന്ന ആള്. ദൈവമാണ് ഭക്തവത്സലൻ. ദൈവം, അള്ളാഹു, ഈശ്വരൻ, ഹുദ, ഖുദ, ഏൽ എന്നൊക്കെ പറയുന്ന യാഹ്വേ, ഈ ദൈവമാണ് ആര്? ഭക്തവത്സലൻ. ഇനി മറ്റൊരു വിഷയം, പിന്നെ നമ്മുടെ മുഖാമുഖം തുടങ്ങുന്നതിന് മുമ്പ് പ്രസംഗിച്ച ആള് എന്ത് പറഞ്ഞു? അദ്ദേഹം പറഞ്ഞു കാര്യകാരണ ബന്ധങ്ങൾക്കപ്പുറത്തുള്ള സഹായം എന്ന് പറഞ്ഞിട്ട് അത് പേർത്തും പറയുന്നുണ്ട്. ഒരുപാട് സമയം അദ്ദേഹം എടുത്തു, ഒരുപാട് കവർന്നിട്ട് നമുക്ക് നമ്മുടെ മുഖാമുഖത്തിന്റെ സമയമൊക്കെ അദ്ദേഹം കവർന്നു. അദ്ദേഹം എത്ര അങ്ങനെ പേർത്തും പറഞ്ഞിട്ടും എന്താണ് കാര്യം, ഇഫക്റ്റ് എന്താണ്, കാരണം, കോസ് എന്താണ് എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നില്ല. അത് വിശദീകരിക്കണമായിരുന്നു. അതുപോലെ തന്നെ ഈ കാര്യകാരണ ബന്ധം എന്ന് പറയുമ്പോൾ കാര്യം എന്താണ്, കാരണം എന്താണെന്ന് വിശദീകരിക്കണം. കാര്യകാരണ ബന്ധം അത് വിശദീകരിക്കേണ്ടതാണ്. പിന്നെ നമ്മൾ പൗരസ്ത്യ രാജ്യത്ത് ഉള്ള ഒരാള്, അഹിതകരമായിട്ട് തോന്നുന്നു, അപ്പോ പൗരസ്ത്യ രാജ്യത്തുള്ള ഒരാള് പാശ്ചാത്യ രാജ്യത്തുള്ള ഒരാളോട് മൊബൈൽ ഫോൺ എന്ന് പറയുന്ന ഒരു കുന്ത്രാണ്ട ഉപയോഗിച്ചുകൊണ്ട് സഹായം തേടുന്നുണ്ട്. ഇന്ന് അങ്ങനെ സഹായം ലഭിക്കുന്നുണ്ട്. അപ്പൊ അത്രയും ദൂരെയുള്ള ആളോട് അങ്ങനെ സഹായം ചോദിക്കുന്നു. അതിന്റെ കാര്യകാരണ ബന്ധം നിങ്ങൾ വിശദീകരിക്കേണ്ടതാണ്. ആ കാര്യകാരണ ചോദ്യം കഴിഞ്ഞിട്ടില്ല. എന്റെ പ്രധാന ചോദ്യമൊക്കെ ഇതിലേക്ക് ഇവിടെ വരുന്നുണ്ട്. അല്ല, ഉണ്ട്, ഞാൻ പറഞ്ഞോട്ടെ. അപ്പോ ഈ ചോദ്യത്തിലേക്ക് വന്നിട്ടില്ല, ചോദ്യം ഇതിലാണ്. അപ്പൊ ഓക്കെ. അപ്പോ ആ കാര്യകാരണ ബന്ധം അത് വിശദീകരിക്കേണ്ടതാണ്. പിന്നെ അദ്ദേഹത്തിന്റെ പേര് ഉമർ ഫൈസില. ഉമർ ഫൈസി പിന്നെ അബ്ദുല്ലാഹിബിൻ റവാഹിന്റെ കവിത ഉദ്ധരിച്ചുകൊണ്ട് അബൈന എന്ന അറബി വാക്യത്തിന് അർത്ഥം പറഞ്ഞത്, അദ്ദേഹം പറഞ്ഞത് നീ തടയണേ എന്നാണ്. നീ തടയണേ, അബൈന എന്ന വാക്കിന് നീ തടയണേ എന്നാണോ അർത്ഥം? എവിടുന്ന അറബി ഭാഷ പഠിച്ചത്? അബൈന, നീ തടയണേന്നോ? എവിടുന്ന അറബി ഭാഷ പഠിച്ചത് ഞാൻ ചോദിക്കുകയാണ്. അബൈന, നിങ്ങൾക്ക് ഞാൻ ഖുർആൻ ഉത്തര. അബാ വസ്തക്ബറ, അബാ, അവൻ വിസമ്മതിച്ചു, അയാൾ വിസമ്മതിച്ചു, അദ്ദേഹം വിസമ്മതിച്ചു. അബൈന എന്ന് പറഞ്ഞാലോ ഞങ്ങൾ വിസമ്മതിച്ചു. ഇതിന് അദ്ദേഹം പറയുന്ന അബൈന, നീ തടയണേ. അള്ളാഹിനോട് പറയാം, അള്ളാഹിനോട് ഇങ്ങനെ പറയാം. ഇത് ഇങ്ങനെ ഓതിയിട്ട് അദ്ദേഹം പറയണ അബൈന, നീ തടയണേ എന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതെന്താണ് ഈ പറയുന്നത്? മനസ്സിലാകുന്നില്ല. എവിടെ അറബി ഭാഷ? ശരി, മൂപ്പര് പട്ടിക്കാടുന്ന് പഠിച്ച അബദ്ധം ഉണ്ടെങ്കിൽ ക്ഷമിച്ചാൽ മതി. ഇടവണ്ണിയും പൊളിക്കലും പഠിക്കാത്തതുകൊണ്ട് ചിലപ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ആയിക്കോട്ടെ, വിട്ടാളി, ഇത്രയല്ലേ ഉള്ളൂ. മൂപ്പര് പട്ടിക്കാട് ജാമ്യയിൽ പഠിച്ചു, സമസ്തല മദ്രസ പഠിച്ചു, മുജാഹിദിന്റെ ഒരു കോളേജിലും പഠിച്ചിട്ടില്ല. അപ്പൊ അതിന്റെ ചെറിയ പോരായ്മൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളാൽ ക്ഷമിച്ചാൽ പോരെ, അതിന്റെ പത്ര എടുങ്ങാറാകണം. പോട്ടെ, സാരല്ല, അല്ല പൈസ, അത്രേ ഉള്ളൂ. അൽഹംദുലില്ലാ, ആയിക്കോട്ടെ. ഇനി ബാക്കി ശരി, ഇപ്പൊ ശരിയായിക്കോളും. ഇപ്പൊ മുജാഹിദായി, അൽഹംദുലില്ലാ. ഇപ്പൊ ഒന്നും ഉണ്ടാവില്ല. ഇനി അതെ, ശരി, ആയിക്കോട്ടെ. ഇനി തടയണേ അപ്പുറത്ത് ഉണ്ട്, സബ്ബിത്തുൽ അഖ്ദാമാൻ അപ്പുറത്ത് പാടിക്കണല്ലോ. ഒരു അബൈന മാത്രമല്ല ഒരു പാടിയത്, മറിച്ച് അല്ലാഹുമ്മ ലൗലാ അൻത മഹ്തദൈനാ വലാ തസദ്ദഖ്നാ വലാ സല്ലൈനാ എന്ന് മുതലാണ് പാടിപ്പോന്നത്. എന്നിട്ടാണ് എന്ത് പറഞ്ഞത്? വസബ്ബിത്തുൽ അഖ്ദാമ ഇല്ലാ ഖൈനാ വൽ മുശ്രികൂന ഖദ് ബഗൗ അലൈനാ വഇൻ അറാദു ഫിത്നതൻ അബൈനാ എന്ന് പറഞ്ഞിട്ടാണ് അബൈന എന്ന് നബി മൂന്നട്ടം പാടിയത് പറഞ്ഞത്. അപ്പൊ അർത്ഥം പറഞ്ഞപ്പോ ആയിക്കോട്ടെ, അതല്ല ശരി, അബൈന ഞങ്ങൾ വിസമ്മതിക്കുന്നതിനാണ്. ആയിക്കോട്ടെ, നിങ്ങൾ പറഞ്ഞ ശരി, വലിയ ആലിമാണ് എന്ന് സമ്മതിച്ചിരുന്നു, ആയിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ വിഷയം എന്താണ്? അള്ളാഹുവിന്റെ റസൂലോടെ പറഞ്ഞു എന്നാണ് റബ്ബിനോട് തേടി നാം പറഞ്ഞത്. അത് മാത്രമേ കേട്ടില്ല. റസൂൽ ആ പാട്ടിലൂടെ അള്ളാഹിനോടാണ് തേടിയത് എന്നാണ് പഠിപ്പിച്ചത്. അപ്പൊ അവർ മുസ്ലിക്കുകൾ ഞങ്ങൾക്കെതിരെ ഫിത്ന ഉദ്ദേശിക്കുന്നുവെങ്കിൽ ഞങ്ങളത് വിസമ്മതിക്കുന്നു, ഞങ്ങൾ തയ്യാറല്ല എന്നുള്ള അദ്ദേഹം പറഞ്ഞു. ഞങ്ങൾ ജീവൻ പോയാലും ശരി, ഞങ്ങൾക്ക് എന്ത് സംഭവിച്ചാലും ശരി, ശിർക്കിലേക്ക് ഞങ്ങളില്ല എന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പൊ ആയിക്കോട്ടെ, അൽഹംദുലില്ലാ, ഖൈറ്. പട്ടിക്കാട്ടിൽ പഠിച്ചതിന് കുറച്ച് കുഴപ്പമുണ്ടാകും, അത് ഞങ്ങൾക്കും അറിയാം. ആവട്ടെ, ഇനി ചിലപ്പോൾ കുറച്ച് എന്തിലും ഉണ്ടാവും. ഞാൻ കുറച്ചൊക്കെ അവിടുന്ന് പഠിച്ചു തന്നെയാണ്. അപ്പൊ ദേശം ചിലപ്പോൾ എന്തിലും ഉണ്ടാവും. അതൊക്കെ ഞാൻ നിലയ്ക്ക് മനസ്സിലാക്കിക്കൊള്ളാം. അപ്പൊ ഏതായിരുന്നാലും പറഞ്ഞു വന്നത്, മൂപ്പര് പ്രധാനമായിട്ട് 2-3 കാര്യമാണ് പറഞ്ഞത്. ആയിക്കോട്ടെ, അൽഹംദുലില്ലാ, ഖൈർ. ശരി, അവിടെ ഒന്നെന്താണ് അദ്ദേഹം പറഞ്ഞത്? ഭക്തവത്സലൻ ദൈവാണ്. ശരിയാണ്, അതും അങ്ങനെ തന്നെ. ഭക്തനോട് വാത്സല്യമുള്ളവൻ. ആയിക്കോട്ടെ, ശരി, അത് നിങ്ങൾ ക്ഷമിക്കുക, കുഴപ്പമില്ല. ഞാൻ അത് അധികമായെങ്കിൽ ക്ഷമ ചോദിക്കുന്നു. ആ പദപ്രയോഗം അധികമായെങ്കിൽ ക്ഷമ ചോദിക്കുന്നു. അതിന്റെ പേരിലാകണ്ട. ശരി, നിങ്ങൾ വിഷയം ശ്രദ്ധിക്കുക, അതാണ് വേണ്ടത്. ആയിക്കോട്ടെ, അദ്ദേഹം പഠിച്ചത് സ്ഥലം ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ അദ്ദേഹത്തിന് അറബി തകരാറുണ്ടെന്ന് പറഞ്ഞപ്പോൾ അത് പറഞ്ഞു മാത്രം.
ഇനി അത് നിങ്ങൾക്ക് വിഷമമായെങ്കിൽ ക്ഷമ ചോദിക്കുന്നു. ശരി. അപ്പൊ ഏതായിരുന്നാലും ഇവിടെ വിഷയവുമായി ബന്ധപ്പെട്ട് പറഞ്ഞ എന്താണ്? വിഷയവുമായി ബന്ധപ്പെട്ട് പറഞ്ഞിടത്തൊന്നും കാര്യമായി എതിർപ്പില്ല എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത്. നേരെ മറിച്ച് ഇങ്ങനത്തെ ചില പദപ്രയോഗങ്ങൾ അത് ശരിയായില്ല എന്ന രൂപത്തിലാണ് ഇവിടെ വിശദീകരണം വന്നത്. അതിൽ ഭക്തവത്സൻ എന്ന് പറഞ്ഞ വാക്കും അബൈന എന്ന വാക്കും അതിലൊക്കെ തകരാറുണ്ട് എന്ന് പറഞ്ഞെങ്കിൽ ഓക്കെ, അൽഹംദുലില്ലാ, അത് നമ്മൾ അംഗീകരിക്കുന്നു എന്നാണ് സൂചിപ്പിച്ചത്. ഇവിടെ അതിനോടൊക്കെ സ്ഥാപിക്കാൻ ശ്രമിച്ച എന്താ? അവരൊക്കെയും പഠിപ്പിച്ച ആദർശം റബ്ബിനോട് തേടുക, അവനോട് മാത്രം സഹായമർത്ഥിക്കുക, അവനോട് മാത്രം പ്രാർത്ഥിക്കുക എന്നതാണ് ഇവിടെ പഠിപ്പിക്കാൻ ശ്രമിച്ചത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. സഹോദരന്മാരെ, അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു പരാമർശം വന്നതിൽ നിങ്ങളോട് ഞങ്ങൾ ക്ഷമ ചോദിക്കുന്നു. നമ്മളെല്ലാവരും മുസ്ലിങ്ങളാണ്, പരലോകത്ത് അള്ളാഹുവിന്റെ സ്വർഗം കിട്ടാൻ വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകളാണ്. അതിൽ എന്റെ സഹോദരങ്ങളോട് നിങ്ങൾക്കതിൽ വേദന വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളോട് 100% ഞങ്ങൾ ക്ഷമ ചോദിക്കുന്നു. ഇതിൽ യാതൊരു പ്രയാസവുമില്ല. ഞങ്ങൾ തുടക്കത്തിലേ പറഞ്ഞു, നമ്മുടെ പ്രഭാഷണം നടങ്ങുന്നതിന്റെ തുടക്കത്തിൽ നിങ്ങളോട് പറഞ്ഞിരുന്നു, ഞങ്ങളുടെ ഭാഗത്തിൽ നിന്ന് വല്ല തെറ്റുകളും വല്ല കുറവുകളും സംഭവിക്കുമ്പോൾ നിങ്ങൾ ഞങ്ങളോട് ഉണർത്തണം, അല്ലെങ്കിൽ ഞങ്ങളോട് ഉണർത്തുമ്പോൾ ഞങ്ങൾ ക്ഷമ ചോദിക്കാൻ തയ്യാറാണ്. ഇപ്പൊ ഞങ്ങൾ ഇതാ നിങ്ങളോട് പറയുന്നു, അതിൽ നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നു. ഇവിടെയുള്ള സുഹൃത്തുക്കളോട് നിങ്ങൾക്ക് അതിലൊരു വേദന സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളോട് ഞങ്ങൾ ക്ഷമ ചോദിക്കുന്നു. അതിന്റെ അപ്പുറം നമുക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ലല്ലോ. ഏറ്റവും അവസാനമായി നിങ്ങളോട് ഞങ്ങൾ ക്ഷമ ചോദിക്കും. ഇവിടെ ഇപ്പൊ എന്താ വെച്ചാൽ നമ്മൾ ഇവിടുത്തെ ഗവൺമെന്റിന്റെ നിയമപാലകന്മാരുടെ അനുവാദ പ്രകാരം നടത്തുന്ന പരിപാടി, ഈ പരിപാടിയിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് വേദനയുള്ള ഒരു വേർഡ് അദ്ദേഹത്തിൽ നിന്ന് വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നു. അതിന്റെ അപ്പുറം ഒന്നുമില്ലല്ലോ, ഒരു പ്രശ്നവുമില്ല. എന്റെ സഹോദരങ്ങളോട് എനിക്ക് ഉണർത്താനുള്ളത്, നമ്മൾ മുസ്ലിങ്ങളാണ്, വിശ്വാസികളാണ്, നമ്മൾക്ക് പരലോകമുണ്ട്. നിങ്ങളുടെ ആരുടെയും ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വേദനയുണ്ടാകാൻ പാടില്ല. എന്റെ മുജാഹിദ് പ്രവർത്തകന്മാരോട് എനിക്ക് ഉണർത്താനുള്ളത്, നമ്മുടെ സഹോദരന്മാർക്ക്, ഇവിടെയുള്ള സമസ്തയുടെ സഹോദരന്മാർക്ക് മാനസികമായി വേദനയുണ്ടായിട്ടുണ്ടെങ്കിൽ അവരോട് നമ്മൾ ക്ഷമ ചോദിച്ചു. ഇനി അവരോട് വളരെ മാന്യമായി നിങ്ങൾ പെരുമാറേണ്ടതുണ്ട്. ഇവിടെയുള്ള സുഹൃത്തുക്കളെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമാണ്, ചെറുപ്പക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വിഷമമുണ്ടാകും. ആ വിഷമത്തിന് നമ്മൾ ക്ഷമ ചോദിച്ചു. ഇനി അതിന്റെ അപ്പുറം നമ്മൾ എന്തിന് സഹോദരങ്ങളെ ബഹളം വെക്കണം? നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ഇവിടെ ചർച്ച ചെയ്യും ഇൻഷാ അല്ലാഹ്. ആ സഹോദരന് കുറെ ചോദ്യം ചോദിക്കാനുണ്ട്. ആ സഹോദരൻ ചോദിക്കട്ടെ. ആ സഹോദരൻ ചോദ്യം ചോദിക്കട്ടെ. ബഹുമാന്യ ചോദ്യകർത്താവ് ചോദ്യം ചോദിക്കട്ടെ. സഹോദരങ്ങളെ, ഒരു കാര്യം മാപ്പ് പറഞ്ഞാൽ അത് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കേണ്ട മനുഷ്യരുടെ ബാധ്യതയാണല്ലോ. അള്ളാഹുവിനോട് ഒരു തെറ്റ് ചെയ്താൽ നമ്മൾ അള്ളാഹിനോട് പൊറുക്കലിനെ തേടി അള്ളാഹ് പുറത്തു തരണം നമ്മൾ ആഗ്രഹിക്കുന്നു. മനുഷ്യരോടൊരു തെറ്റ് സംഭവിച്ചാൽ അത് മനുഷ്യരോട് പറയണം. അതാണല്ലോ തൗബയുടെ നിബന്ധന. അത് നമ്മളിവിടെ പറഞ്ഞു. ഒരു വാക്കോ അദ്ദേഹത്തിന്റെ പ്രയോഗമോ നിങ്ങൾക്ക് ഏതെങ്കിലും രൂപത്തിൽ ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് മാറ്റിവെക്കുക, അത് നിങ്ങൾ പൊറുക്കുക. ഞങ്ങൾ പറഞ്ഞല്ലോ. ഇനി നമുക്ക് തുടർന്ന് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. ആശയപരമായി നമുക്ക് ഇവിടെ ഒരുപാട് കാര്യങ്ങൾ ക്ലിയർ ആവേണ്ടതുണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സഹോദരന്മാരെ, ഈ പരിപാടിയുടെ സംഘാടകർ എന്ന നിലക്ക് ഒരു കാര്യം നിങ്ങളോട് ഉണർത്തപ്പെടാണ്ട്. നിങ്ങളിൽപ്പെട്ട ഒരാൾ വന്ന് ഇവിടെ ചോദ്യം ചോദിച്ചോളൂ. നിങ്ങൾക്ക് എത്ര വണ്ടികളുടെ ചോദ്യം ചോദിക്കാം. ഞങ്ങൾ പറഞ്ഞ തെറ്റെന്താണ് നിങ്ങൾ ബോധ്യപ്പെടുത്തരൂ. നിങ്ങൾ എല്ലാവരും കൂടി ബഹളം ഉണ്ടാക്കല്ല വേണ്ടത്. പ്രശ്നമാണല്ലോ. നിങ്ങൾ നേതാവ് മുന്നോട്ട് വരൂ, നമുക്ക് സംസാരിക്കാം. നിങ്ങൾ ഇങ്ങനെ ബഹളം ഉണ്ടാക്കല്ല വേണ്ട. ഇത് മുസ്ലിങ്ങളുടെ രീതിയല്ലല്ലോ. നിങ്ങൾ വന്നിട്ട് ഇവിടുന്ന് ആദർശം സംസാരിക്കൂ. ഞങ്ങൾ പറഞ്ഞതിനെതിരെ നിങ്ങൾക്ക് പറയാൻ അവസരം തരാം. നിങ്ങൾക്ക് അവസരം തരാം, എത്ര വേണമെങ്കിലും അവസരം തരാം. സഹോദരന്മാരെ, ആശയപരമായി ഭദ്രതയുള്ള ആരും ഈ നിലക്ക് ഞങ്ങൾ പറഞ്ഞല്ലോ, ഒരു തെറ്റ് സംഭവിച്ചപ്പോൾ ഇവിടെ മാപ്പ് പറഞ്ഞു, അത് നിങ്ങൾ കേട്ടു. അത് ലോകത്തേത് സമൂഹത്തിന്റെയും ഒരു പ്രത്യേകത. തെറ്റ് സംഭവിച്ചു, മാപ്പ് പറയുകയും ചെയ്തു. ആശയപരമായി നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് അത് ഇവിടെ വരാം. നിങ്ങൾക്ക് ആർക്കും ആശയപരമായി നിങ്ങൾക്ക് ഇവിടെ വന്ന് പറയാം. വലാ തസ്തവിൽ ഹസനതു വലസ്സയ്യിഅ. മുജാഹിദുകളായ കസേരയിൽ ഇരുന്നവരെല്ലാം കസേരയിൽ ഇരിക്കും. അള്ളാഹിനെ ഓർത്തിട്ട് നിങ്ങൾ കസേരയിൽ ഇരിക്കും. അള്ളാഹിനെ ഓർത്തിട്ട് നിങ്ങൾ കസേരയിൽ ഇരിക്കും. നന്മയും തിന്മയും സമമാവുകയില്ല.
തിന്മയെ നന്മ കൊണ്ട് പ്രതിരോധിക്കുക എന്നാണ്. ഞങ്ങൾക്ക് സംഭവിച്ചൊരു കാര്യം ഞങ്ങൾ നിങ്ങളോട് എല്ലാവരോടും മാപ്പ് പറഞ്ഞു. മാതൃകാപരമായി ഇസ്ലാം പഠിപ്പിച്ച മാപ്പ് പറഞ്ഞു. ആ മാപ്പ് കേട്ട് കഴിഞ്ഞാൽ ഇനി നിങ്ങൾക്ക് മതപരമായി കാര്യങ്ങൾ അറിയാനുണ്ടോ? അത് നിങ്ങൾ ചോദിക്കൂന്നല്ലേ പറഞ്ഞത്? എത്രയും ചോദിക്കാമെന്നല്ലേ പറഞ്ഞത്? നിങ്ങളുടെ പണ്ഡിതന്മാർക്ക് എത്രയും ചോദ്യം ചോദിക്കാമെന്നല്ലേ പറഞ്ഞത്? നിങ്ങൾക്ക് വിഷമമായ കാര്യം ഞങ്ങൾ മാപ്പും പറഞ്ഞു. അള്ളാഹുവിന്റെ ഗ്രന്ഥം ഖുർആൻ നമ്മൾ പഠിപ്പിക്കുന്ന അങ്ങനെയാണ്. തിന്മയെ നന്മ കൊണ്ട് പ്രതിരോധിക്കുക എന്നത് അത് നിങ്ങളുടെ ബാധ്യതയാണ്, നമ്മുടെയും ബാധ്യതയാണ്. എന്നിട്ട് അള്ളാഹു പറയുന്നത് നിങ്ങളുടെ ശത്രു നിങ്ങളുടെ മിത്രമായി തീരുന്നാണ്. ക്ഷമിച്ചാൽ വമാ യുലഖാഹാ ഇല്ലല്ലദീന സബറു വമാ യുലഖാഹാ ഇല്ലാ ദു ഹള്ളിൻ അദീം. പമ്പിച്ച ഭാഗ്യവാന്മാർക്കല്ലാതെ ക്ഷമിക്കാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് അവിടെ ചോദ്യമുണ്ട്. ചോദ്യകർത്താവിന്റെ ചോദ്യം തുടരുകയാണ്. ബാക്കിയുള്ളവരൊക്കെ കസേരയിൽ വന്നിരിക്കുക. ഇൻഷാ അള്ളാഹു ഇത് പൂർത്തീകരിക്കും. ചോദ്യകർത്താവിന്റെ ചോദ്യം തുടരട്ടെ. അള്ളാഹു നന്മ നൽകുമാറാകട്ടെ. മുജാഹിദ് പ്രസ്ഥാനം പിരിയുന്നതിന് മുമ്പ് തന്നെ വിവിധ ഗ്രൂപ്പുകളായിട്ട് മുജാഹിദ് പ്രസ്ഥാനം വിവിധ ഗ്രൂപ്പുകളായിട്ട് പിരിയുന്നതിന് മുമ്പ് തന്നെ മുജാഹിദ് മദ്രസകളിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഷെയ്ഖ് അഹമ്മദ് സർഹിന്ദിയെ ഒരു നവോത്ഥാന നായകനായിട്ട്. ഷെയ്ഖ് അഹമ്മദ് സർഹിന്ദിയുടെ കിതാബായത്. ഷെയ്ഖ് അഹമ്മദ് സർഹിന്ദി മുജദ്ദിദ് അൽ ഫസാനി. ഷെയ്ഖ് അഹമ്മദ് സർഹിന്ദി ഖദ്ദസല്ലാഹു സിറഹ് വറവഹ റൂഹ വനവ്വറ ദരീഹ വഅഫാദ അലൈനാ മിൻ ബറകാതിഹി ആമീൻ. ആ മഹാനുഭാവൻ, അതെ മഹാനുഭാവന്റെ കിതാബ്. മറ്റുള്ളവർ അടങ്ങണം, എല്ലാവരും അടങ്ങണം. ഇത് മുജദ്ദിദ് അൽ ഫസാനിയുടെ കിതാബാ. ഇവര് നവോത്ഥാന നായകനായിട്ട് പരിചയപ്പെടുത്തുന്ന, മുജാഹിദുകൾ നവോത്ഥാന നായകനായിട്ട് പരിചയപ്പെടുത്തുന്ന കിതാബ്. സഹോദരൻ ചോദ്യം ചോദിക്കൂ. എല്ലാവരും അടങ്ങിയിരിക്കണം. ഞാൻ ചോദിക്കാം, അങ്ങനെ പറഞ്ഞുകൊണ്ടാണ്. ഞാൻ ചോദിക്കാം, എനിക്ക് വേണമെന്നില്ല, ഞാൻ പറയണം. ലേറ്റ് വേണോ? ലേറ്റ് വേണം ഇത് വായിക്കാൻ. ലേറ്റ് വേണോ എന്ന് മനസ്സിലാക്കുക. പിന്നെ ഇത് സഹോദരങ്ങളെ, നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. എല്ലാ മതവിഭാഗത്തിനും അവരുടെ ആശയങ്ങൾ പറയാൻ സ്വാതന്ത്ര്യമുള്ള ഒരു രാജ്യത്ത് നമ്മുടെ ഭരണഘടന നമുക്ക് 25-ാം ഖണ്ഡികയിൽ നമുക്ക് പറഞ്ഞിട്ടുള്ള ഏത് മതവും പ്രചരിപ്പിക്കാൻ, ആശയം പ്രചരിപ്പിക്കാൻ നമുക്ക് സ്വാതന്ത്ര്യമുള്ള നാടാണിത്. അതുകൊണ്ട് ദയവ് ചെയ്ത് ഞങ്ങൾക്ക് വാക്കിൽ പറ്റിയ ഒരു തെറ്റ് നിങ്ങളോട് എത്ര തവണ ഞങ്ങൾ മാപ്പ് പറഞ്ഞു? എല്ലാരും മാപ്പ് പറഞ്ഞില്ലേ? ഇവിടെ പ്രസംഗിച്ച ആള് പറഞ്ഞു, ഉമർ ഫൈസി പറഞ്ഞു, ഞങ്ങളൊക്കെ പറഞ്ഞില്ലേ? ഒരു വാചകം തെറ്റിപ്പോയെങ്കിൽ നിങ്ങൾക്ക് വേദനയുണ്ടെങ്കിൽ ക്ഷമിക്കണമെന്ന് പറഞ്ഞില്ലേ? പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഞങ്ങൾക്ക് നൽകിയ പെർമിഷൻ അനുസരിച്ചാണ് ഞങ്ങളോട് പ്രസംഗിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ആദർശം പിന്നീട് പറയാനും ഒക്കെ സ്വാതന്ത്ര്യമുണ്ട്. ആർക്കും തുറന്നു ചോദിക്കാമെന്ന് കൃത്യമായി നമ്മൾ പറഞ്ഞു. നിങ്ങളുടെ ചോദ്യകർത്താക്കളെ വിട്ടോളൂ, അവർ ചോദിച്ചു കൊള്ളട്ടെ. എല്ലാ മതസമൂഹത്തിനും സ്വാതന്ത്ര്യമുള്ള ഒരു രാജ്യം, ആ രാജ്യത്ത് ആർക്കും ഇഷ്ടമുള്ള ആദർശം ഇവിടെ പറഞ്ഞു. അതോടൊപ്പം പറ്റിയൊരു വാക്ക് അത് നിങ്ങളോട് തിരുത്തുകയും ചെയ്തു. അതുകൊണ്ട് ചോദ്യകർത്താവിന് ചോദ്യം ചോദിക്കാനുള്ള അവസരം കൊടുക്കുക. നിങ്ങളത് കേൾക്കുക. നല്ലത് ആഗ്രഹിക്കുന്ന ചെറുപ്പക്കാരോട് നമ്മൾ ദയവ് ചെയ്ത് പഴയ അവസ്ഥയിലേക്ക് മടങ്ങിപ്പോവുക, കസേരകളിലേക്ക് മടങ്ങിപ്പോവുക. മുജാഹിദ് പ്രവർത്തകരോട് ഞാൻ ആത്മാർത്ഥമായി പറയും, നിങ്ങൾ ഒരാളും എഴുന്നേറ്റ് നിൽക്കരുത്. ബാക്കി എല്ലാം അള്ളാഹുവിലേക്ക് വിടുക. നിങ്ങൾ ചെന്ന് കസേരയിൽ ഇരിക്കുക. ഇവിടെ ഡിപ്പാർട്ട്മെന്റും പോലീസുകാരും ഒക്കെ നമ്മുടെ കൂടെയുണ്ട്. അവർ ഇവിടെ ശാന്തമാകണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമുക്കുള്ള അവസരം ഒരിക്കലും നിങ്ങൾ പാഴാക്കരുത്. ഇതൊരു വൈജ്ഞാനികമായ സദസ്സാണ്. അതുകൊണ്ട് ചോദ്യകർത്താവ് ചോദിക്കട്ടെ, അതിനുള്ള അവസരം നൽകുക. അപ്പൊ മുജാഹിദ്, നമ്മുടെ അന്തരിച്ച AP അബ്ദുൽ ഖാദർ മൗലവി അടക്കം അദ്ദേഹം നിരവധി സ്റ്റേജുകളിൽ മുജദ്ദിദ് അൽ ഫസാനിയെ ശിർക്കിനെതിരെയും വിദേഹത്തിനെതിരെയും ആഞ്ഞടിച്ച ആളായിട്ട് മുജദ്ദിദ് അൽ ഫസാനിയെ വാഴ്ത്തി പറഞ്ഞ AP അബ്ദുൽ ഖാദർ മൗലവി, മുജാഹിദുകളൊക്കെ അംഗീകരിക്കുന്ന മുജദ്ദിദ് അൽ ഫസാനി. അപ്പൊ ഇത് ദീർഘമായ ഉത്തരം, ഞാനത് മുഴുവൻ വായിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് സംക്ഷിപ്തമായിട്ട് വായിക്കാം. ഇത് ലോക പ്രശസ്തമാണ് ഈ ഗ്രന്ഥം, മക്തൂബാത്ത്. മുജദ്ദിദിന്റെ മക്തൂബാത്ത് ലോക പ്രശസ്തം. ഈ ഗ്രന്ഥത്തിൽ 53-ാം മക്തൂബ് പ്രാവശ്യം മാപ്പ് പറഞ്ഞു, 53-ാം ക്ഷമ ചോദിക്കുന്നു, നിർവ്യാജം ഖേദിക്കുന്നു, ഒരുപാട് പ്രാവശ്യം ആവർത്തിച്ചു പറഞ്ഞു.
ബോധപൂർവമല്ല. ഒരു വാക്ക് അബദ്ധമായി പോയെങ്കിൽ, വേദനിച്ചെങ്കിൽ ക്ഷമ ചോദിക്കുന്നു, മാപ്പ് ചോദിക്കുന്നു. പല പ്രാവശ്യം പറഞ്ഞു, ഇനിയും പറയുന്നു. ഒരു പ്രശ്നം, ഈ പ്രോഗ്രാം ഭംഗിയായി നടക്കട്ടെ, ഈ പ്രോഗ്രാം ഭംഗിയായി നടക്കട്ടെ, അത് നിങ്ങൾ സഹകരിക്കും. ഇനിയും മാപ്പ് പറയാം, ഒരു പ്രശ്നമില്ല, എനിക്ക് ഒരു വിഷമമില്ല. അതുകൊണ്ട് അതിന്റെ പേരിൽ പ്രോഗ്രാം മുടക്കാൻ ശ്രമിക്കരുതേ എന്നാണ് സൂചിപ്പിക്കാറുള്ളത്. ശരി, ചോദ്യം ചോദിക്കുന്ന സമയം കളഞ്ഞു. സമയം 10 മണിയാണ് പോലീസുകാർ വിളിച്ചത്. ഏറ്റവും ചുരുക്കി ചോദിക്കും. ഹലോ, അസ്സലാമു അലൈക്കും. എന്റെ പേര് നഹീം എഗരുൽ. ഹാജരാക്കാത്ത മയ്യത്ത് നിസ്കാരം പള്ളിയിൽ വെച്ച് ജുമാ ദിവസം നിസ്കരിക്കാൻ പറ്റുമോ? പറ്റുമില്ലെങ്കിൽ എന്തുകൊണ്ട്? ഹാജരാക്കാത്ത മയ്യത്തിന്റെ, അതായത് ഗൾഫിൽ നിന്നൊക്കെ മരിച്ചിട്ട് വിളിച്ചു പറഞ്ഞാൽ ആ മയ്യത്ത് നിസ്കാരം വെള്ളിയാഴ്ച ജുമാക്ക് ഖത്തീബിന്റെ കൂടെ നിസ്കരിക്കാൻ പറ്റുമോ? ഇല്ലെങ്കിൽ എന്തുകൊണ്ട്? വിഷയവുമായി ബന്ധപ്പെട്ടതല്ല, എന്നാലും ഒരു സഹോദരൻ പഠിക്കാൻ വേണ്ടി ചോദിച്ച കാര്യം എന്നതിലേക്ക് നമ്മൾ ഏറ്റെടുക്കുന്നു. ശരി, നമ്മൾ ശ്രദ്ധിക്കാം. നമുക്കിവിടെ നിയമപാലകന്മാർ 10 മണിക്ക് അവസാനിപ്പിക്കാൻ ആവശ്യപ്പെടുന്നു, അത് നമ്മൾ മാനിക്കുന്നു. ഈ നാട്ടുകാർക്ക് ഞങ്ങളെ പദപ്രയോഗങ്ങളിൽ വന്ന വല്ല വിഷമവും ഉണ്ടെങ്കിൽ അത് ആത്മാർത്ഥമായി ഞങ്ങൾ പല തവണ, ഒരു ഡസനോളം തവണ ഇവിടെ മാപ്പ് ചോദിച്ചു, ഇനിയും മാപ്പ് ചോദിക്കുന്നു. അതിന്റെ പേരിൽ ഈ നാട്ടിലൊരു പ്രശ്നം ഉണ്ടാകാൻ പാടില്ല. അതിന്റെ പേരിൽ ഇവിടെ 2 ചേരിയാകാൻ പാടില്ല. അതേസമയം ആദർശ രംഗത്തുള്ള കൃത്യമായ പഠനങ്ങൾക്കുള്ള വേദിയായി മാത്രമേ നമ്മൾ ഇതിനെ കണ്ടിട്ടുള്ളൂ. എത്ര ഭംഗിയായാണ് ഈ പ്രോഗ്രാം നടന്നത്. ഒരിക്കലും ഈ നാട്ടിൽ പ്രശ്നമുണ്ടാക്കാൻ ഒരിക്കലും മുജാഹിദ് പ്രസ്ഥാനം ഈ കാലം വരെ എവിടെയും പരിശ്രമിച്ചിട്ടില്ല. അതുകൊണ്ട് ആ നിലയ്ക്ക് ഈ നാട്ടുകാരും അത് ശ്രദ്ധിക്കണം എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. അവരുടെ വേദിയിൽ പോലും നമ്മൾ ആരും എവിടെയും വന്ന് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ലല്ലോ. എത്ര വേദികൾ മുജാഹിദുകളെ വളരെ മോശമായി ആക്ഷേപിക്കുന്ന എന്തെല്ലാം പ്രശ്നങ്ങൾ നടക്കുന്നത്. ഞങ്ങൾ ആരും പ്രശ്നം ഉണ്ടാക്കാൻ വരാറില്ല, ഞങ്ങളുടെ ശൈലിയും അതല്ല. അതുകൊണ്ട് നാട്ടുകാർ ശ്രദ്ധിക്കുക. ഒറ്റപ്പെടുത്തുന്ന ആളുകൾക്ക് ഇതൊക്കെ ഭംഗിയായി നടക്കുന്നത് കാണുമ്പോൾ ചില പ്രയാസം ഉണ്ടാകും. അതിന് എന്തെങ്കിലും ഒരു ഹേതു ഉണ്ടാക്കി ഇവരുടെ ശബ്ദകോലാഹലം ഉണ്ടാക്കാൻ ആരെങ്കിലും ശ്രമിക്കുന്നുവെങ്കിൽ ഈ നാട്ടുകാർ അത് തിരിച്ചറിയണമെന്നാണ് സൂചിപ്പിക്കാനുള്ളത്. അദ്ദേഹം ചോദിച്ച വിഷയം നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ടതല്ലെങ്കിലും മുമ്പിലില്ലാത്ത മയ്യത്തിന് വേണ്ടി ജുമുഅ ദിവസം വെള്ളിയാഴ്ച ജുമുഅയ്ക്ക് ശേഷം മയ്യിത്ത് നിസ്കരിക്കാൻ പറ്റുമോ എന്നാണ്. നമുക്ക് അതിൽ കൃത്യമായ ഒരു മാതൃക പ്രവാചക ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധ്യമല്ല. നബി തങ്ങൾ അങ്ങനെ നിസ്കരിച്ച ഒറ്റ കേസുള്ളത് നജാഷി രാജാവ് മരിച്ചപ്പോഴാണ്. നജാഷി രാജാവ് മരിച്ചു എത്യോപ്യയിൽ. പ്രവാചകൻ പറഞ്ഞു, നിങ്ങളുടെ സഹോദരൻ നിങ്ങളുടേതല്ലാത്ത നാട്ടിൽ വെച്ച് മരണപ്പെട്ടിരിക്കുന്നു. അഥവാ ആ നാട്ടിൽ ആ മരിച്ച വ്യക്തിക്ക് വേണ്ടി മയ്യിത്ത് നിസ്കാരം നടന്നിട്ടില്ല. അതിന്റെ പേരിൽ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തെ വിളിച്ചുകൂട്ടുകയും നമസ്കരിക്കുകയും ചെയ്തു എന്ന് കാണാൻ കഴിയും. ആ ഒരു വിഷയം, ആ ഒരു മാതൃക മാത്രമാണ് ആ വിഷയത്തിലുള്ളത്. അതുകൊണ്ട് അത്തരം കേസ് ഉണ്ടെങ്കിൽ നമുക്കാവാം. ഒരു വിമാനം കത്തിക്കഴിഞ്ഞ് മരിച്ചു, മയ്യത്ത് കിട്ടിയില്ല, അവിടെ ആ മയ്യത്ത് കുളിപ്പിക്കാനോ നിസ്കരിക്കാനോ ഒന്നും സംവിധാനം ഉണ്ടായില്ല എങ്കിൽ നമുക്ക് ആ മയ്യത്ത് മുമ്പിൽ ഇല്ലാതെ തന്നെയും ആ മയ്യത്തിന് വേണ്ടി നമസ്കരിക്കാം. അതേപോലെ കടലിൽ നഷ്ടപ്പെട്ടു പോയ ഒരാളുടെ ശരീരം, മയ്യത്ത് നമുക്ക് കിട്ടിയില്ല എങ്കിൽ നമുക്ക് അവിടെ നിസ്കരിക്കാം. അതൊന്നുമല്ലാതെ എവിടെ മരിച്ചാലും എല്ലാവർക്കും എവിടെയും വെച്ച് നിസ്കരിക്കുക എന്നതിന് പ്രവാചക മാതൃക ഇല്ല. എന്നാൽ പണ്ഡിതന്മാർക്കിടയിൽ 2 അഭിപ്രായം ഈ വിഷയത്തിലുണ്ട്. ഈ ഒരു വിഷയത്തെ, ഈ നജാഷി രാജാവിന്റെ സംഭവത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ട് ചില പണ്ഡിതന്മാര് പറഞ്ഞു, ഒരിക്കലാണെങ്കിലും അങ്ങനെ നടന്നല്ലോ, അതുകൊണ്ട് അതും അതിൽ തെളിവ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. അതല്ല, ഈ പറഞ്ഞ പോലെ അത്തരം സാഹചര്യങ്ങൾ അത് എടുക്കാമെന്നല്ലാതെ അതിനെ പൊതുവായ തലത്തിൽ കൊണ്ടുവരാൻ വകുപ്പില്ല എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുമുണ്ട്. കൂടുതൽ ശരി ആ അഭിപ്രായമാണ് എന്നതുകൊണ്ടാണ് ഞാനത് സൂചിപ്പിച്ചത്. ഏതായിരുന്നാലും സഹോദരൻ, അൽഹംദുലില്ലാഹ് വൈകുന്നേരം ഒരു 5-5:15 ആരംഭിച്ച ഈ പ്രോഗ്രാം നിശ്ചയിക്കപ്പെട്ട 10 മണി വരെ പൂർത്തിയായി തന്നെ അൽഹംദുലില്ലാഹ് ഭംഗിയായി നടന്നു. ഒരുപാട് വിഷയങ്ങൾ ഇവിടെ ചർച്ചയ്ക്ക് വന്നു. വളരെ ആത്മാർത്ഥമായ നിഷ്കളങ്കമായ ചോദ്യങ്ങളും മറുപടികളും തന്നെയാണ് ഇതുവരെയും ഇവിടെ നടന്നത്. ഇവിടെ ചോദ്യകർത്താവ് ഉമർ ഫൈസിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം എവിടുന്ന് പഠിച്ചു എന്ന രൂപത്തിൽ ചോദ്യം വന്നപ്പോഴാണ് എന്റെ ഭാഗത്തുനിന്ന് അത്തരമൊരു പരാമർശം വന്നത്. ആ ചോദ്യം അങ്ങനെ വന്നില്ലായിരുന്നുവെങ്കിൽ ഈ മറുപടി പറയേണ്ട ഒരു ആവശ്യവും ഉണ്ടാവുകയും ചെയ്യുമായിരുന്നില്ല. ഏതായിരുന്നാലും അതൊന്നൊരു ബോധപൂർവ്വം ആക്ഷേപിക്കാനോ ചെറുതാക്കാനോ പരിഹസിക്കാനോ ഒന്നുമല്ല. അങ്ങനെ ഒരു ഉദ്ദേശം ഞങ്ങൾക്ക് ഉണ്ടായിട്ടുമില്ല. ഇനി അതിൽ അബദ്ധമുണ്ടെങ്കിൽ അല്ലാഹു തആല നമുക്കെല്ലാം അത് പുറത്തു തരട്ടെ. ആമീൻ. നിങ്ങളൊക്കെ ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യണം, ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നു. ഏതായിരുന്നാലും ഒരു വാശിക്കപ്പുറത്ത് വിഷയങ്ങളെ സമീപിക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. ഇവിടെ പ്രധാനമായും വന്ന വിഷയങ്ങൾ റബ്ബിനോട് മാത്രമുള്ള തേട്ടങ്ങളാണ്. അതേപോലെ അള്ളാഹുവിന്റെ നാമഗുണ വിശേഷണങ്ങളാണ്. ആ നിലക്കുള്ള വിഷയങ്ങളാണ് പ്രധാനമായും ഇവിടെ ചർച്ച ചെയ്യപ്പെട്ടത്. അതിനനുബന്ധമായി മാലകൾ, മൗലിദുകൾ, റാത്തീബുകൾ, കുത്തുബിയത്തുകൾ, ദർഗകളെല്ലാം ചർച്ചയ്ക്ക് വിധേയമായി ആ വിഷയങ്ങളെ പ്രമാണമടിസ്ഥാനമാക്കി കൂടുതൽ പഠിക്കാൻ ഈ ശബ്ദം ശ്രദ്ധിച്ച ആളുകൾ സജ്ജമാകണമെന്നാണ് സൂചിപ്പിക്കാനുള്ളത്. ഇതൊക്കെ നമ്മുടെ പരലോകത്തിന്റെ വിഷയമാണ്. ഒരു വാശിക്ക് വേണ്ടി, സംഘടനാ താല്പര്യങ്ങൾക്ക് വേണ്ടി തൽക്കാലം ഒരു നിലപാടിൽ നിന്നുകൊണ്ട് നമ്മുടെ പരലോകം നഷ്ടപ്പെടുത്താൻ ഒരിക്കലും ഇടയാകരുത്.
ആത്മാർത്ഥമായ വിഷയം പഠിക്കുകയും ഇന്ന് മരിച്ചാലും നമുക്ക് ബർസഖി ലോകത്തേക്ക് യാത്ര പോകാനുള്ളതാണ്. നേരത്തെ പറഞ്ഞപ്പോൾ ഈ നാട്ടിൽ ഒരു സഹോദരൻ ഇന്ന് മരിച്ചു. വൈകുന്നേരം അസുറിന് ശേഷം അദ്ദേഹത്തെ മറവ് ചെയ്തു. ഒരുപക്ഷെ നാളെ നമ്മളൊക്കെ മരിച്ചുകൂടായിക ഇല്ല, ഖബറിലേക്ക് പോയി കൂടായിക ഇല്ല, ഈ ലോകത്തെ ജീവിതം അവസാനിപ്പിച്ച് യാത്ര പോകേണ്ടി വന്നുകൂടായിക ഇല്ല. അങ്ങനെ യാത്ര പോയാൽ അപ്പോഴും ഈ നാട്ടിൽ സംഘടന ബാക്കിയാകും, കമ്മിറ്റിക്കാർ ബാക്കിയാകും, സ്ഥാപനങ്ങൾ ബാക്കിയാകും, പ്രോഗ്രാമുകൾ ബാക്കിയാകും. നമ്മൾ നമ്മുടെ ഖബറിലേക്ക് നമ്മുടെ അമലുമായി നമ്മൾ മാത്രമേ ഉണ്ടാകൂ. അവിടെ ഒരു പിഴച്ച വിശ്വാസവുമായി പോയി, തെറ്റായ നിലപാടുമായി പോയി, അല്ലാഹുവില്ലാത്ത വിളിച്ചു പ്രാർത്ഥിച്ച് ദർഗയിൽ പോയി പ്രാർത്ഥിച്ച് ഉറുക്കും നൂലും ഏലസും കെട്ടി ആ നിലക്കുള്ള ശിർക്കും ബിദഅത്തും ഖുറാഫാത്തുമായി ജീവിച്ച് നാളെ ഖബറിൽ പോയി പ്രയാസപ്പെടുന്ന സാഹചര്യം സഹോദരങ്ങളെ നമുക്കുണ്ടാകാൻ പാടില്ല എന്ന് മാത്രമാണ് അവസാനമായി സൂചിപ്പിക്കാൻ ഞാൻ അവസാനിപ്പിക്കുകയാണ്. അള്ളാഹും അവന്റെ റസൂലും അള്ളാഹിനെ കുറിച്ച് പഠിപ്പിച്ചതെല്ലാം നമ്മൾ അംഗീകരിക്കുക. അള്ളാഹും അവന്റെ റസൂലും ഖുർആനിൽ എന്തൊക്കെ പഠിപ്പിച്ചുവോ അത് നമ്മൾ അംഗീകരിക്കുക. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ബാലുശ്ശേരിയുടെ 1-2 മിനിറ്റുകൾ നീളുന്ന ചെറിയ ഒരു സംസാരത്തോട്, ശിഹാബ് ഇടക്കരയുടെ ഒരു സംസാരത്തോട് കൂടി ഇൻഷാ അല്ലാഹ് നമുക്ക് അവസാനിപ്പിക്കാം. അള്ളാഹു നമ്മിൽ നിന്ന് ഇതെല്ലാം സ്വീകരിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല, വെറൊരു 3 മിനിറ്റ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഇത്തഖുല്ലാഹ്. ശബ്ദം അടഞ്ഞിട്ടുണ്ട്. അപ്പോ കുറെ സമയം നേരത്തെ കിട്ടിയാലും സംസാരിക്കാൻ വയ്യാത്ത ഒരവസ്ഥയിലാണുള്ളത്. ഇവിടെ കൂടിയ മുഴുവൻ ആളുകളോട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ അള്ളാഹുവിന്റെ ഖുർആനും മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുസുന്നത്തും അനുസരിച്ച് ജീവിക്കാനാണ് ശ്രമം നടത്തേണ്ടത്. വാശിക്കപ്പുറം സഹോദരങ്ങളെ, പ്രമാണങ്ങൾ എന്ത് പറയുന്നു എന്ന് പരിശോധിക്കുക. ഇവിടെ എഴുന്നേറ്റ് നിന്ന ഒരാൾക്കും സഹോദരങ്ങളെ നിങ്ങളോട് ആരോടും വ്യക്തിപരമായി ഒരു വൈരാഗ്യമില്ല, സംഘടനാപരമായി ഒരു വൈരാഗ്യമില്ല. നിങ്ങളെല്ലാവരും മനസ്സിലാക്കണം, നമുക്കെല്ലാവർക്കും ഈ ലോകം വിട്ടു പോവാനുള്ളവരാണ്. മരണം നമ്മെ എല്ലാവരെയും കാത്തിരിക്കുന്നു. അപ്പോ വാശിക്കപ്പുറം വിഷയങ്ങൾ തെന്നിമാറുന്നതിന് പകരം സത്യസന്ധമായ ഒരു അന്വേഷണം നമ്മൾ നടത്തണം. മണിക്കൂറുകൾ നീണ്ടുനിന്ന സംസാരത്തിന്റെ ആകത്തുക, അകക്കമ്പ് എന്താണ് എന്ന് നിങ്ങൾ അന്വേഷിക്കണം. പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും പറഞ്ഞതിനപ്പുറം സലഫികൾ, മുജാഹിദുകൾ ഈ സമൂഹത്തോട് എന്ത് പറയുന്നു എന്ന് അന്വേഷിക്കുവാനുള്ള ഒരു അന്വേഷണാത്മക ജീവിതത്തിന് സുഹൃത്തുക്കളെ എന്താണ് തടസ്സം? അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ നമുക്കൊക്കെ പഠിക്കാനും മനസ്സിലാക്കുവാനുള്ള അവസരങ്ങളുണ്ട്. നൂതനമായ സംവിധാനങ്ങളെയൊക്കെ നമ്മൾ അതിനുവേണ്ടി ഉപയോഗിക്കണം. ഇവിടെ ചോദ്യം ചോദിക്കുമ്പോൾ ചോദ്യകർത്താക്കന്മാർ ഒരു തമാശ എന്നോണം ചില വാക്കുകൾ പറയും. അതുപോലെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ചില വാക്കുകൾ, മനുഷ്യരാണ്, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വാക്കുകളിൽ ഏതെങ്കിലും അർത്ഥത്തിൽ ഒരു അക്ഷരം കൂടുകയോ കുറയോ ഒക്കെ ചെയ്യാം. അത് സംഭവിച്ചതിന്റെ പേരിൽ വിഷയത്തെ ഞാനും നിങ്ങളും പഠിക്കാതെ പോകരുത്. വിഷയം പഠിക്കുകയാണ് വേണ്ടത്. ഇത് നമ്മുടെ പരലോകത്തിന്റെ വിഷയമാണ്. ഇവിടെ കൂടി എല്ലാവരും ഇന്നല്ലെങ്കിൽ നാളെ മരണപ്പെട്ടു പോകും. ഖബറിൽ നമ്മൾ ഒറ്റക്ക. ചോദ്യം ചോദിക്കുമ്പോൾ ഉത്തരം പറയേണ്ടത് നമ്മൾ ഒറ്റക്ക. പരലോകത്ത് എല്ലാവരും ഒറ്റക്കൊറ്റക്ക് നിന്നുകൊണ്ട് മറുപടി പറയണം. കയ്യും കാലുമൊക്കെ സാക്ഷി പറയുന്ന ലോകരക്ഷിതാവായ അള്ളാഹുവിന്റെ കോടതിയിൽ സംസാരിക്കുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളുമൊക്കെ സുഹൃത്തുക്കളെ ഒറ്റക്ക് നിൽക്കണം. ഒരു വസ്ത്രം പോലും ശരീരത്തിലില്ലാതെ, ചെരുപ്പില്ലാതെ, അല്ലെ പാദരക്ഷകളില്ലാതെ, ഒരു നൂല് പോലും ശരീരത്തിലില്ലാതെ ഒറ്റക്കൊറ്റക്ക് അള്ളാഹുവിന്റെ കോടതിയിൽ നിൽക്കുന്ന ഭയാനകമായ ഒരു രംഗത്തെ നമ്മൾ ഓർക്കണം. നാം മനസ്സിലാക്കി വന്നത്, പാരമ്പര്യമായി പഠിച്ചു വന്നത്, കാക്ക കാരണവന്മാർ വഴി ഞാനും നിങ്ങളും അറിഞ്ഞു വെച്ചതിൽ അബദ്ധങ്ങളുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കുക. എന്നിട്ട് പഠന വിധേയമാക്കുക. അള്ളാഹു തആല അതിന് എനിക്കും നിങ്ങൾക്കൊക്കെ തൗഫീക്ക് നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. 39-ാം അധ്യായം സൂറത്ത് സുമറിലെ 3-ാമത്തെ ആയത്തും 10-ാം അധ്യായം സൂറത്ത് യൂനുസിലെ 18-ാമത്തെ ആയത്തും 26-ാം അധ്യായം സൂറത്ത് ശുഅറയിലെ 71, 72, 73, 74 വാചകങ്ങളുമൊക്കെ സുഹൃത്തുക്കളെ നിങ്ങൾ വീട്ടിൽ പോയിട്ടൊന്ന് പരിശോധിക്കുക. അപ്പോ മുൻഗാമികൾ പറഞ്ഞ ന്യായീകരണങ്ങളൊക്കെ നിങ്ങൾക്ക് വായിക്കാൻ പറ്റും. ആയത്ത് നിങ്ങൾ ഓർത്തു വെച്ചോളൂ. 39-ലെ 3, 10-ാം അധ്യായം സൂറത്ത് യൂനുസിലെ 18, 26-ാം അധ്യായം സൂറത്ത് ശുഅറയിലെ
70 മുതൽ 74 വരെയുള്ള വചനങ്ങൾ അതൊക്കെ ഒന്ന് പരിശോധിക്കുക. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന പണ്ഡിതന്മാരുടെ ഖുർആന്റെ പരിഭാഷ എടുത്തിട്ട് ഒന്ന് മറിച്ചു നോക്കുക. മുൻഗാമികളായ മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേർക്ക് നേരെ നിന്ന് എതിർത്തിരുന്ന ആളുകൾ ന്യായങ്ങൾ പറഞ്ഞതും ദുർന്യായങ്ങൾ നിരത്തിയതുമൊക്കെ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. പഠിക്കാൻ തയ്യാറാവുക. എല്ലാവരും കൂട്ടുകാരന്മാരും സുഹൃത്തുക്കളും ഫ്രണ്ട്ഷിപ്പും ഒക്കെ അവസാനിച്ച് നമുക്ക് പോകണം. ആ യാത്ര അള്ളാഹ്ക്ക് ഇഷ്ടപ്പെടുന്ന ഒരു യാത്രയാകണം. മരിക്കുന്ന നേരത്ത് സലാമുൻ അലൈക്കും ഉദ്ഖുലുൽ ജന്ന ബിമാ കുൻതും തഅമലൂൻ. അതെ, നിങ്ങൾ പ്രവർത്തിച്ചതിന്റെ അടിസ്ഥാനത്തിൽ സമാധാന വാക്കുകൾ കേട്ടുകൊണ്ട് മരിച്ചോളൂ, വിട പറഞ്ഞോളൂ, തിരിച്ചു പോന്നോളൂ, സ്വർഗത്തിലേക്ക് പോന്നോളൂ എന്ന് മലക്കുകൾ, അള്ളാഹുവിന്റെ മലാഖമാർ, മലക്കുൽ മൗത്ത് അടക്കമുള്ള ആ സംഘം വന്ന് നമ്മളോട് പറയണം. യദ്രിബൂന വുജൂഹും വഅദ്ബാറഹും, മുഖത്തും മുതുകിലും ആഞ്ഞടിച്ചുകൊണ്ട് റൂഹ് പുറത്തേക്കെടുക്കണോ എന്ന് ആക്രോശിച്ചുകൊണ്ടുള്ള ഒരു മരണം പ്രിയപ്പെട്ടവരെ നമ്മൾ ആരും ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. നമ്മൾ ആഗ്രഹിക്കുന്നത്, അഭിലഷിക്കുന്നത്, മോഹിക്കുന്നത്, കൊതിക്കുന്നത് നല്ല മരണമാണ്, സ്വർഗത്തിലെത്താനാണ്. അള്ളാഹു അതിനുള്ള വഴികൾ നമുക്ക് ഒരുക്കി തരട്ടെ. ഇവിടെ സംസാരിച്ച മുഴുവൻ സംസാരങ്ങളും ഗുണകാംക്ഷയുടെ സംസാരമാണ്, മനുഷ്യർക്ക് മുമ്പിലുള്ള നസീഹത്തിന്റെ സംസാരമാണ്. ആ സംസാരത്തെ ഈ ചെറിയ ചെറിയ ഒച്ചപ്പാടുകൾക്കിടയിൽ നിങ്ങൾ മറന്നു പോകരുത്. അന്വേഷണം തുടങ്ങട്ടെ, പഠനം ആരംഭിക്കട്ടെ എന്ന് മാത്രം. സമയം അവസാനിച്ചതുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ഇത് ഭംഗിയായി ഇവിടെ നടത്താൻ ഈ സ്ഥലം അനുവദിച്ച ആളുകളുണ്ടാവും, ഇവിടെ കൂടിയ ആളുകളുണ്ടാവും, അതുപോലെ നിയമപാലകരുണ്ട്. അവർക്കൊക്കെ ലോകരക്ഷിതാവായ അല്ലാഹു തആല എനിക്കും നിങ്ങൾക്കുമൊക്കെ കിട്ടിയത് സന്മാർഗമാണ് എന്ന് നാം വിശ്വസിക്കുന്നുവെങ്കിൽ ഹിദായത്തിലേക്ക് തിരിച്ചു വരാൻ സർവശക്തനായ അല്ലാഹു എല്ലാവർക്കും തൗഫീക്ക് നൽകുമാറാകട്ടെ. ഇത് വളരെ വൃത്തിയായി പൂർത്തീകരിക്കാൻ 10 മണി വരെ ഈ സമയം പൂർത്തീകരിച്ചത് പൂർത്തിയാക്കാൻ സഹായിച്ച ഏതൊക്കെ സുഹൃത്തുക്കളുണ്ടോ